ജീവൻ തന്നു പോഷിപ്പിക്കണേ. കരുണ തോന്നണമേ നാഥ എൻ്റെ യേശുവേ. ഈ മൺകൂടാരത്തോടു നീ അലിവു തോന്നണേ. കരുണ തോന്നണമേ നാഥ എൻ്റെ യേശുവേ. ഈ മൺകൂട തോന്നണേ. നീനക്കായി ഞാനേകുന്നു നാഥ നിൻ ദിവ്യ ജീവൻ നൽകി പോഷിപ്പിക്കണേ. എൻ പ്രയാണകാലം നീനക്കായി ഞാനേകുന്നു നാഥ നിൻ ദിവ്യ ജീവൻ നൽകി പോഷിപ്പിക്കണേ. കാലം നീനക്കായി ഞാനേകുന്നു നാഥ നിൻ ദിവ്യ ജീവൻ നൽകി പോഷിപ്പിക്കണേ. നിൻ ദിവ്യ ജീവൻ നൽകി പോഷിപ്പിക്കണേ. നിൻ ദിവ്യ ജീവൻ നൽകി പോഷിപ്പിക്കണേ. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഈ മനോഹരമായ ദിവസത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് വീണ്ടും അങ്ങയുടെ ദിവ്യവചനവുമായി നിൽപ്പാൻ അങ്ങൊരുക്കി തന്ന സാവകാശത്തിനായി നന്ദി പറയുകയാണ്. ദൈവത്തിൻ്റെ രാജ്യത്വം ഇവിടെ പ്രഖ്യാപിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വം ഇവിടെ പ്രഖ്യാപിക്കുന്നു. പരിശുദ്ധാത്മാവിന് പൂർണ്ണ സ്വാതന്ത്ര്യം ഇവിടെ പ്രഖ്യാപിക്കുന്നു. എല്ലാ വിപരീത മണ്ഡലങ്ങളുടെ നടുവിലും, എല്ലാ ഇരുട്ടിൻ്റെ നടുവിലും, എല്ലാ കൂരിരുട്ടിൻ്റെ നടുവിലും അതിനെയൊക്കെ തകർത്ത് പുറത്തേക്ക് ഇറങ്ങുന്ന അങ്ങയുടെ വെളിച്ചം വീശുന്നതിനായി നന്ദിയോടെ സ്തോത്രം. അങ്ങയുടെ അത്ഭുതകരങ്ങളിലേക്ക് ഈ മക്കളെ ഏവരെയും ഏൽപ്പിക്കുന്നു. സുവിശേഷത്തിന്റെ ദിവ്യമായ വെളിച്ചം, പ്രീച്ച് ആൻഡ് പ്രിവെയിൽഡ് എന്ന് പറയുന്ന അങ്ങയുടെ രാജ്യത്തിന്റെ വെളിച്ചം ഈ തൃശ്ശൂർ പട്ടണത്തിൽ ശോഭിക്കാൻ നന്ദിയോടെ സ്തോത്രം. അതിനായി ഈ മക്കളെ ഓരോരുത്തരെയും അങ്ങ് ശക്തിപ്പെടുത്തുകയാണ് നന്ദി. കരങ്ങളിൽ ഏൽപ്പിക്കണോ. അവരെയും അവരായിരിക്കുന്ന സ്ഥലത്ത് ഇരുട്ടിന്റെ നടുവിലും കൂരാക്കൂരിരുട്ടിന്റെ നടുവിലും തെളിച്ചമായി വെളിച്ചമായി പ്രകാശിപ്പാൻ അത്ഭുതകരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. കുഞ്ഞുങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങ് തുറന്നു കൊടുത്താട്ടെ. അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി. ഞാൻ അങ്ങയുടേതല്ലോ, അങ്ങയുടേത് മാത്രം ഉപയോഗിച്ചാട്ടെ. അങ്ങയുടെ ശരീരമായ ക്രിസ്തുവിന്റെ അവയവമായി എന്നെ തന്നെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സർവമഹത്വവും അങ്ങേക്ക് തരുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. കേൾക്കുവാൻ ബുദ്ധിമുട്ടുള്ളവരും മുമ്പോട്ട് കയറിയിരിക്കണമെന്ന് ഓർപ്പിക്കുകയാണ്. ദൈവം ഏവരെയും തുണയ്ക്കട്ടെ, സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. ജീവിതം, അതാണ് ഇന്ന് ദൈവരാജ്യ സുവിശേഷവുമായുള്ള ബന്ധത്തിൽ നമ്മൾ കേൾക്കുന്ന ടൈറ്റിൽ, ജീവിതം. വളരെ ശ്രദ്ധയോടുകൂടെ നിങ്ങൾ മനസ്സിലാക്കുക, എന്താണ് ഈ ജീവിതം? എന്തിനാണ് ഈ ജീവിതം? ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ദൈവത്തിന്റെ ഈ വചനത്തിന്റെ ഈ ചിന്തകൾ കേൾക്കുന്നവർ നിങ്ങളായിരിക്കുന്ന മണ്ഡലത്തിൽ ശക്തിയോടെ ദൈവത്തിന്റെ ചിന്തകളിൽ പ്രകാശിപ്പാൻ ഒരു തീരുമാനമെടുക്കുക. എന്താണ് ജീവിതം? എന്തിനാണ് ജീവിതം? ഞാൻ ചുറ്റും ഒന്ന് വാച്ച് ചെയ്യുമ്പോൾ ജനങ്ങൾ വളരെ തിരക്ക് പിടിച്ച് ഓടുകയാണ്. ഫോൺ ചെയ്യുന്നു, സൈക്കിൾ ചവിട്ടുന്നു, സ്കൂട്ടർ ഓടിക്കുന്നു, ബൈക്ക് ഓടിക്കുന്നു, കാർ ഓടിക്കുന്നു, ബസ്സിൽ കയറുന്നു, യാത്ര ചെയ്യുന്നു, പല ട്രെയിനിൽ, വിമാനത്തിൽ. ഇവരൊക്കെ എന്തു ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ? അവരുടെ ജീവിതം നിലനിർത്താൻ ശ്രമിക്കുകയാണ്, അല്ലേ? ജീവിതം നിലനിർത്താൻ ശ്രമിക്കുകയാണ്.
പക്ഷെ ആരോട് ചോദിച്ചാൽ അവർ പറയുന്നത്, ചിലർ പറയുന്നു ഞാൻ ബിസിനസ് ചെയ്യാൻ പോകുന്നു, ചിലർ പറയുന്നു ഞാൻ ജോലി ചെയ്യാൻ പോകുന്നു, ഞാൻ ജോലിക്ക് പോകുന്നു, ചിലർ പറയും ഞാൻ സാധനം ഓർഡർ ചെയ്യുന്നു, ചിലർ പറയും ഞാൻ ഓർഡർ ചെയ്ത സാധനം കൊണ്ട് പോവുകയാണ്. അപ്പോൾ അതിനുവേണ്ടി പലതും പല ബിസിനസ്സുകളായിട്ട് പല ജോലികളായിട്ടൊക്കെ തിരിഞ്ഞിരിക്കുക. അപ്പോൾ ചുരുക്കി പറഞ്ഞ ഇതൊക്കെ എന്തിനാ? ആളുകൾ ജീവിക്കാൻ വേണ്ടി ഓരോരോ കാര്യം ചെയ്യുക. പക്ഷെ ആളുകൾ ജീവിക്കുന്നുണ്ടോ? കഴിഞ്ഞ നാളുകളിൽ ജീവിച്ചവരൊക്കെ ഇവിടെ ഉണ്ടോ? അപ്പൊ ശരിക്കും പറഞ്ഞാൽ ജീവിക്കാൻ വേണ്ടി വ്യർത്ഥ ശ്രമങ്ങൾ നടത്തുന്നവരാണ് നമ്മൾ. ജീവിക്കാൻ വേണ്ടി വെറുതെ അധ്വാനിക്കുന്നു. ഇനി കുറെ പേരെ കാണാം, രാവിലെ ഒരു 4:30 എഴുന്നേറ്റ് എവിടെയെങ്കിലും യാത്ര ചെയ്യുകയാണെന്നാണെങ്കിൽ കുറെ പേരെ കാണാം തെരുവില് ഒരു ബൂട്ടും ഒരു നിക്കറൊക്കെ ഇട്ട് കുറെ എണ്ണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുന്നു. അവരും എന്തിനുള്ള ശ്രമമാ? ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക, ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക. ആ കൂട്ടത്തിൽ മിക്കവാറും ഒരു 40-നും 60-നും ഇടയിലുള്ളവരായിരിക്കും ആ കൂട്ടം കൂടുതലും. കാരണം അത്രയും നാൾ എക്സസൈസ് ഒന്നും ചെയ്തില്ല, ചുമ്മാ നടന്നു. അവസാനം ഒരു വിഷയം വന്നപ്പോൾ ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനി ഇങ്ങനെയൊന്നും പറ്റത്തില്ല കേട്ടോ, രാവിലെ എഴുന്നേറ്റ് കുറച്ച് നടക്കണം, പല പല മെഷർമെന്റും കൂടുതലാ. അപ്പൊ ഈ കൂട്ടരെ ആ സമയത്ത് തെരുവി കാണാം. കാരണം ഇവരെന്താ ശ്രമിക്കണേ? ജീവൻ നിലനിർത്താൻ ശ്രമിക്കുക. അപ്പോ പക്ഷെ അവർക്കും ജീവൻ നിലനിർത്താൻ പറ്റുന്നില്ല, അവരും കൊഴിഞ്ഞു വീഴുകയാ. പക്ഷെ അതൊരു നല്ലൊരു ഏർപ്പാടാ, ഒരൽപ്പം എക്സസൈസ് ഒക്കെ ചെയ്യുന്ന നല്ലൊരു ഏർപ്പാടാ. വിശുദ്ധ ബൈബിൾ പറയുന്ന ഒരു കാര്യം, ബോഡിലി എക്സസൈസ് പ്രോഫിറ്റ് എ ലിറ്റിൽ. ശരീരാഭ്യാസം അല്പ പ്രയോജനമുള്ളതാ, മുഴുവൻ പ്രയോജനമൊന്നുമില്ല, അല്പ പ്രയോജനമുള്ളതാ. അപ്പോ ചുരുക്കി പറഞ്ഞാൽ ജനമെല്ലാം ജീവൻ നിലനിർത്താൻ വേണ്ടി ഓടുകയാ, ഈ ജീവിതത്തിന് വേണ്ടി ഓടുകയാ. ഇനി കുറെ പേർ ഈ ജീവിതം നന്നാക്കാൻ വേണ്ടി, നല്ല രീതിയിലാക്കാൻ വേണ്ടി അവര് പ്രാക്ടീസ് ചെയ്തതാണ് അവരുടെ മതങ്ങൾ. അവരുടെ മതങ്ങളിൽ ആശ്രയിച്ചാൽ അവർക്ക് ജീവൻ നിലനിർത്താമെന്ന് അവരുടെ ചിന്ത. പക്ഷെ അവർക്കും അത് പറ്റുന്നില്ല. ഒരു മതത്തിനും ജീവിതം നിലനിർത്തുവാൻ അവരെ സഹായിക്കുവാൻ കഴിയുന്നില്ല. അപ്പൊ എന്റെ പ്രിയ സഹോദരങ്ങളെ, തൃശ്ശൂർ പട്ടണത്തിലെ നിവാസികളെ, ഇത്രയും പേര് ജീവിതം നിലനിർത്താൻ വേണ്ടി പാടുപെടുമ്പോ അതിനൊരു മറുമരുന്ന് ഇവിടെ ഇല്ലാതിരിക്കുമ്പോൾ, അപ്പൊ നിങ്ങൾ എന്തിരിക്കും? തൃശ്ശൂർക്കാരോട് മാത്രമാണ് പറഞ്ഞത്? ഇല്ല, നിങ്ങളോടും പറയുക. നിങ്ങളിപ്പോ സിഡ്നിയിലാണ് കേൾക്കണമെങ്കിൽ, ദുബായിൽ നിന്നാണ് കേൾക്കണമെങ്കിൽ, ഡൽഹിയിൽ നിന്നാണ് കേൾക്കണമെങ്കിൽ, തിരുവനന്തപുരത്ത് നിന്നാണ് കേൾക്കണമെങ്കിൽ, നിങ്ങളോടും കൂടി ചേർത്താ പറയണേ. ഇത്രയും നല്ല ഓപ്പർച്യൂണിറ്റി ഉള്ള ബിസിനസ് നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുന്നത് ഓർത്ത് എനിക്ക് സങ്കടമുണ്ട്. ഇത്രയും പേര് ജീവിതം നിലനിർത്തുവാൻ, ജീവൻ നിലനിർത്തുവാൻ വേണ്ടി പരിശ്രമിച്ചിട്ട് കഴിയാതിരിക്കുമ്പോ നിങ്ങളുടെ കയ്യിൽ ദൈവം തന്നിരിക്കുന്ന മാർഗം എന്ന് പറയുന്നത് ജീവന്റെ മാർഗമാണ്. അപ്പൊ ഈ ജീവന്റെ മാർഗം നിങ്ങളുടെ കയ്യിൽ തന്നിട്ട്, അതായത് ജീവൻ നിലനിർത്തുവാനുള്ള ഗുളിക, മരുന്ന് കച്ചവടക്കാരാണ് നിങ്ങൾ. നിങ്ങളുടെ കയ്യിൽ തന്നിട്ട് നിങ്ങളത് കച്ചവടം ചെയ്യുന്നില്ല എന്നൊരു ചിന്ത അറിയാതെ ഒന്ന് ചിന്തിച്ചു പോകും. ഇത്രയും നല്ല അവസരമുള്ള ഒരു സംഭവം, ഇത്രയും പേര്, ചിലര് കൃഷി ചെയ്ത് നിലനിർത്താൻ നോക്കുന്നു ജീവൻ, ചിലര് കച്ചവടം ചെയ്ത് നിലനിർത്താൻ നോക്കുന്നു, ചിലര് ജോലിക്ക് പോയി നിലനിർത്താൻ നോക്കുന്നു, ചിലര് രാവിലെ എക്സസൈസ് ചെയ്ത് ജീവൻ നിലനിർത്താൻ നോക്കുന്നു. പലരും പല രീതിയിൽ നിലനിർത്താൻ നോക്കുന്നു. ഇവർക്കൊന്നും അത് പറ്റുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് അവിടെയൊക്കെ ചെന്നിട്ടൊന്ന് പറഞ്ഞുകൂടെ,
ഈ ലോകത്തിൽ ഒരു സ്കൂളിലോ കോളേജിലോ ആശുപത്രിയിലോ മെഡിക്കൽ ഷോപ്പിലോ ഡോക്ടർമാരുടെ അടുക്കലോ ഇതിനുള്ള പരിഹാരമില്ലാതിരിക്കുമ്പോൾ ഞാനൊരു പരിഹാരം കണ്ടിട്ടുണ്ട്. ന്യൂനെസ് ഓഫ് ലൈഫ്, പുതിയ ജീവനിൽ ജീവിപ്പാൻ ഞാനൊരു പരിഹാരം കണ്ടിട്ടുണ്ട്. ഞാൻ അതിലാണ് ജീവിക്കുന്നത്. നിങ്ങളെയും അതിൽ ജീവിപ്പാൻ ഞാൻ സഹായിക്കാം എന്ന് പറഞ്ഞ് എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് അവരുടെ അടുക്കൽ ചെല്ലുവാൻ കഴിയുകയില്ലേ? നിങ്ങൾ ആദ്യം കൂരാക്കൂരി ഇരുട്ടിലിരിക്കുന്നിടത്ത് പോകരുത്, ഇരുട്ടിലിരിക്കുന്നിടത്ത് പോകണം. ഇരുട്ട് എന്ന് പറയുന്നത് അജ്ഞതയിൽ കിടക്കുന്നതിനെയാണ് ഈ പറയുന്നത്. അജ്ഞതയിൽ കിടക്കുന്നു. കൂരാക്കൂരി ഇരുട്ട് എന്ന് പറയുന്നത് ഞങ്ങൾ ജീവന്റെ മാർഗത്തിലാണെന്ന് പറയുകയും അതിലല്ലാതിരിക്കുകയും ചെയ്യുന്നവരാണ് കൂരാക്കൂരിട്ട് എന്ന് പറയുന്നത്. അപ്പോ അവിടെയൊക്കെ കടന്നു ചെന്നിട്ട് നിങ്ങൾക്ക് ഈ ജീവന്റെ മാർഗം അറിയിക്കാം, അവർക്ക് ജീവൻ കൊടുക്കാൻ കഴിയും. ഞാനീ പറയുന്നത് ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലായിരിക്കാം. നിങ്ങൾ ഈ ലോകപ്രകാരം ഒരു ഡോക്ടറാണ് എങ്കിൽ നിങ്ങൾ സാധാരണഗതിയിൽ ഒരു 90% ചെയ്യുന്നത് മറ്റുള്ളവർക്ക് അസുഖങ്ങൾക്കുള്ള മരുന്ന് കൊടുക്കും. എന്നാൽ പ്രിയ സഹോദര സഹോദരി, സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന്റെ മകൻ, ദൈവത്തിന്റെ പുത്രനെ ഇവിടെ അയച്ചപ്പോ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൊടുത്തുവിട്ടത് വേറൊന്നുമല്ല, ജീവനാണ്. ജീവനാണ് കൊടുത്തുവിട്ടത്. ഇവിടെ ആളുകൾ എത്ര സ്ട്രഗിൾ ചെയ്തിട്ടും കിട്ടാത്ത സാധനമാണ് കൊടുത്തുവിട്ടത്. നിങ്ങൾക്ക് ലഭിച്ചത് ആ ജീവനാണ്. ആ ജീവൻ തന്നു കഴിഞ്ഞപ്പോ യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, എന്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെയും അയക്കുന്നു. അപ്പൊ നിങ്ങളും ഈ ജീവന്റെ കച്ചവടക്കാരാണ്. കച്ചവടം ചെയ്യുമ്പോൾ ഇവിടെ ആളുകൾ അവരിൽ നിന്ന് എന്തെങ്കിലും ഇങ്ങോട്ടേക്ക് വാങ്ങിച്ചിട്ടാണ് കൊടുക്കുന്നത്. പക്ഷെ നിങ്ങൾ അങ്ങനെയൊന്നും ഇങ്ങോട്ടേക്കൊന്നും വാങ്ങിക്കുന്നില്ല, അങ്ങോട്ട് കൊടുക്കുന്നതേ ഉള്ളൂ. അവരോട് പറയുന്നു, നിങ്ങൾ മടക്കി കൊടുക്കേണ്ടത് ഞങ്ങൾക്കല്ല, മടക്കി കൊടുക്കേണ്ടത് യേശുവിനാണ്. അത് കൊടുക്കേണ്ടത് നിങ്ങളുടേതായ ഈ ജീവിതമാണ്. അപ്പോ നിങ്ങൾക്ക് പ്രത്യേകിച്ച് തൃശ്ശൂർക്കാർക്ക് പല പല കച്ചവടങ്ങളും ചെയ്യാൻ അറിയാം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. നിങ്ങൾ പലരും കൂടുതലായിട്ട് ഇവിടെ ഈ ചെടികളൊക്കെ ഉണ്ടാക്കി നഴ്സറി കച്ചവടം ചെയ്യുന്നവരാണ് ധാരാളം പേര്. പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കുന്നതിലും തൃശ്ശൂർക്കാർ പ്രത്യേകിച്ച് മിടുക്കരാന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ പ്രിയ സഹോദരികളെ, ഞാൻ നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാൻ പറയുന്നില്ല, അത് കൂരാക്കൂരിട്ട് നടത്തുന്നവർ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാകേണ്ട, നിങ്ങൾ ഒറിജിനലിന്റെ കച്ചവടക്കാരാകുക. ഒറിജിനലിന്റെ കച്ചവടക്കാരായാൽ നിങ്ങൾ ഈ ദേശത്തിന്റെ പ്രകാശമായി തീരും. ഹല്ലേലൂയ. ധാരാളം ഡ്യൂപ്ലിക്കേറ്റ് കച്ചവടക്കാരോടെ ഉള്ളപ്പോ അതിന്റെ നടുവിൽ ഒറിജിനലിന്റെ കച്ചവടവുമായി നിങ്ങളായിരിക്കുക. നിങ്ങൾ സൗജന്യമായി കിട്ടി, സൗജന്യമായി കൊടുക്കുക. പിന്നെ നിങ്ങളത് കൊടുക്കുന്ന സമയത്ത് ചുമ്മാ വാഗൊണ്ടുള്ള വാക്കുകൾ മാത്രം പോരാ, നിങ്ങൾ ഇന്ന് ജീവൻ കൊടുക്കാൻ ഇടയാകണം. നിങ്ങളുടെ വായിലൂടെ നിങ്ങൾ സംസാരിക്കുമ്പോൾ ജീവൻ റിലീസ് ചെയ്യപ്പെടുവാൻ ഇടയാകണം. ഹല്ലേലൂയ. അങ്ങനെ ജീവൻ റിലീസ് ചെയ്ത് കൊടുത്താലേ അടുത്താക്ക് ജീവൻ കിട്ടൂ, അല്ലെങ്കിൽ ജീവൻ കിട്ടത്തില്ല. അതിന് നിങ്ങൾ ഓരോരുത്തരും ആത്മാവിൽ വളരുവാൻ ഇടയാകണം. ആത്മാവിൽ വളരുവാൻ ഇടയാകുന്നില്ലെങ്കിൽ ജീവൻ പോവുകയില്ല, ഇൻഫർമേഷനേ പോവുകയുള്ളൂ, അറിവുകളെ പോവുകയുള്ളൂ. അറിവിൽ ജീവൻ ഉണ്ടാകണമെന്നില്ല. ജീവൻ ചെന്നെങ്കിൽ മാത്രമേ അടുത്താക്ക് ജീവൻ കിട്ടുകയുള്ളൂ. അപ്പൊ ശ്രദ്ധയോടുകൂടി ആയിരിക്കണം, വളരെ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണം, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ഇടയാകണം. ഹല്ലേലൂയ. നിങ്ങൾ നല്ലവണ്ണം പ്രവർത്തിച്ചാൽ ഈ തൃശ്ശൂർ ദേശത്തെ ജീവൻ കൊണ്ട് നിറയ്ക്കുവാൻ കഴിയും. നിങ്ങൾ ആത്മീയമായി സമൃദ്ധമായ ജീവനിൽ കടക്കുകയും
ആത്മീയമായി നിങ്ങൾ സമൃദ്ധി പ്രാപിക്കുകയും ചെയ്യും. പക്ഷേ ഇത് ഒരു ചലഞ്ചുള്ള വർക്കാണ്, പ്രതികൂലങ്ങളുള്ള വർക്കാണ്, പക്ഷേ നല്ല ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു വർക്കാണ്. കാരണം ഇവിടെ ആളുകൾ ജീവന് വേണ്ടി പരക്കം പായുകയാണ്. അവർ ചെയ്യുന്നതിലൊന്നും ജീവനില്ല, അവർ പ്രാക്ടീസ് ചെയ്യുന്ന മതങ്ങളിലും ജീവനില്ല, അവർ ചെല്ലുന്ന ആശുപത്രികളിലോ സ്കൂളിലോ യൂണിവേഴ്സിറ്റികളിലോ ജീവനില്ല. പക്ഷേ ജീവൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ ജീവിതം ഞാനും നിങ്ങളും ഗൗരവമില്ലാത്തതായി കാണരുത്, ഗൗരവമുള്ളതായി കാണണം. കരങ്ങളെടുത്ത് കർത്താവിനെ സ്തോത്രം ചെയ്തേ. അനേകരെ പിശാച് മണ്ടന്മാരായും കുരുടന്മാരുമായും ഒക്കെ ഇരുത്തിയിരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോ ശ്രദ്ധയോടെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുക. ആ ഉറങ്ങുന്ന സഹോദരനെ ഇടയ്ക്കൊന്ന് തട്ടിയേക്കണേ, അല്ല എങ്കിൽ തൊട്ടടുത്ത് ഇരുന്ന് ഒന്നും മനസ്സിലാകാതിരിക്കും. പ്രിയ സഹോദരൻ ജോളി ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഹല്ലേലൂയ. അപ്പോ എന്റെ പ്രിയ സഹോദരങ്ങളെ, ശ്രദ്ധയോടുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുക. നിങ്ങളാണ് ഈ തൃശ്ശൂർ പട്ടണത്തിന്റെ പ്രകാശം, നിങ്ങളാണ് ഈ തൃശ്ശൂർ പട്ടണത്തിന്റെ ദീപം. ഹല്ലേലൂയ. ഇരുട്ടിലിരിക്കുന്നവർക്ക് പ്രകാശമായി യേശു മാറിയതുപോലെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഓരോരുത്തരും ഈ തൃശ്ശൂർ പട്ടണത്തിലുള്ളവർക്ക് മാത്രമല്ല, ഇന്ന് ഈ ഓൺലൈൻ മീഡിയ ഉള്ളത് കൊണ്ട് ലോകത്തുള്ള എല്ലാവർക്കും നിങ്ങൾക്ക് വെളിച്ചമായി തീരുവാനായിട്ട് കഴിയും. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടിയായിരിക്കും. ഇത്രയും നല്ല ഓപ്പർച്യൂണിറ്റി, അവസരം കിട്ടിയിട്ട് കളഞ്ഞു കുളിക്കുന്നവരാണ് നല്ലൊരു പങ്ക്. നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഞാൻ ദുബായിലൊരു ബിസിനസ്സുകാരനാണ്. ഹല്ലേലൂയ. ഈ ലോകപ്രകാരമാണ് ഞാൻ ചിന്തിക്കുന്നതെങ്കിൽ ഇതാ ദുബായ് മാത്രമല്ല, പല ഭാഗങ്ങളിലും ഓടി നടന്ന് ബിസിനസ് ചെയ്തിരുന്നൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോ എനിക്ക് അതാണ് ശ്രേഷ്ഠമെന്ന് ഞാൻ എണ്ണിയിരുന്നെങ്കിൽ ഞാൻ ആ പണിയൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചു, ഉപേക്ഷിച്ചിട്ടില്ല, ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഇതാ അതെല്ലാം ഫോണിലൂടെയും വാട്സപ്പിലൂടെയും ഒക്കെ ഒന്ന് കൈകാര്യം ചെയ്തുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഈ വർക്കിലേക്ക് ഇറങ്ങി തിരിച്ചപ്പോ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ ഷാജി ജോസഫ് ഒരു മണ്ടനായതുകൊണ്ടും ഞങ്ങളൊക്കെ ഇവിടെ വന്നിരിക്കുന്നത് ഇത് കേട്ടിട്ട് എന്തെങ്കിലും തുട്ടുകൾ ഉണ്ടാക്കാനുള്ള കാര്യം ഈ പുള്ളിക്കാരൻ പറഞ്ഞു തരും എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വ്യക്തി വന്നിരിക്കുന്നത് തുട്ടുകൾ കളഞ്ഞിട്ടാണ്, തുട്ടുകൾ ഉണ്ടാക്കേണ്ട ടൈം കളഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. ഈ വ്യക്തി ഒരു മണ്ടനാണല്ലോ എന്ന് ചിന്തിച്ചിരിക്കരുത്. കാരണം ഇത് വ്യക്തതയോടെ ജീവിതം എന്താണെന്നും എങ്ങനെയാണെന്നും ഒരു പരിധി വരെ എന്റെ കർത്താവ് എനിക്ക് കാണിച്ചു തന്നതുകൊണ്ട് ഈ ലോകത്ത് ഞാനും നിങ്ങളും വ്യർത്ഥമായി ജീവനെ നേടുവാൻ ഓടുമ്പോ കർത്താവ് അകത്തൊരു ചിന്ത തന്നു. ഇത് എത്രയൊക്കെ നേടിയാലും എന്തൊക്കെ നേടിയാലും ഈ ലോകത്ത് എത്രയൊക്കെ സ്ഥാപനങ്ങൾ ഉയർത്തി ഓരോ പട്ടണങ്ങളിലും 1ഉം 2ഉം സൂപ്പർ മാർക്കറ്റും അതും ഇതും അടുത്ത പട്ടണങ്ങളും വർദ്ധിപ്പിച്ചത് കൊണ്ട് ഒരു കാര്യവും ഇല്ല. ചുറ്റുമുള്ള മരിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ പ്രോത്സാഹിപ്പിക്കും, ജീവിത പങ്കാളി പ്രോത്സാഹിപ്പിക്കും, മക്കൾ പ്രോത്സാഹിപ്പിക്കും, ഇതാ കൂടെയുള്ള പലരും പ്രോത്സാഹിപ്പിക്കും. കാരണം ഇതുകൊണ്ട് പ്രയോജനം അനുഭവിക്കുന്നവർ അവരാണ്, താൽക്കാലിക പ്രയോജനം അനുഭവിക്കുന്നവർ അവരാണ്. അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കുക. പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഇടയ്ക്ക് പലരും ബൾബ് ഫ്യൂസായി പോകുന്നത് പോലെ പോവുകയും ചെയ്യും. അപ്പോ നമ്മുടെ ജീവിതവും അതേപോലെ പോകും. അപ്പൊ അങ്ങനെയുള്ള ഒരു മണ്ടത്തരത്തിൽ കിടന്ന് അധ്വാനിച്ച് അവസാനിക്കാതെ ഇതാ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെ ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവിലൂടെ വെച്ചിരിക്കുന്ന മാർഗമാണ് യഥാർത്ഥ ജീവന്റെ മാർഗമെന്നും അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനാണ് ഏറ്റവും കൂടുതൽ ഡ്യൂപ്ലിക്കേറ്റ് ഉള്ളതെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് ഒറിജിനൽ സപ്ലൈ ചെയ്യുന്നവരായി നിങ്ങൾ മാറിയാൽ നിങ്ങളുടെ ജീവിതം മനോഹരമാകും. അതോടൊപ്പം തന്നെ അനേകരുടെ ജീവിതവും മനോഹരമാക്കി തീർക്കുവാൻ പ്രിയ മക്കളെ നിങ്ങൾക്ക് കഴിയുമെന്നുള്ള കാര്യം ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതാ അനേകരെ ഇതാ ഈ ജീവനാൽ നിറയ്ക്കുവാനുള്ള ചാനലുകളായി, അതിന്റെ ഡീലേഴ്സായി, അതിന്റെ റീറ്റെയിലേഴ്സായി ഒക്കെ നിങ്ങളെ സ്വർഗത്തിൽ ദൈവം ആക്കി വെച്ചിരിക്കുകയാണ്. പക്ഷേ ആ തൊഴിൽ നമ്മൾ ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് വിഷയം. ഹല്ലേലൂയ. ഇതാ നിങ്ങളൊരു ഡോക്ടറാണെങ്കിൽ അനേകർക്ക് മെഡിസിൻ കൊടുക്കും. ഒരു ആയുർവേദ ചികിത്സ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ പലർക്കും ആയുർവേദ ചികിത്സ ചെയ്യാൻ പോകും, പലർക്കും തിരുമാങ്കി പോകും, പല പല കാര്യങ്ങൾക്ക് വേണ്ടി പോകും അല്ലേ. എന്നാൽ ഇതാ മെയിൻ മനസ്സിലാക്കുക, നമ്മൾ ജീവൻ സപ്ലൈ ചെയ്യുന്നവരാണ്. അപ്പൊ നമ്മുടെ കയ്യിൽ എന്നാ ഉണ്ടാകണം? സപ്ലൈ ചെയ്യാൻ ജീവൻ ഉണ്ടാകണം. ഇന്ന് നല്ലൊരു പങ്കിന് സപ്ലൈ ചെയ്യാൻ ജീവനില്ല. കാരണം വീണ്ടും ജനിച്ചത് കൊണ്ട് മാത്രം ജീവൻ കൊടുക്കാൻ പറ്റത്തില്ല. വീണ്ടും ജനിച്ചവന്റെ അകത്ത് ജീവനുണ്ട്, പക്ഷെ കൊടുക്കാനുള്ള ജീവനില്ല.
കൊടുക്കാൻ ജീവൻ വേണമെങ്കിൽ ആ വ്യക്തി ആത്മാവിൽ വളരണം, ആ വീണ്ടും ജനനത്തിൽ വളരണം. ഒരു കൊച്ചു കുഞ്ഞ് ജനിച്ചു എന്നതുകൊണ്ട് കൊടുക്കാൻ പറ്റത്തില്ല. അതിൻ്റെ ഉള്ളിൽ ജീവനുണ്ട്. പക്ഷേ ആ ജീവൻ കൊടുക്കാൻ തക്കവണ്ണം ഡെവലപ്പ് ആകണമെങ്കിൽ ഒരു പ്രത്യേക പീരീഡ് കഴിയണം. അതായത് അതിന്റെ ഈ ലോകപ്രകാരം ആ പീരീഡിനെ കുറിച്ച് പറയാണ് ജുവനൈൽ പീരീഡ് എന്നാണ് പറയുന്നത്. എന്റെ കുഞ്ഞുങ്ങളെ, ജുവനൈൽ പീരീഡ് കഴിഞ്ഞോ ഇതുവരെ? മനസ്സിലായില്ല എങ്കിൽ മനസ്സിലാക്കി തരാം. ഇതാ, നിങ്ങൾ ഒരു മാങ്ങാണ്ടി നട്ടു. ആ മാങ്ങാണ്ടി നട്ടിട്ട് അതില് ചെടിയായി വന്നു. അടുത്ത വർഷം അതിന് പൂ ഉണ്ടാവില്ല. പക്ഷെ പൂ ഉണ്ടാകാനുള്ള ഫെസിലിറ്റി അതിൻ്റെ ഉള്ളിലുണ്ട്. അതിന്റെ അടുത്ത വർഷവും പൂ ഉണ്ടാകില്ല. അതിന്റെ ഫെസിലിറ്റി അതിൻ്റെ ഉള്ളിൽ വളരുകയാണ്. പൂ ഉണ്ടാകാനുള്ള ഫെസിലിറ്റി വളരുകയാണ്. ഇനി അതിന്റെ അടുത്ത വർഷവും അതിന് പൂ ഉണ്ടാകില്ല. പക്ഷെ പൂ ഉണ്ടാകാനുള്ള ഫെസിലിറ്റി വീണ്ടും വളർന്നു. അങ്ങനെ അത് വളർന്ന് ഒരു 7-8 വർഷം കഴിയുമ്പോഴാണ് അതിൽ ആദ്യത്തെ പൂവ് കാണുന്നത്. ആ 7-8 വർഷം എന്ന് പറയുന്നത് അതിന്റെ ജുവനൈൽ പീരീഡ് ആണ്. ശ്രദ്ധിച്ചോളണം, നിങ്ങൾക്ക് നല്ല രീതിയിൽ ജീവന്റെ വ്യാപാരം ചെയ്യണമെങ്കിൽ ജുവനൈൽ പീരീഡ് ക്രോസ് ചെയ്യണം, വളരണം. ഹല്ലേലൂയ. ജുവനൈൽ പീരീഡ് ക്രോസ് ചെയ്യുവാനായിട്ട് ഇടയാണ്. അപ്പൊ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇത് വ്യാപാരം ചെയ്യുവാനായിട്ട് കഴിയും. എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു കൊച്ചുകുട്ടി ജനിച്ചു. ആ കൊച്ചുകുട്ടി ഒരു ആൺകുട്ടിയാണ്. ആൺകുട്ടിയിൽ ഇതാ ജീവൻ കൊടുക്കുവാനുള്ള സ്പേമുണ്ട്. ഒരു പെൺകുട്ടിയിൽ ഇതാ ഒരു ജീവൻ കൊടുക്കുവാനുള്ള ശരീരത്തിന് വേണ്ടിയുള്ള അണ്ടമുണ്ട്. പക്ഷെ ഇതുകൊണ്ടൊന്നും ജീവൻ കൊടുക്കാൻ പറ്റത്തില്ല. ആ ആൺകുട്ടി വളരണം. ആൺകുട്ടി ഒരു 12, 13, 14 വയസ്സൊക്കെ ആകുമ്പോഴാണ് ആ കുട്ടിയുടെ ഉള്ളില് സ്പേം ഡെവലപ്പ് ആകുക. അതായത് കൊടുക്കാനുള്ള ജീവൻ ഡെവലപ്പ് ആവുകയുള്ളൂ. അതുവരെ കൊടുക്കാനുള്ള ജീവനില്ല. അകത്ത് ജീവനുണ്ട്, പക്ഷെ എന്തില്ല? കൊടുക്കാനുള്ള ജീവൻ അകത്തില്ല. അപ്പൊ ഇത് വ്യക്തതയോടെ എന്റെ പ്രിയ സഹോദരങ്ങളെ തിരിച്ചറിയണം. അതുകൊണ്ട് ഇതാ ഈ വ്യാപാരത്തിൽ, ജീവൻ കൊടുക്കുന്ന വ്യാപാരത്തിലേക്ക് നിങ്ങൾ കടന്നു വരാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഈ ജുവനൈൽ പീരീഡ് ക്രോസ് ചെയ്യണം. ആത്മാവിൽ നിങ്ങൾ വളരുവാനായിട്ട് ഇടയാകണം. ആത്മാവിൽ വളരുവാനായിട്ട് ഇടയായെങ്കിൽ മാത്രമേ എന്റെ പ്രിയ സഹോദരങ്ങളെ നിങ്ങൾക്ക് സപ്ലൈ ചെയ്യാൻ പറ്റൂ. അല്ല എങ്കിൽ നിങ്ങൾ വെറും വാക്കുകൊണ്ട് മാത്രം കാര്യങ്ങൾ അവസാനിപ്പിക്കുന്നവരാ, ജീവൻ പോവുകയില്ല. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമല്ലോ, വാക്കുകൊണ്ട് സ്കൂളിൽ ടീച്ചർ പഠിപ്പിക്കുന്നു, പല കാര്യങ്ങളും ബയോളജിയിൽ പഠിപ്പിക്കുന്നു. പക്ഷേ ആ വാക്കുകളിലൂടെ ജീവൻ പോകുന്നില്ല. ഹല്ലേലൂയ. ഇൻഫർമേഷൻ മാത്രമേ പോവുകയുള്ളൂ. രാഷ്ട്രീയക്കാർ പ്രസംഗിക്കുന്നു, ഇതാ അവര് നല്ലതും പ്രസംഗിക്കുന്നു, അല്ലാത്തതും ഒക്കെ പ്രസംഗിക്കുന്നു. പക്ഷേ അതിലെന്തേ പോകുന്നുള്ളൂ? അറിവുകൾ മാത്രമേ പോകുന്നുള്ളൂ. അതിലൊന്നും എന്ത് പോകുന്നില്ല? ജീവൻ പോകുന്നില്ല. എന്നാൽ ഇതാ ജീവന്റെ കച്ചവടക്കാരായ നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ വാക്കുകളിലൂടെ ജീവൻ പോകേണ്ടതായിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളുടെ വാക്കുകളിലൂടെ ജീവൻ മറ്റുള്ള ഭാഗങ്ങളിലേക്ക് എത്തേണ്ടതായിട്ടുണ്ട്. ഹല്ലേലൂയ. എങ്കിലേ നിങ്ങൾക്ക് ഈ തൃശ്ശൂർ പട്ടണത്തിൽ, ലോകത്തിന്റെ ഏതു ഭാഗത്തായിരിക്കുന്ന നിങ്ങൾക്ക് മറ്റുള്ളവരെ ജീവനാൽ ജനിപ്പിക്കുവാൻ കഴിയുള്ളൂ. നിങ്ങൾക്ക് ആത്മീയ പിതാക്കന്മാരാകാൻ കഴിയത്തുള്ളൂ. ഇതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്, നിങ്ങൾക്ക് ഗുരുക്കന്മാർ അനേകരുണ്ട്, പക്ഷേ പിതാക്കന്മാർ ഏറെ ഇല്ല. ഞാനാണ് നിങ്ങളെ സുവിശേഷത്താൽ ജനിപ്പിച്ചത്. മനസ്സിലാവുന്നുണ്ടോ? സുവിശേഷത്താൽ ജനിപ്പിക്കണമെങ്കിൽ നിങ്ങളുടെ വാക്കുകൾ സ്കൂളിലെ ബയോളജി ടീച്ചറിന്റെ വാക്കുകളായ പോരാ, തെരുവിലെ രാഷ്ട്രീയക്കാരന്റെ വാക്കുകളായ പോരാ. അതിലൊന്നും ജീവനില്ല. നിങ്ങളുടെ വാക്കുകൾ യേശുവിന്റെ വാക്കുകളായിരിക്കണം. യേശുവിന്റെ വാക്കുകളാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ജീവനുള്ളൂ. അല്ല എങ്കിൽ നിങ്ങൾ ഒരു പ്രസംഗം കേട്ടു വന്നതിന് തുല്യമാണ്. യേശുവിന്റെ വാക്കുകളുടെ പ്രത്യേകത എന്താ? യേശുവിന്റെ വാക്കുകളുടെ പ്രത്യേകത എന്താ എന്റെ സഹോദരങ്ങളെ? യേശുവിന്റെ വാക്കുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത്, യേശു പറയാണ്, എന്റെ വാക്കുകൾ ആത്മാവും ജീവനുമാകുന്നു. മനസ്സിലാവുന്നുണ്ടോ? യേശുക്രിസ്തുവിന്റെ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. അങ്ങനെ യേശുക്രിസ്തുവിന്റെ വാക്കുകൾ, ആ വാക്കുകളാണ് സ്പിരിച്വൽ സ്പേം. ഈ വാക്കുകളാണ്, യേശുക്രിസ്തുവിന്റെ വാക്കുകളാണ് സ്പിരിച്വൽ ബീജം. ആ ബീജം ഇതാ ജീവനില്ലാത്തതല്ല, അതിൻ്റെ ഉള്ളിൽ ജീവനുണ്ട്. ജീവൻ കൊടുക്കുന്നത് ആത്മാവാണ്. ഹല്ലേലൂയ. ജീവൻ കൊടുക്കുന്നത് ആത്മാവാണ്. ഇതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, എന്റെ വാക്കുകൾ നിങ്ങൾ പറയുന്ന വാക്കുകൾ പോലെയല്ല, പള്ളിയിൽ മണിയടിക്കുന്നത് പോലെ ടാങ് സ്വരം ഉണ്ടാക്കുന്നതല്ല. എന്റെ വാക്കുകൾ അതിനേക്കാൾ ഉപരി, ഇത് അറിവ് തരുന്നത് മാത്രമല്ല, ഇത് വിടുവിക്കുന്നത് മാത്രമല്ല, ഇത് നിന്റെ ഉള്ളിൽ ജീവൻ തരുന്നതാണ്.
ഹല്ലേലൂയ, ഹല്ലേലൂയ. വായിച്ചാട്ടെ 6:63. യോഹന്നാൻ 6:63. ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. അതുകൊണ്ട് ശ്രദ്ധിച്ച്, യേശുക്രിസ്തു പറയാണ് ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു. ഫ്ലാഷ് പ്രോഫിറ്റ് നത്തിങ്. ഹല്ലേലൂയ. ജീവിപ്പിക്കുന്ന ആത്മാവാണ്, മാംസത്തിന്റെ മണ്ഡലത്തിൽ ലാഭമൊന്നുമില്ല. അപ്പൊ ജീവിപ്പിക്കുന്നത് ആത്മാവാകണമെങ്കിൽ എന്റെ മക്കളെ, ഞാൻ നിങ്ങൾ സംസാരിക്കുമ്പോ നമ്മളിലൂടെ എന്ത് പുറപ്പെടണം? ജീവൻ പുറപ്പെടണം. ജീവൻ പുറപ്പെടണമെങ്കിൽ അത് നമ്മുടെ ഉള്ളിൽ നിന്ന് ആത്മാവ് പുറത്തേക്ക് വരണം. ദൈവാത്മാവ് പുറത്തേക്ക് വരണം. അല്ലാതെ വെറും അറിവ് പോയിട്ട് കാര്യമില്ല. നമ്മുടെ ഉള്ളിൽ നിന്ന് ദൈവത്തിന്റെ ആത്മാവ് പുറത്തേക്ക് കടന്നു വരുവാനായിട്ട് ഇടയാകണം. ഈ ആത്മാവ് കടന്നു ചെന്നിട്ടാണ് ജീവൻ കൊടുക്കുന്നത്. കാരണം ദൈവത്തിന്റെ വചനം പറയുന്നു ജീവിപ്പിക്കുന്നത് ആത്മാവാണ്. അപ്പോ വെറും അറിവ് മാത്രമാണ് നിങ്ങളുടെ വാക്കുകളിലൂടെ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് മക്കൾ ജനിക്കുകയില്ല. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം, ഈ അറിവിലൂടെ പലരെയും ഈ മീറ്റിങ്ങിന് കൂട്ടിക്കൊണ്ടുവരാം. ഹല്ലേലൂയ. ഈ അറിവിലൂടെ പലരെയും മീറ്റിങ്ങിന് കൂട്ടിക്കൊണ്ടുവരാം. പക്ഷെ നിങ്ങൾക്ക് മക്കൾ ജനിക്കണമെങ്കിൽ നിങ്ങളിൽ നിന്ന് ജീവൻ പുറത്തേക്ക് പോകാനായിട്ട് ഇടയാകണം. ജീവൻ പോകുന്നില്ല എങ്കിൽ മക്കൾ ജനിക്കുകയില്ല. പിടുത്തം കിട്ടിയോ? ഹല്ലേലൂയ. അപ്പോ ജീവൻ ജനിച്ചെങ്കിൽ മാത്രമേ ജീവൻ കൊടുക്കാൻ പറ്റൂ. ഹല്ലേലൂയ. ജീവൻ ജനിക്കുന്ന അവസ്ഥയിലേക്ക് ഒരു ജുവനൈൽ പീരീഡിൽ ഒരു ആത്മീയ വളർച്ച നമ്മുടെ ജീവിതത്തിൽ വേണം. ഇത് നടക്കണമെങ്കിൽ നമ്മൾ യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. അനുഗമിക്കുന്നവരിൽ ഇത് ഓട്ടോമാറ്റിക്, അവർ ആത്മീയമായി വളരാൻ തുടങ്ങും. ആ ജുവനൈൽ പീരീഡ് ക്രോസ് ചെയ്യുമ്പോൾ നിങ്ങളിലൂടെ യേശുക്രിസ്തു പറഞ്ഞതുപോലെ എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളത്തിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. മനസ്സിലാകുന്നുണ്ടോ? ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ഹല്ലേലൂയ. അങ്ങനെ നദികൾ ഒഴുകുന്നവരായാൽ നിങ്ങൾക്ക് മക്കളെ ജനിപ്പിക്കാൻ കഴിയും. മനസ്സിലായോ? അപ്പൊ ജീവന്റെ വ്യാപാരം ചെയ്യണമെങ്കിൽ ഇതാ ആ പള്ളിയിൽ പോയി ഈ പള്ളിയിൽ പോയി എന്നും പറഞ്ഞുകൊണ്ട് ജീവന്റെ വ്യാപാരം ചെയ്യാൻ പറ്റുകയില്ല. പകരം ഈ ജീവനിൽ നിങ്ങൾ വളരണം. ഈ ആത്മീയ ജീവനിൽ വളർന്നെങ്കിൽ മാത്രമേ നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ കഴിവല്ല, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിലൂടെ റിലീസ് ചെയ്യപ്പെട്ട് മറ്റു വ്യക്തിക്ക് അത് വിശ്വാസമായി പരിണമിക്കുവാനായിട്ട് ഇടയാകുമ്പോൾ ഇതാ ഒരു പുരുഷന്റെ ബീജവും സ്ത്രീയുടെ അണ്ടവും തമ്മിൽ കൂടിച്ചേർന്ന് ഗർഭപാത്രത്തിൽ ഒരു സൈഗോട്ടായി ഒരു ഭ്രൂണമായി വളർന്ന് ഇതാ അത് ഏകദേശം 9 ആഴ്ചകൾ കഴിയുമ്പോൾ ഒരു കുഞ്ഞായി മാറുന്നത് പോലെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്കും ആത്മീകമായി മക്കളെ ജനിപ്പിപ്പാൻ സ്വർഗത്തിലെ ദൈവം എന്നുള്ള കാര്യം പ്രത്യേകം ഓർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് അടങ്ങിയിരിക്കരുത്. ജീവന്റെ വ്യാപാരികളാകുക. നല്ല അവസരമുള്ള, നല്ല ഓപ്പർച്യൂണിറ്റി ഉള്ള മണ്ഡലമാണ്. Glory. Father, we thank you, give you glory. Hallelujah. Thank you, Jesus. Glory to God. Hallelujah. Hallelujah. Thank you, Heavenly Father. Thank you, Lord Jesus. Thank you, Holy Spirit. അങ്ങയുടെ സാന്നിധ്യത്തിനായി നന്ദി. അങ്ങയുടെ സാന്നിധ്യത്തിനായി നന്ദി. അങ്ങയുടെ സാന്നിധ്യത്തിനായി നന്ദി. Oh Lord, I love you. തോന്നാണോ? Jesus, we thank you. Love you, Dad. Love you. Hallelujah. Thank you, Father. Thank you, Lord. Jesus. ഇത് ഓഫായി പോയിട്ടോ. Lord, I love you. ഇത് ഓഫാ. പോണ
Lord, I love you. Thank you, Appa. Hallelujah. ഇപ്പോൾ വാത്സല്യ മക്കളെ പറഞ്ഞത് ബി പ്രാക്ടിക്കൽ. കുറെ ഒച്ച ഉണ്ടാക്കിയത് കൊണ്ടോ ബഹളം ഉണ്ടാക്കിയത് കൊണ്ടൊന്നും അല്ല ഒരു ശുശ്രൂഷയാകുന്നത്. നിങ്ങൾ പ്രാക്ടിക്കലി നിങ്ങൾ മക്കളെ ജനിപ്പിക്കുന്നവരായി തീരണം. ഹല്ലേലൂയ. അങ്ങനെ മക്കളെ ജനിപ്പിക്കുന്നതിലൂടെയാണ് ഈ ലോകത്തിന്റെ പ്രശ്നമായ മരണത്തിന് പരിഹാരമായി തീരുന്നത്. ഹല്ലേലൂയ. അപ്പൊ മക്കളെ ജനിപ്പിക്കുമ്പോൾ ഒരു ബിസിനസ്സുകാരൻ ഇപ്പോ ഒരു ഫുഡ് സപ്ലൈ ചെയ്യുന്ന സൊമാറ്റോക്കാരൻ ആ ഫുഡ് ഏതെങ്കിലും ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കുന്നു. വാങ്ങിച്ചിട്ട് ആ വ്യക്തി അത് എങ്ങനെ കൊണ്ട് കൊടുക്കുന്നേ? തൻ്റെ ഉള്ളിലേക്ക് വാവുകൊണ്ട് തിന്നിട്ട് അകത്തുനിന്ന് എടുത്ത് കൊടുക്കുവാണോ? പിന്നെ എങ്ങനെ കൊടുക്കുന്നേ? അത് തൻ്റെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്നതേ ഇല്ല. തൻ്റെ കൂടെ ഒരു ബോക്സ് ഉണ്ടാകും. ആ ബോക്സിൽ വെച്ചിട്ട് അതിവേഗം കൊണ്ട് കൊടുക്കുക. വൈകി കഴിഞ്ഞാൽ ചിത്തയായി പോകും അല്ലേ? പക്ഷെ നിങ്ങളാകുന്ന സപ്ലയേഴ്സ് അങ്ങനെയല്ല. നിങ്ങളാകുന്ന സപ്ലയേഴ്സ് നിങ്ങൾ ജീവനെ വാങ്ങിക്കുന്നു, എന്നിട്ട് നിങ്ങളുടെ ഉള്ളിൽ നടുന്നു, നിങ്ങളുടെ ഉള്ളിൽ വളർത്തുന്നു. നിങ്ങളുടെ ഉള്ളിൽ വളരുന്നതിനെയാണ് തുടർന്ന് നിങ്ങൾ ആ ഒരു ജോനൽ പീരീഡ് വളർത്തിയെടുത്തതിന് ശേഷമാണ് നിങ്ങൾ അതിനെ കൊടുക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പോൾ അത് സമയമെടുക്കും. നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടെ അതിനെ വളർത്തിയെടുക്കണം. അത് നിങ്ങളുടെ ഉള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടിട്ടാണ് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്. നിങ്ങളുടെ ഉള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടാലേ മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ കഴിയുള്ളൂ. അതുകൊണ്ട് എല്ലാവരെയും എൻകറേജ് ചെയ്യാണ്. നിങ്ങൾ സാധാരണ ചിന്തിക്കുന്നത് പോലെ അല്ല ഇത്. അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടിട്ട് വേണം കൊടുക്കാൻ. ഇതാണ് യേശുക്രിസ്തു പറഞ്ഞത്, ഇതാ എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളത്തിൽ നിന്ന്. വായിച്ചാട്ടെ, യോഹന്നാൻ സുവിശേഷം 7:38. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിക്കുന്നു, മനസ്സിലാക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ഇവിടെ പറയാണ്, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളത്തിൽ നിന്ന്. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളത്തിൽ നിന്ന്. എവിടെന്നാ വരുന്നേ? ഉള്ളത്തിൽ നിന്ന്. തിരുവെഴുത്ത് പറയുന്നത് പോലെ എന്ത് നദി? ജീവന്റെ നദി ഒഴുകും. ജീവന്റെ നദി ഒഴുകും. അപ്പൊ എൻ്റെ പ്രിയ മക്കളെ, ജീവന്റെ നദി ഒഴുകാൻ തുടങ്ങട്ടെ. തുടർന്ന് നിങ്ങളുടെ അധ്വാനം വളരെ ചെറുതും ജീവന്റെ നദിയുടെ അധ്വാനം വലുതുമായി തീരും. ഹല്ലേലൂയ. നിങ്ങൾ ആ മേഖലയിൽ ചെല്ലുന്നതേ ഉള്ളൂ, പക്ഷെ നിങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ജീവന്റെ നദിയാണ് പണിയെടുക്കുന്നത്. ഹല്ലേലൂയ. ജീവന്റെ നദിയാണ് പണിയെടുക്കുന്നത്. ആ ജീവന്റെ നദി ചെന്നിട്ട് ഈ മനുഷ്യരിൽ സ്പർശിക്കുകയും ഈ മനുഷ്യന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം കൊടുത്തുകൊണ്ട് ഈ മനുഷ്യനെ ക്രിസ്തുവിൽ വീണ്ടും ജനിപ്പിക്കാൻ ഇടയാക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇത് വ്യക്തമായി മനസ്സിലാക്കി നിങ്ങൾ ചെയ്യേണ്ടത് കാര്യം, നിങ്ങൾ ആത്മാവിൽ ആദ്യം വളരുക എന്നുള്ളതാണ്. അതിൽ വളരണമെങ്കിൽ യേശുവെ അനുഗമിക്കണം. സ്തുതിച്ചാൽ മാത്രം നടക്കില്ല, അനുഗമിക്കണം. ഹല്ലേലൂയ. അനുഗമിച്ച് നാം ആത്മീയമായി വളരുന്നുവെങ്കിൽ നമ്മുടെ ഉള്ളിൽ ജീവൻ ഡെവലപ്പ് ചെയ്യും. അത് പുറത്തേക്ക് പോകാൻ റെഡിയാകും. ഹല്ലേലൂയ. പലപ്പോഴും ഈ ഭാര്യ ഭർത്താക്കന്മാർക്ക് അവർക്ക് കുഞ്ഞുങ്ങളില്ലാതിരിക്കുമ്പോൾ അവരെ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ പല പരിശോധനയും കഴിഞ്ഞിട്ട് പറയും, കൗണ്ട് കുറവാണല്ലോ എന്നല്ലേ. കൗണ്ട് കുറവാ. ഇങ്ങനെ കൗണ്ട് കുറവുള്ളവരാകരുത് നമ്മൾ. പലരും കൗണ്ട് കുറവുള്ളവരാ. അവർക്ക് എന്തെങ്കിലുമൊക്കെ ആത്മാവിൽ വേണമെങ്കിൽ ഓർഗം വേണം, മതളം വേണം, എങ്കിലേ ആത്മാവ് വരത്തുള്ളൂ. ശരിക്കും കൗണ്ട് കുറവാ. അങ്ങനെയൊന്നും വേണ്ട, ഒരു ഓർഗണും വേണ്ട, ഒരു മതളവും വേണ്ട. പക്ഷെ ഓർഗണൊക്കെ വായിക്കണം നല്ലതാ, മതളമൊക്കെ നല്ലതാ. പക്ഷെ അതൊന്നും വേണ്ട. നമ്മൾ ക്രിസ്തുവിൽ വളർന്ന നല്ല കൗണ്ടുള്ളവരായിരിക്കും. ഇതിൽ വിശ്വസിക്കുന്നതിന് ഉള്ളത്തിൽ നിന്ന് വല്ലപ്പോഴും 1-2 ആത്മാവ് വരുമെന്നല്ല പറഞ്ഞേ, ആത്മാവിന്റെ നദികൾ ഒഴുകുമെന്ന് പറഞ്ഞേ. മനസ്സിലാവുന്നുണ്ടോ? നല്ല കൗണ്ട് ഉണ്ടാകും. ഹല്ലേലൂയ. അങ്ങനെ നല്ല കൗണ്ട് ഉണ്ടെങ്കിൽ ലോകത്ത് നിങ്ങൾ ചിന്തിക്കുന്നിടത്ത് മാത്രമല്ല, ലോകത്ത് പലയിടത്ത് നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ ജനിക്കും. ഹല്ലേലൂയ.
ചർച്ചിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ജനിക്കും. ഈ ചർച്ചിൻ്റെ ഉള്ളിലുള്ളവരൊന്നും നല്ലൊരു പങ്കും ഇങ്ങനെ ജനിച്ചവരൊന്നുമല്ല. അവർ നല്ലൊരു പങ്കും ഈ ക്ലബിൽ കൂടിയവരെ പോലെ കൂടിയേക്കണവരാ. മനസ്സിലാവുന്നുണ്ടോ? ലയൺസ് ക്ലബിലും റിക്രിയേഷൻ ക്ലബിലും ഇതാ ആ ഗ്രൂപ്പ്, ഈ ഗ്രൂപ്പ്, ഞാൻ മറ്റേ ഗ്രൂപ്പ്, നീ ഈ ഗ്രൂപ്പ്, ഞാൻ ആ കത്തോലിക്ക ഗ്രൂപ്പ്, ഞാൻ IPC ഗ്രൂപ്പ്, ഞാൻ ഷാരോൺ ഗ്രൂപ്പ്, ഞാൻ ബ്രദറൻ ഗ്രൂപ്പ്, ഇങ്ങനെ ഗ്രൂപ്പിൽ ചേർന്നേക്കണവരാ. നല്ലൊരു പങ്കും വീണ്ടും ജനിച്ചിട്ടില്ല. വീണ്ടും ജനിച്ചെങ്കിൽ അകത്ത് ജീവനുണ്ടാകും. അപ്പം നിങ്ങൾ സംസാരിക്കുമ്പോൾ ഈ വാക്കുകൾ ഈ ലോകത്തിൽ പലയിടത്തും കേൾക്കും. നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ജനിക്കാൻ തുടങ്ങും അവിടെ ഇവിടെയൊക്കെ. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. നിങ്ങൾ പോലും അറിയുന്നില്ല കുഞ്ഞുങ്ങളെ ജനിക്കും. ഹല്ലേലൂയ. ഈ ജനിച്ചവർ പോലും ഒരുപക്ഷെ അറിയത്തില്ല. ഹല്ലേലൂയ. അവരുടെ ഉള്ളിൽ ഈ വാക്കുകൾ വിശ്വാസമായി കടന്നു വന്നിട്ട് അവർ ഇതിൽ ജനിക്കാനായിട്ട് ഇടയാകും. ഹല്ലേലൂയ. പല വ്യക്തികളും ജീവിതയാത്രയിൽ എന്നോട് പറയാനായിട്ട് ഇടയായിട്ടുണ്ട്, നിങ്ങളുടെ സന്ദേശം കേട്ടിട്ടാണ് ഞാൻ വീണ്ടും ജനിച്ചത്. പക്ഷെ ആ സമയത്ത് ഞാൻ അവരെ കണ്ടിട്ടില്ല. പല 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 സ്ഥലങ്ങളിലൂടെയും പല മാധ്യമങ്ങളിലൂടെ ഓൺലൈനിലൂടെയൊക്കെ ഇത് സംഭവിക്കും. അപ്പോൾ എൻ്റെ പ്രിയ സഹോദരനെ, നല്ല ഓപ്പർച്യൂണിറ്റിയുള്ള ഈ ബിസിനസ് നിങ്ങൾ വെറും മതമാക്കി അവസാനിക്കരുത്. ഹല്ലേലൂയ. ഒരു മതമാക്കി ഇത് അവസാനിപ്പിക്കരുത്. ഇതിൽ നിങ്ങൾ പ്രവർത്തിക്കാനായിട്ട് ഇടയാകണം. നിങ്ങൾ ഇവിടെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഈ ഹോൾ ഇങ്ങനെയായിരിക്കും ഇരിക്കാൻ പോണേ. നിങ്ങൾ ഓരോരുത്തരും പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ ധാരാളം കുഞ്ഞുങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഉണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ പ്രവർത്തിക്കുക. നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും തോറും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ വളർത്തിക്കൊണ്ടേയിരിക്കുക. കാരണം എന്തുകൊണ്ടാണ് നല്ലൊരു പങ്കും ഇത് പ്രവർത്തിക്കാത്തത്? കാരണം ഇതിനെ ഗൗരവമായി എടുത്തിട്ടില്ല. ഇതൊരു പ്രയർ മീറ്റിംഗ് അല്ല. നിങ്ങളെ ഒരുക്കിയെടുക്കുകയാണ് സ്വർഗത്തിലെ ദൈവവും ഞങ്ങളിലൂടെ ചെയ്യുന്നത്. നിങ്ങൾ ഒരുക്കിയെടുക്കുകയാ. ഈ ദേശത്ത് അനേകം മക്കൾ ദൈവത്തിനുണ്ടാകണം. ഹല്ലേലൂയ. അതിൽ നിങ്ങൾ മുഖാന്തരമായി തീരണം. ഹല്ലേലൂയ. അപ്പോൾ ഈ കാര്യം പറഞ്ഞു തരികയാണ്. ഈ മെത്തേഡ് ഇതാണ്. ഈ ജീവിതം നിലനിർത്താൻ വേണ്ടി ആളുകൾ അധ്വാനിക്കുന്നു. പക്ഷെ അവർക്ക് അതിന് കഴിയുന്നില്ല. ബിസിനസ് ചെയ്യുന്നു, ജോലിക്ക് പോകുന്നു, എക്സസൈസ് എടുക്കുന്നു, പക്ഷെ ഒരെണ്ണത്തിൻ്റെയും പ്രവർത്തന സക്സസിലേക്ക് പോകുന്നില്ല. എല്ലാവരും ഇവിടെ കൊണ്ട് അവസാനിക്കുക. അപ്പൊ ഇവിടെ സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് അതിനൊരു അവസരം നൽകിയിരിക്കുക. ഹല്ലേലൂയ. അവസരം നൽകിയിരിക്കുക. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള മീറ്റിങ്ങുകൾ കൂടുന്നത് കൂടുതൽ എംപവർ ചെയ്യപ്പെടാനാ, കൂടുതൽ സ്വാതന്ത്ര്യം പ്രാപിക്കാനാ. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. എന്നിട്ട് ഇത് കേട്ടിട്ട് പോയി അടുത്ത മാസം ഈ മീറ്റിംഗ് എന്നാണെന്ന് ചോദിച്ചുകൊണ്ട് പോയി ഈ മീറ്റിങ്ങിന് അടുത്ത മാസം വന്നു. നല്ല കാര്യം, വരിക. പക്ഷെ അതുകൊണ്ട് പ്രയോജനം ഇല്ലെങ്കിലോ? പ്രയോജനം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. അനേകരോട് നിങ്ങൾ സംസാരിക്കാനും നിങ്ങൾ ആത്മീയമായിട്ട് വളർന്നവരെ വീണ്ടും ജനിപ്പിക്കാനും ഒക്കെ അത് ഇടയാകും. അവിടെയാണ് നമ്മുടെ ജീവിത ജയം. കുറച്ച് നേരമേ നമ്മളിവിടെ ഉള്ളൂ. അപ്പോൾ നാം ഇനി ഈ നേരത്തെ ജനത്തെ പഴയ ജീവിതത്തിലല്ല പുതിയ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. ബൈബിൾ അതിന് പേരിട്ടിരിക്കുകയാണ് ന്യൂനെസ് ഓഫ് ലൈഫ്. ജീവന്റെ പുതുക്കം, പുതിയ ജീവിതം. ഹല്ലേലൂയ. നമ്മൾ പലരുടെയും ചിന്ത എന്ന് പറയുന്നത് അങ്ങനെ പറഞ്ഞേക്കുന്നത് പാസ്റ്ററെ ചർച്ചിന് പേരിടാൻ വേണ്ടിയല്ലേ എന്ന പലരുടെയും ചിന്ത. ഹല്ലേലൂയ. ന്യൂ ചർച്ച്, ന്യൂ ലൈഫ് ചർച്ച്, ന്യൂ ഇന്ത്യ ചർച്ച് എന്നൊക്കെ പേരിടാൻ വേണ്ടിയല്ലേ പാസ്റ്ററെ? അല്ല. കാരണം നമ്മുടെ പുതിയ സ്പേമിൽ നാം ജീവിതം തുടങ്ങുമ്പോൾ അതിൻ്റെ പേരാണ് ന്യൂനെസ് ഓഫ് ലൈഫ്, പുതിയ ജീവിതം. ആ ജീവിതമാണ് സോയെ ലൈഫ്. ഇനി നമ്മൾ ജീവിക്കേണ്ടത് സോയെ ലൈഫിലാണ്. സോയെ ലൈഫ് എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ജീവൻ, മരണമില്ലാത്ത ജീവൻ. ആ ജീവൻ സപ്ലൈ ചെയ്യുന്ന സപ്ലൈയേഴ്സ് ആയിട്ടായിരിക്കണം നമ്മൾ ആയിരിക്കേണ്ടത്. ഇവിടെ മാരുതിയുടെ ഡീലേഴ്സ് ധാരാളം പേരുണ്ടല്ലേ, ഇൻഡസ്, പോപ്പുലർ ഇല്ലേ. പക്ഷെ നിങ്ങൾ നോക്കി, ഇവിടെ നല്ല ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു ബിസിനസ്സാണ് ഇത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും ഇവിടെ സോയയുടെ ഡീലേഴ്സ് ആയിട്ടുള്ളത്? ഉള്ളവരിൽ നല്ലൊരു പങ്ക് ഡൂപ്പാ. അവർ കൊടുക്കുന്ന ജീവനും കൊണ്ട് അവസാനം യേശുക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കുമ്പോൾ യേശുക്രിസ്തു പറയുന്നു ഗെറ്റ് ഔട്ട് എന്ന്. മനസ്സിലായോ? അപ്പൊ ഈ ഡൂപ്പ് എന്ന് പറയുന്ന സാധനമാണ് കൂരാക്കൂരിട്ട്. അപ്പൊ ഇതിന്റെ നടുവിൽ നിങ്ങൾക്ക് ഒറിജിനൽ സപ്ലൈ ചെയ്യാം.
കുറെ ഡൂപ്പ് ഇങ്ങനെ ഇറങ്ങി കിടക്കുന്നത് കൊണ്ട് ആളുകൾ എതിർക്കും നിങ്ങളെ. നോ പ്രോബ്ലം, നോ പ്രോബ്ലം. ഇതാ 10 പേരോട് നിങ്ങൾ സംസാരിക്കുമ്പോൾ 9 പേര് നിങ്ങളെ എതിർത്തു. കുഴപ്പമില്ല, ഒരാളെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്നേ. ഹല്ലേലൂയ, ഒരാളെ കിട്ടും. അങ്ങനെ നിങ്ങൾ ചിന്തിച്ച ഒരാഴ്ചയിൽ നിങ്ങൾക്ക് ഒരാളെ കിട്ടി നീ എന്ത് ചെയ്യുക? 1 മാസം നിങ്ങൾക്കൊരു 4 പേരെ കിട്ടത്തില്ലേ? ഇല്ലേ? 2 മാസം കൂടുമ്പോൾ ഒരു 8 അല്ലെങ്കിൽ 9 പേരെ കിട്ടത്തില്ലേ? ഹല്ലേലൂയ. ഇവരെ കിട്ടാത്ത എന്താ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. കഴിഞ്ഞ മാസം ആരോടെങ്കിലും പറഞ്ഞോ? അതിന്റെ മുമ്പത്തെ മാസം ആരോടെങ്കിലും പറഞ്ഞോ? അതിന്റെ മുമ്പത്തെ മാസം? അപ്പൊ കച്ചവടം ചെയ്യാത്ത കച്ചവടക്കാരനെ പോലെ ദരിദ്രനായിട്ടിരിക്കുക അല്ലേ? അങ്ങനെയല്ല, നമ്മൾ നന്നായി കച്ചവടം ചെയ്യണം. കച്ചവടം ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് ധാരാളം എതിർപ്പുണ്ടാകും. ഹല്ലേലൂയ, എതിർപ്പുണ്ടാകും. കാരണം ജീവന്റെ കച്ചവടക്കാരെ പിശാചും അവന്റെ അണികളും എതിർക്കും. ആ എതിർപ്പ് കാണുമ്പോഴേ അറിയാം ആരൊക്കെയാണ് പിശാചിന്റെ ആളുകളെന്ന്. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഈ നല്ല അവസരമുള്ള, തൊഴിലവസരമുള്ള ഒരു മേഖലയാണിത്. ഹല്ലേലൂയ. ഫാദേഴ്സ് ബിസിനസ്സിന് നല്ല അവസരമുള്ളൊരു മേഖല, ജീവന്റെ കച്ചവടക്കാർ. യേശു പറയാണ്, ഞാൻ വന്നത് എന്തിനാണ്? ഞാൻ ഗംഗാബോണ്ടം തൈവിക്കാൻ വേണ്ടി വന്ന ആളല്ല. ഇല്ലേ? ഞാൻ അതിന് ഭയങ്കര പ്രചാരമുണ്ട്. ഞാൻ ഇങ്ങനെ പലതിനും വേണ്ടി വന്ന ആളല്ല. ഞാൻ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ എങ്ങും കിട്ടാത്ത സ്വയ ലൈഫ് തരാൻ, ജീവൻ തരാൻ പിതാവിനാൽ അയക്കപ്പെട്ട സ്വർഗത്തിന്റെ ഭൂമിയിലെ കച്ചവടക്കാരനാണ് ഞാൻ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ സ്വർഗത്തിന്റെ ഭൂമിയിലെ കച്ചവടക്കാർ ഒരു ടൈറ്റിലാണല്ലേ. അപ്പോ സ്വർഗത്തിന്റെ ഭൂമിയിലെ കച്ചവടക്കാരനായി ഞാൻ വന്നത് ഈ ഭൂമിയിലെ കാറ് തരാനോ വീട് തരാനോ ഏതെങ്കിലും നഴ്സറിയിലെ തൈകൾ തരാനോ ഒന്നുമല്ല ഞാൻ വന്നത്. ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവൻ തരാനും, ദൈവത്തിന്റെ ജീവൻ സ്വയ ലൈഫ് തരാന്, ആ സ്വയ ലൈഫ് തന്നിട്ട് അത് സമൃദ്ധമായി നിങ്ങൾക്ക് തരുവാനുമാണ് എന്നെ പിതാവ് അയച്ചിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? എന്നിട്ട് പറയാണ്, എന്നെ എൻ്റെ പിതാവ് വായിച്ചതുപോലെ ഞാനും നിങ്ങളെയും അയക്കുന്നു, ഭൂമിയിലെ സ്വർഗത്തിന്റെ കച്ചവടക്കാർ. ഹല്ലേലൂയ. അപ്പൊ ധാരാളം ഡൂപ്പ് കച്ചവടക്കാർ ഇവിടെയുണ്ട്. ഡൂപ്പുകാരെ എതിർക്കാൻ വരും. നിങ്ങളിങ്ങനെ ഒറിജിനൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ കച്ചവടം പൂട്ടും. ഒറിജിനൽ കൊടുക്കും. അപ്പൊ അവരിത് എതിർക്കാൻ വരും. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു കച്ചവടക്കാരൻ വരുമ്പോൾ വേറൊരു കച്ചവടക്കാരന് ഇഷ്ടമല്ല. ഞങ്ങളായിരിക്കുന്ന സ്ഥലത്ത്, എറണാകുളത്ത്, ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തൊട്ടടുത്ത് ഒരു വലിയൊരു മത്സ്യം വിൽക്കാനായിട്ട് ഒരു വലിയ ബോർഡൊക്കെ വന്നു. എന്നിട്ട് അവിടെ എഴുതി വെച്ചു, വൈപ്പിൻ പച്ച മത്സ്യം അടുത്ത ആഴ്ച മുതൽ ഇവിടെ ലഭ്യമാണ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ച് വളരെ വിശാലമായിട്ട് അത് തുടങ്ങി. വിശാലമായിട്ട് തുടങ്ങി 2-3 ദിവസമേ നിന്നുള്ളൂ. ഉടനെ അതിനെ പൂട്ടിച്ചു. ആരാ? അവിടുത്തെ പഴയ കച്ചവടക്കാർ. അവിടെ പഴയ കച്ചവടക്കാര് അവിടെ വൈകുന്നേരം ആകുമ്പോൾ മീൻ കൊണ്ടുവന്ന് വയ്ക്കും. അങ്ങനെയുള്ളവർ ഈ പുതിയ കച്ചവടക്കാരനെ എടുക്കടാ നിന്റെ കൊട്ടയം പട്ടിയും അങ്ങനെ ഭീഷണിപ്പെടുത്തി ആ കട അവിടെ നിന്ന് മാറ്റിച്ചു. മനസ്സിലായോ? ഹല്ലേലൂയ. ഇതേപോലെ നിങ്ങൾ ഇറങ്ങുമ്പോൾ ഇതേപോലെ പിശാചിന്റെ ആളുകളൊക്കെ വരും നിർത്തിക്കാനായിട്ട്. ഭീഷണിയും കൊണ്ടുവരും. ഇത് ഡൂപ്പാണെന്ന് പറഞ്ഞു വരും. അപ്പോ ഇവിടെയൊക്കെ നിങ്ങൾ പതറേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ കച്ചവടം അവരവിടെ ഉപദ്രവിക്കുന്നുവെങ്കിൽ നിങ്ങൾ അടുത്ത മേഖലയിലേക്ക് നിങ്ങളുടെ കച്ചവടം മാറ്റി. ഇതാ കർത്താവ് പറഞ്ഞേ, ഒരു പട്ടണത്തിൽ നിങ്ങൾ ഉപദ്രവിക്കുമ്പോൾ അടുത്തതിലേക്ക് ഓടിപ്പോകണം. ഒരു മേഖലയിൽ നിങ്ങൾ ഉപദ്രവിക്കുമ്പോൾ അടുത്തതിലേക്ക് പോകണം. അപ്പോൾ ഇതും കൊണ്ട് പോയി എന്തുണ്ടാകും? ഉപദ്രവം ഉണ്ടാകും. ഹല്ലേലൂയ. ഉപദ്രവം ഉണ്ടാകും. അപ്പം മിണ്ടാതിരിക്കരുത്. വളരെ ശ്രദ്ധയോടുകൂടെ ഈ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ഇടയാണ്. അപ്പം ഇതൊരു ന്യൂനെസ് ഓഫ് ലൈഫ്, പുതിയ ജീവൻ നിങ്ങൾ സപ്ലൈ ചെയ്യുക. സപ്ലൈയേഴ്സാ. കാരണം ഈ മാർക്കറ്റ് മുഴുവൻ ആര് പിടിച്ചിട്ടിരിക്കുക? പിശാചും അവന്റെ കൂട്ടരും ചേർന്ന് പിടിച്ചിട്ടിരിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ജനത്തെ പലരെയും പല ജാതികളുടെ ഉള്ളിൽ കുടുക്കി, പലരെയും, അതാണ് ഇരുട്ട് എന്ന് പറയുന്നത്. ജനത്തെ പലരെയും ക്രിസ്തീയ മാർഗം എന്ന് പറഞ്ഞ് ക്രിസ്തീയ മാർഗം അല്ലാത്തതിൽ കുടുക്കി. അതിന്റെ പേരാണ് കൂരാക്കൂരിരുട്ട്. മനസ്സിലായോ? അപ്പോൾ ഇരുട്ടിലുള്ളവർക്കും കൂരാക്കൂരിരുട്ടിലുള്ളവർക്കും ഒരേപോലെ നിങ്ങൾ പ്രകാശമാകണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ തളരാതിരിക്കണമെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾക്കൊരു മൊമെൻ്റ് ഉണ്ടാകണ്ടേ, സ്പീഡ് ഉണ്ടാകണ്ടേ. അതുകൊണ്ട് ആദ്യം തന്നെ കൂരിരുട്ടിൽ ഇരിക്കുന്നവരുടെ അടുക്കലേക്ക് പോകരുത്.
മനസ്സിലായോ? കാരണം അവരെ നേടാൻ ഇച്ചിരി പ്രയാസ കൂരാക്കൂരിട്ടിൽ ഇരിക്കുന്നവർക്ക്. കാരണം അവരുടെ ചിന്തയിൽ അവർക്ക് ഓൾറെഡി വെളിച്ചമുണ്ട്. അവർ ചിന്തിക്കുന്നതാണ് വെളിച്ചം. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ ഇതും കൊണ്ട് ചെല്ലുമ്പോൾ അവർ നിങ്ങൾ കൊണ്ടുചെന്നതിനെ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയുകയും ചെയ്യും. അവരത് നിലനിൽക്കുകയും ചെയ്യും. അവരെക്കുറിച്ചാണ് മത്തായി 6 കർത്താവ് പറയുന്നത്, നിങ്ങൾ വെളിച്ചമെന്ന് ചിന്തിക്കുന്ന വെളിച്ചം യഥാർത്ഥത്തിൽ വെളിച്ചമല്ല, അത് കൂരാക്കൂരിട്ടാണ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ അത് വലിയ ഇരുട്ടാണ്. അവസാനമാണ് അവരറിയുന്നത്. കർത്താവ് പറയും ഗെറ്റ് ഔട്ട് എന്ന് പറയുമ്പോഴാണ് അവരറിയുന്നത്, ഇത് ഞങ്ങൾ ചിന്തിച്ച വിശ്വാസം മുഴുവൻ എന്തായിരുന്നു? ചതിയായിരുന്നു എന്നവരറിയുന്നത്. വായിച്ചേ 6-ാം അധ്യായം 23-ാം വാക്യം. കുറച്ചിരി ഉറക്കം പറഞ്ഞു. 6:23. എന്നാൽ നിന്നിലുള്ള വെളിച്ചം ഇരുട്ടായാൽ ഇരുട്ട് എത്ര വലിയത്. ശ്രദ്ധിച്ചേ, നിന്നിലുള്ള വെളിച്ചം ഇരുട്ടായാൽ ഇരുട്ട് എത്ര വലിയ. അതിന്റെ അർത്ഥം നീ വെളിച്ചമെന്ന് ചിന്തിക്കുന്ന വെളിച്ചം അത് യഥാർത്ഥത്തിൽ വെളിച്ചമല്ല, അത് ഇരുട്ടാണ്. അത് ഇരുട്ടാണെങ്കിൽ ആ ഇരുട്ട് എത്ര വലിയത്. അപ്പൊ ചെറിയ ഇരുട്ടുമുണ്ട്, വലിയ ഇരുട്ടുണ്ട്. ലോകത്തിൽ എല്ലായിടത്തും കിടക്കുന്ന മനുഷ്യർ ഇരുട്ടി കിടക്കുകയാണ്. എന്നാൽ ഞങ്ങൾ വിശ്വസിക്കുന്ന വിശ്വാസം ബൈബിളിലെ വിശ്വാസമെന്നും പറഞ്ഞ് യേശുവിനെ സ്തുതിച്ച് അവസാനിപ്പിക്കുന്ന ഒരു കൂട്ടരുണ്ട്. അത് കൂരിരുട്ടാ. അതായത് യേശുവിനെ സ്തുതിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ചിന്തയിൽ അതൊക്കെ ഭയങ്കര പ്രകാശമാണ്. പക്ഷെ കർത്താവ് അവസാനം ന്യായവിധിയിൽ പറയുന്നു, എന്നെ കർത്താവേ കർത്താവ് എന്ന് പറഞ്ഞോണ്ടൊന്നും സ്വതരായത്തിൽ കയറത്തില്ല. അപ്പം മനസ്സിലായോ? അവർ ചിന്തിച്ചത് കൂരിരുട്ടാ. ഹല്ലേലൂയ. അപ്പൊ അവർ ചിന്തിച്ചു യേശുവിനെ കർത്താവ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സ്വർഗരാജ്യത്തിൽ കയറുമെന്ന്. പക്ഷെ യേശു പറയുന്നു, എന്നെ കർത്താവേ കർത്താവേ എന്ന് പറഞ്ഞാലൊന്നും സ്വർഗരാജ്യത്തിൽ കയറത്തില്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്താലേ സ്വർഗരാജ്യത്തിൽ കയറത്തുള്ളൂ. അപ്പോൾ പിതാവിൻ്റെ ഇഷ്ടം എന്താണെന്ന് ഈ കൂട്ടർക്ക് അറിയത്തും ഇല്ല, പറഞ്ഞു കൊടുക്കാൻ ആരുമില്ല, ജയിക്കണമെന്ന് പറയാൻ ആരുമില്ല. മനസ്സിലാവുന്നുണ്ടോ? അല്ലെ വീണ്ടും ജനിച്ചതുകൊണ്ട് മാത്രം അവിടെ എത്തത്തില്ല എന്നും ഞാൻ നിങ്ങൾ ജയം പ്രാപിച്ച അവകാശം നമ്മൾ അവകാശമായി പ്രാപിക്കണമെന്നൊന്നും പറഞ്ഞു കൊടുക്കാൻ ആരും ഇല്ല. അവർ ഇങ്ങനെ ആരാധിച്ച് അവിടെ കയറാമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതല്ല ദൈവം ആഗ്രഹിക്കുന്നത് എന്നുള്ളത് പറഞ്ഞു കൊടുക്കാൻ ആരുമില്ല. അപ്പോൾ അവരുടെ ചിന്തയിൽ അതാണ് പ്രകാശം, പക്ഷേ അതല്ല പ്രകാശം, അതല്ല ദൈവ ഇഷ്ടം. അപ്പൊ ഇത് തിരിച്ചറിഞ്ഞ് അവര് മാനസാന്തരപ്പെടണം. പക്ഷെ ആദ്യം എന്ത് ചെയ്യരുത്? അവരുടെ അടുക്കിലേക്ക് പോകരുത്. പകരം എന്ത് ചെയ്യുക? ആദ്യം നിങ്ങൾക്കൊരു മൊമെന്റം ഉണ്ടാകാൻ ഇരുട്ടിലുള്ളവർക്കുള്ള അടുത്തേക്ക് പോവുക. ആദ്യം നിങ്ങൾക്കൊരു മൊമെന്റം ഉണ്ടാകാൻ ഇരുട്ടിലുള്ളവരുടെ അടുക്കിലേക്ക് പോവുക. ഇരുട്ടിലുള്ളവരുടെ അടുക്കിലേക്ക് നിങ്ങൾ പോകുമ്പോൾ അവർ നിങ്ങളെ എതിർക്കുന്ന അളവ് വളരെ കുറവായിരിക്കും. അവർ നിങ്ങളെ എതിർക്കുന്നതിന്റെ കാരണം, എതിർക്കുന്നുണ്ടെങ്കിൽ തെറ്റായ സുവിശേഷം കൊണ്ട് അവർ തെറ്റിദ്ധരിക്കപ്പെട്ട് കിടക്കുകയാണ്. തെറ്റായ സുവിശേഷം മതം മാറ്റുന്നതാണ്, ആളെ മാറ്റുന്നതല്ല, മതം മാറ്റുന്നതാണ്. അതുകൊണ്ട് തെറ്റിദ്ധരിക്കപ്പെട്ട് നിങ്ങളെ ഒരുപക്ഷെ ഉപദ്രവിക്കാം. പക്ഷേ നല്ലൊരു പങ്ക് നിങ്ങളുടെ വാക്കിലെ വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. ഹല്ലേലൂയ. അപ്പോൾ ഇരുട്ടിലേക്ക് പോവുക, ഇരുട്ടിലുള്ളവരെ വിടുവിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു മൊമെൻ്റ് ഉണ്ട്, ഒരു സ്പീഡ് ഉണ്ടാവും. ഇതെന്താ ഇങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെല്ലുമ്പോൾ നിങ്ങളെ ഉപദ്രവിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ ആ സ്പീഡ് മൊമെൻ്റ് ഒക്കെ കുറയും. ഈ കടബാധ്യതയിലുള്ളവരുടെ കടം മാറ്റുമ്പോൾ ശ്രദ്ധിക്കുക, അവിടെ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. അതായത് നിങ്ങൾക്കൊരു 10 പേർക്ക് നിങ്ങൾ കടം കൊടുക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തീർക്കേണ്ടത് അതിൻ്റെ ചെറിയ കടങ്ങളൊക്കെ ആദ്യം അങ്ങ് തീർക്കണം, ചെറിയ ചെറിയ എമൗണ്ട്. അപ്പോൾ 10 കടങ്ങളിൽ ചെറിയ കടങ്ങളൊക്കെ ആദ്യം വീട്ടിൽ കഴിയുമ്പോൾ നിങ്ങളുടെ നോക്കുമ്പോൾ ഓൾറെഡി 6 എണ്ണം വീട്ടിൽ കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ 4 എണ്ണം കൂടിയല്ലേ ഉള്ളൂ. അപ്പോൾ മനസ്സിനൊരു സമാധാനം, 10 എണ്ണം ഉണ്ടായി, 6 എണ്ണം വീട്ടിൽ വേണ്ട. പക്ഷെ 6 എണ്ണം വീട്ടിൽ ചെറുതായിരുന്നു, ബാക്കി 4 എണ്ണം വീട്ടുന്നത് വലുതാണ്. അപ്പോൾ ആ വലുത് വീട്ടാനായിട്ട് ആദ്യം പോയാൽ ഒരെണ്ണം പോലും ഇതുവരെ വീട്ടിട്ടില്ല എന്നൊരു ചിന്താകത്ത് വരാനായിട്ട് ഇടയാകും. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്കൊരു വിഷമമുണ്ടാകും. മറ്റത് അങ്ങനെയല്ല, 6 എണ്ണം വീട്ടിൽ കഴിഞ്ഞു, 6 എണ്ണം വീട്ടി, ഇനി ബാക്കി 4 എണ്ണം കൂടിയല്ലേ ഉള്ളൂ. ആ രീതിയിൽ കാര്യങ്ങൾ നടത്തുന്നത് പോലെ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ആദ്യം എങ്ങോട്ടേക്ക് പോകണം? ഇരിക്കുന്നവരുടെ അടുത്തേക്ക് ആദ്യം പോകരുത്, ആദ്യം ഇരുട്ടിലുള്ളവർ അടുക്കിലേക്ക് പോകണം. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അതായത് പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെയാ പറയുന്നത്, ഞാൻ മറ്റൊരുവൻ പണിത അടിസ്ഥാനത്തിന്മേൽ പണിയാതെ ഞാനിതാ അല്ലാത്ത മേഖലയിലേക്ക് പോവുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടെ, നിങ്ങൾ ആരാണ്? ജീവന്റെ വ്യാപാരികളാണ്. മനസ്സിലായോ? തൃശ്ശൂർ പട്ടണത്തിൽ വളരെ ഓപ്പർച്യൂണിറ്റി ഉള്ള, നിങ്ങളുടെ പട്ടണത്തിലും അതെ, വളരെ ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു ബിസിനസ്സാണിത്. ഹല്ലേലൂയ. ഒരു ജീവന്റെ വില എത്രയാ നിങ്ങൾക്കറിയോ? ഒരു ജീവന്റെ വില എത്രയാ നിങ്ങൾക്കറിയോ? ഒരു പവന്റെ വിലയാണോ?
ഒരു ജീവന്റെ വില എന്ന് പറഞ്ഞാൽ കർത്താവ് പറയാണ് സർവ്വലോകത്തെക്കാളും വലിയതാ. അങ്ങനെയെങ്കിൽ കുറച്ച് ജീവനെയൊക്കെ നിങ്ങളുടെ പേരിൽ ഇട്ടുകൂടെ? കുറച്ച് ജീവനെയൊക്കെ നിങ്ങളുടെ പേരിൽ ഇട്ടുകൂടെ? അപ്പൊ ഇത് മനസ്സിലാക്കണം. ഇതൊക്കെ പറയുമ്പോ എന്ത് രസമൊക്കെ അങ്ങനെ ഇരിക്കാതെ ഇത് ഒരു ബിസിനസ് മീറ്റിംഗ് ആയിട്ട്, ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഏറ്റെടുക്കണം. മനസ്സിലായോ? എൻ്റെ പുറകിലുള്ള ആ പ്രേരക ശക്തി അതാണെന്നേ. ഒന്ന്, ഞാൻ ദൈവത്തിൻ്റെ ഇഷ്ടമാണ് ചെയ്യുന്നത്. ഒന്ന്, ഞാൻ ദൈവത്തിൻ്റെ ശരീരമാകുന്ന ക്രിസ്തുവിൻ്റെ അവയവമായി നിന്നുകൊണ്ടാണ് സ്വർഗസ്ഥ പിതാവിനും ക്രിസ്തുവിനും വേണ്ടിയാണ് സംസാരിക്കുന്നത്. മറ്റൊന്ന്, ഞാൻ സംസാരിക്കുമ്പോൾ അത് പ്രയോജനമില്ലാത്ത ജോലിയല്ല, അത് ഭയങ്കര പ്രോഫിറ്റുള്ള ജോലിയാണ്. മനസ്സിലായോ? കാരണം ഞാൻ നിങ്ങളുടെ പോക്കറ്റിൽ നിന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ പ്രതീക്ഷിക്കുന്നത് മുഴുവൻ നിങ്ങളിൽ നിന്നാണ്. അതായത് നിങ്ങളുടെ സോള് അവിടെ എത്തിക്കഴിയുമ്പോൾ ഒരു ജീവന്റെ വില സർവ്വലോകത്തെക്കാളും വലിയതാണ്. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ജീവൻ നിറയണം, നിങ്ങൾ ജീവനിൽ വളരണം. ആ ജുവനൽ പീരീഡ് കഴിഞ്ഞ് നിങ്ങളിൽ ജീവൻ റിലീസ് കൊടുക്കാൻ തക്കവണ്ണമുള്ള ജീവൻ നിങ്ങളുടെ ഉള്ളിലാകണം. അങ്ങനെ നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് റിലീസ് ചെയ്യണം. അത് കടന്നു ചെന്ന് മറ്റൊരു വ്യക്തിക്ക് ജീവൻ കൊടുക്കുവാനായിട്ട് ഇടയാകണം. അങ്ങനെ അവരും ഇതേ പ്രോസസ്സിലേക്ക് വരുമ്പോൾ ഇതാ അവരും മക്കളെ ജനിപ്പിക്കും. അവരുടെ എല്ലാം നിത്യപിതാക്കന്മാരായി നിങ്ങൾ മാറും. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ഇപ്പോൾ നിങ്ങളുടെ ഭൂമിയിലെ അപ്പൻ നിങ്ങളുടെ പിതാവല്ലേ? അപ്പൻ്റെ അപ്പൻ, ആ അപ്പന് നിങ്ങളുടെ പിതാവല്ലേ? ശ്രദ്ധിച്ചേ, ആ ബീജത്തിൽ നിന്നാണ് ചെയിനായിട്ട് വരുന്നത്. ഇതാണ് ബൈബിൾ പറയുന്നത്. ഇന്നാളെ ജനിപ്പിച്ചു, ഇന്നാളെ ജനിപ്പിച്ചു, ഇന്നാളെ ജനിപ്പിച്ചു. അങ്ങനെ അവസാനം ചെല്ലുമ്പോൾ ആദം വന്നു. ആദം എല്ലാ മനുഷ്യരുടെയും പിതാവായി മാറി. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ ഒരു തലം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മറക്കരുത്, ഓർക്കുക. ഇനി നമ്മുടെ ജീവൻ എങ്ങനെയുള്ളത് എന്ന് വ്യക്തതയോടെ മനസ്സിലാകും. നമ്മുടെ ജീവൻ എന്ന് പറയുന്നത്, നമ്മളിനി നടക്കേണ്ടത് ന്യൂനെസ് ഓഫ് ലൈഫാണ്. പുതിയ ജീവിതത്തിലാണ് നമ്മൾ നടക്കേണ്ടത്. പുതിയ ജീവിതത്തിൽ. ഇതാണ് റോമലേഖനം 6-ാം അധ്യായം 4-ാം വാക്യം വായിച്ചാട്ടെ. റോമ 6:4. അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിനു തന്നെ. നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. ജീവന്റെ പുതുക്കത്തിൽ നടക്കണം. ജീവന്റെ പുതുക്കം പറഞ്ഞ, ജീവന്റെ പുതുക്കം. ജീവന്റെ പുതുക്കം എൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? എനിക്കും നിങ്ങൾക്കും ഇപ്പോൾ ഓൾറെഡി ഉള്ള സൂക്കെ ലൈഫ്, ആ ലൈഫിലേക്ക് സോയെ ലൈഫ് അറ്റാച്ച് ചെയ്തു. ദൈവത്തിന്റെ ജീവൻ അറ്റാച്ച് ചെയ്തു. ഇനി നിങ്ങൾ ആ അറ്റാച്ച്ഡ് ലൈഫിൽ വേണം നടക്കാൻ. ഇതാണ് അർത്ഥം. ഹല്ലേലൂയ. ഇനി ആ അറ്റാച്ച്ഡ് ലൈഫിൽ വേണം നടക്കാൻ. അതായത് ഇതാ ഇപ്പൊ ഒരു മൊബൈല്, ആ മൊബൈല് എപ്പോ വേണമെങ്കിലും ചാർജ് തീർന്നു പോകും, അല്ലേ? ഇതേപോലെയാണ് നമ്മുടെ ജീവിതം. അപ്പോ ഒരാള് ഒരു പവർ ബാങ്ക് കൊണ്ടുവന്നിട്ട് ആ മൊബൈലിൽ കുത്തി, എന്നിട്ട് ആ പവർ ബാങ്കിന്റെ ആ ലൈഫ് ചാർജും കൊണ്ട് ഈ മൊബൈൽ കൊണ്ട് നടക്കുക. അതുപോലെ നമ്മുടെ ഭൂമിയിലെ പവർ ബാങ്ക് അല്ല, ഈ പവർ ബാങ്ക്, ദൈവത്തിന്റെ സൊയെ പവർ ബാങ്ക് എന്ന് പറയുന്നത്, അതിന്റെ ചാർജ് ഒരിക്കലും തീരത്തില്ല. നമ്മുടെ ഭൂമിയിലെ പവർ ബാങ്കിന്റെ ചാർജും തീരും, പക്ഷെ ദൈവം തന്നിരിക്കുന്ന ഈ സൊയെ ലൈഫിന്റെ ചാർജ് ഒരിക്കലും തീരില്ല. അപ്പോ അങ്ങനെ തീരാത്ത ഒരു ലൈഫില്, പുതിയ ജീവനിൽ വേണം ഇനി നിങ്ങൾ നടക്കാൻ. മനസ്സിലായോ? അപ്പൊ ഇത് നമുക്ക് അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ എന്നാ ചെയ്യും? നമ്മൾ ചുറ്റും നോക്കും, എങ്ങനെയാണ് നടക്കേണ്ടത് ഇനി? ഇനി വെള്ള സാരി ഇടണോ, അല്ലേ? വെള്ള സ്ക്രാഫ്, വെള്ള ഷർട്ട്, കറുത്ത പാൻറ്, ഓക്കെ. പിന്നെ പാട്ട് പാടുമ്പോൾ അവസാന സ്പീഡിൽ പാടണം, കൈ അടിക്കണം, കുറച്ച് ബഹളമൊക്കെ ഉണ്ടാക്കണം. അപ്പൊ ഇതൊക്കെ കണ്ടിട്ടാണ് വിശുദ്ധ പൗലോസ് കൊരിന്ത്യർ ലേഖനത്തിൽ പറഞ്ഞത്, നിങ്ങൾ ബുദ്ധിയിൽ ശിശുക്കളാകരുത്.
ഹല്ലേലൂയ. ചർച്ചയിൽ കിടന്ന് ബഹളം ഉണ്ടാക്കരുത്. ഹല്ലേലൂയ. സ്ത്രീകൾ സഭയിൽ മിണ്ടാതിരിക്കട്ടെ. അദ്ദേഹം പറഞ്ഞ ഞാൻ പറഞ്ഞല്ല കേട്ടോ, അദ്ദേഹം പറഞ്ഞ മിണ്ടാതിരിക്കട്ടെ. ഹല്ലേലൂയ. അന്യഭാഷയിൽ സംസാരിക്കുന്നതെങ്കിൽ അത് അതിന്റെ ഓർഡറിൽ നടക്കട്ടെ. 1-2 പേര് സംസാരിക്കട്ടെ. ഹല്ലേലൂയ. അത് കഴിഞ്ഞ ശേഷം അതിനെ വ്യാഖ്യാനിക്കാൻ ആളുണ്ടെങ്കിൽ അയാൾ വ്യാഖ്യാനിക്കട്ടെ. അപ്പോൾ പിന്നെ അടുത്തവൻ ചാടി എഴുന്നേറ്റ് അന്യഭാഷ സംസാരിക്കുന്നു പറഞ്ഞിട്ടുണ്ടെന്ന് പറയാതിരിക്കാൻ വേണ്ടി താഴെ എഴുതി അന്യഭാഷ സംസാരിക്കുന്ന വിലക്കുകയും അരുത്. എല്ലാം ബാലൻസ്ഡ് വേണം, ബാലൻസ് ആയിട്ട് വേണം പോകാനായിട്ട്. മനസ്സിലാവുന്നുണ്ടോ? എന്നിട്ട് പറയണം സ്ത്രീകൾ സഭയിൽ മിണ്ടാതെ. മൊത്തം ബഹളം. ഒരു ഭാഗത്ത് സഹോദരിമാരുടെ ബഹളം, വേറൊരു ഭാഗത്ത് പലരും അന്യഭാഷ ബഹളം. ഹല്ലേലൂയ. അപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം. എന്നിട്ടാണ് അദ്ദേഹം പറയുന്നത് നിങ്ങൾ ബുദ്ധിയിൽ ശിശുക്കൾ ആകരുത്, ബുദ്ധിയിൽ മുതിർന്നവരാകണം. ദൈവം കലക്കത്തിന്റെ ദൈവം അല്ല. അപ്പോൾ എൻ്റെ പ്രിയ സഹോദരൻ, ഇതെല്ലാം വളരെ സുബോധത്തോടുകൂടെ നമ്മൾ ചെയ്യേണ്ടതാണ്. സുബോധത്തോടുകൂടെ ചെയ്യണം. അന്യഭാഷ സംസാരിക്കുന്ന വിലക്കരുത്. പക്ഷേ അതിനെല്ലാം ഒരു വ്യവസ്ഥകളുണ്ട്, കലക്കം ഉണ്ടാക്കാൻ വേണ്ടിയല്ല. അപ്പോൾ എല്ലാം അതിൻ്റെ ഓർഡറിൽ ചെയ്താൽ നല്ലത്. അപ്പം ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇനി ജീവിക്കേണ്ടത് ആ ന്യൂനെസ് ഓഫ് ലൈഫിൽ വേണം ഇനി നമ്മൾ ജീവിക്കാൻ. ഒന്നുകൂടി വായിച്ച ആ വാക്യം 6:4, റോമ 6:4. അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിനു തന്നെ. അപ്പോ സഹോദരങ്ങളെ, നാം ഇനി എങ്ങനെ നടക്കണം? ജീവന്റെ പുതുക്കത്തിൽ നടക്കണം. അടുത്ത ഷേക്കാൻ്റെ അടുത്തോട്ട് പറ, നമ്മൾ ഈ ജീവന്റെ പുതുക്കത്തിൽ നടക്കണമെന്ന് പറഞ്ഞേ. ജീവന്റെ, അപ്പൊ ഇനി പഴയ ജീവൻ നടന്നാൽ പോരാ, ജീവന്റെ പുതുക്കത്തിൽ നടക്കണം. നിങ്ങൾക്ക് സ്ക്രീനിൽ കണ്ടോ? ഒരതിശയമായിട്ട് നിങ്ങൾക്ക് തോന്നിയല്ലേ? ഇത് എൻ്റെ ഒരു ആൻറ്റിയാ. ഇന്നലെ ആയിരുന്നു ശവസംസ്കാരം. മിനിഞ്ഞാന്ന് വൈകിട്ടാണ് മരിച്ചത്. അന്നമ്മ മത്തായി, 79 വയസ്സ്. എൻ്റെ അമ്മയുടെ സഹോദര ഭാര്യയാണ്. പെട്ടെന്നായിരുന്നു മരണം. ഈ ശരീരമാണ് നമ്മൾ ഉപയോഗിച്ചതുപോലെ, ഈ ശരീരമാണ് നമ്മൾ ഉപയോഗിച്ച ശരീരം പോലെ ആൻറ്റി ഉപയോഗിച്ച ശരീരം ഞാൻ കണ്ടു. അത് ചലനമറ്റ് കിടക്കുന്നു ആ ശവപ്പെട്ടിയിൽ. ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഈ ആൻറ്റി ശരീരത്തിൽ ഓടി നടക്കുന്നതും പലരെയും വഴക്ക് പറയുന്നതും ഒക്കെയാ പെട്ടെന്ന് ഓർമ്മ വന്നേ. പക്ഷെ ഇപ്പൊ അനങ്ങാതെ ആ ബോഡി അവിടെ കിടക്കുകയാണ്. അപ്പൊ എൻ്റെ അകത്ത് പല പല ചിന്തകൾ വന്നു. കാരണം ഈ ദൈവവചനം പറയുന്നു മരണ വീട്ടിൽ പോകുന്നതാണ് നല്ലത് ആഘോഷ വീട്ടിൽ പോകുന്നതിനേക്കാൾ. സഭപ്രസംഗി 7-ാം അധ്യായത്തിലുണ്ട് കേട്ടോ. ആഘോഷ വീട്ടിൽ പോകുന്നതിനേക്കാൾ മരണ വീട്ടിൽ പോകുന്നത് നൽകുമ്പോൾ നമുക്ക് ഒന്ന് റീതിങ്ക് ചെയ്യാനുള്ള അവസരം കിട്ടും. ഈ ജീവിതത്തെക്കുറിച്ച് ഒന്ന് തിങ്ക് ചെയ്യാനുള്ള അവസരം കിട്ടും, ഒന്ന് റീതിങ്ക് ചെയ്യാൻ. ആഘോഷ വീട്ടിൽ പോയി കഴിഞ്ഞാൽ മുമ്പിൽ കാണുന്ന എന്തൊക്കെയാ? ബിരിയാണി, മന്തി, പിന്നെ പൊറോട്ട, ബീഫ്. ഇതൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ഒരു ചിന്തയാണ്, ഇതെങ്ങനെ ഈ വയറ്റിലാക്കി എടുക്കാമെന്നാണ് ചിന്ത അല്ലേ? ശരിയല്ലേ? ഇത്ര ഉണ്ട്, ഇത് എങ്ങനെ ഈ കൊച്ചു വയറി കയറും? അവസാനം ഇവിടം വരെ കഴിക്കും. ഇത്രയോട് കഴിക്കും ബ്രദറെ, ഇത്രയോട് കഴിക്കുക സിസ്റ്ററെ. അയ്യോ വേണ്ട, ഇവിടം വരെയായി, ഇനി പറ്റൂല. അവ പറയും നിങ്ങളാ ഞങ്ങളുടെ പ്രത്യാശ. പറ്റൂല, കഴിക്കും, ഇവിടം വരെയായി. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അവിടെ ഇങ്ങനത്തെ ചിന്തയൊന്നും വരത്തില്ല. പക്ഷെ ഒരു മരണ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊന്ന് റീതിങ്ക് ചെയ്യാൻ പറ്റും. കാരണം ഒരു ദിവസം നമ്മളുടെ ശരീരം ഇതുപോലെ കിടക്കും. സഭപ്രസംഗി 7-ാം അധ്യായത്തില് 1-2 വാക്യം ഒന്ന് വായിച്ചേ. നല്ല പേർ സുഗന്ധ തൈലത്തെക്കാളും മരണ ദിവസം ജനന ദിവസത്തെക്കാളും ഉത്തമം. ആ മരണ ദിവസം ജനന ദിവസത്തെക്കാള് ഉത്തമം. ആർക്ക്? ജീവിതം ദൈവം എന്താഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കി ഉപയോഗിക്കുന്നവർക്ക്. അല്ലാത്തവന് മരണ ദിവസം വെച്ചാൽ പേടി സ്വപ്ന. കാരണം നമ്മുടെ ജീവിതം 2 തലത്തിലുണ്ട്.
ഒരു ഭാഗത്ത് നമ്മുടെ ജീവിതം വളരെ താൽക്കാലികമാണ്. എപ്പോ വേണമെങ്കിലും അത് നഷ്ടപ്പെടാം. നമ്മുടെ ജീവിതം ഫ്യൂസായി പോകുന്നൊരു ബൾബ് പോലെയാ. ഫ്യൂസായി പോകുന്നൊരു ബൾബ്. ഒരു ബൾബ് കത്തുന്നു, പിന്നെ പെട്ടെന്ന് ഓൺ ചെയ്തപ്പോൾ ഒന്ന് മിന്നി, പിന്നെ കത്തിയില്ല. പിന്നെ ചോദിച്ചോ അത് ഫ്യൂസായി പോയോ? അപ്പോൾ വക്കച്ചൻ പോയോ? വക്കച്ചൻ പോയി. അന്നമ്മയോ? അന്നമ്മ അടുത്ത ഫ്യൂസാവും. ഇന്നലെ ആ ശവ സംസ്കാരം കഴിഞ്ഞിട്ട് അവിടെ ഞങ്ങളുടെ ബന്ധുക്കളിൽ ഒരു ആൻറ്റി പറയുകയാണ്, എൻ്റെ കസിൻ സിസ്റ്ററാണ്, ഇത്തിരി പ്രായമുണ്ട്. അടുത്തത് ആരാണാവോ? അടുത്തത് ആരാണാവോ? ഫ്യൂസായി പോകാൻ പോണത്. പെട്ടെന്ന് പോവും. മനസ്സിലായോ? അപ്പൊ ഇത് എപ്പോ വേണമെങ്കിലും ഫ്യൂസായി പോകുന്ന ഒരു ബൾബ് പോലെയാണ് നമ്മളുടെ ജീവിതം. സ്ക്രീനിലേക്ക് നോക്കിയേ. ഉണ്ടോ? നിങ്ങൾക്ക് 2 ബൾബ് കാണാം ഇവിടെ സ്ക്രീനിൽ. ഒന്ന് കത്തുന്ന ബൾബ്, അതാണ് ആ പിക്ചറിന്റെ ആദ്യ ഭാഗം. രണ്ടാമത്തേത് കെട്ടുപോയ ബൾബ്, ഇതാണ് രണ്ടാമത്തെ ഭാഗം. അപ്പൊ നമ്മളുടെ ജീവിതം ഈ ഭൂമിയിൽ കത്തുന്ന ഒരു ബൾബ് പോലെയാ. ഏത് സമയവും അത് കെടാം, ഏത് സമയവും അത് കെട്ടുപോകാം. അപ്പൊ ഇങ്ങനെ ഒരു ജീവിതം നേടാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണേ. അപ്പൊ ഈ ജീവിതത്തിന്റെ യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം. ഈ ജീവിതത്തിന്റെ യാഥാർത്ഥ്യം ഏത് സമയവും കെട്ടുപോകാം. അതിൽ ചെറിയവനെന്നോ കുട്ടിയെന്നോ യുവാവെന്നോ യൗവനക്കാരനെന്നോ മധ്യവയസ്കനെന്നോ വയസ്സനെന്നോ ഇല്ല. വയസ്സനെന്നോ ഇല്ല. ഏത് സമയവും പോകാം. എൻ്റെ അപ്പൻ വീട്ടിലുണ്ട്. 86 വയസ്സ് നടന്നുകൊണ്ടിരിക്കുക, 86 ഓടിക്കൊണ്ടിരിക്കുക. പുള്ളിക്കാരനെ എറൗണ്ട് ഒരു 17 വർഷം മുമ്പ് എന്നെ പേടിപ്പിക്കാൻ തുടങ്ങിയതാ. ഞാനിപ്പോൾ പോവും, ഞാനിപ്പോൾ പോവും, ഞാനിപ്പോൾ പോകും. എന്നിട്ട് ഇത് പറഞ്ഞ് എന്നെ കൊണ്ട് പല പരിപാടിയും ചെയ്യിപ്പിക്കും പുള്ളി. പുള്ളിയുടെ ഇഷ്ടങ്ങളൊക്കെ നടത്തിയെടുക്കാനായിട്ടോ പുള്ളിയുടെ അവസാനത്തെ കൈയാണ് നാളെ ഞാനുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ, എൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്, ഇങ്ങനെയാ. കുറേ നാള് കഴിഞ്ഞപ്പോൾ എനിക്കിത് മനസ്സിലായി. ഇതുകൊണ്ട് പുള്ളിയെ ചില ബിൽഡിംഗ് വരെ എന്നെ കൊണ്ട് പണിയിപ്പിച്ചു. കാരണം ഉണ്ടോ ഇല്ലെന്ന് അറിഞ്ഞുകൂടാ. ഇതാണ് അവസ്ഥ. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഇപ്പം ഇത് പറയത്തില്ല. കാരണം 1-2 പ്രാവശ്യം ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, കുറേ നാളായാലും ഇങ്ങനെ കൊതിപ്പിക്കണേ, കുറേ നാളായല്ലോ ഇങ്ങനെ കൊതിപ്പിക്കണേ, ഞാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞാനിപ്പോൾ പിന്നെ വർഷം വെച്ച് പറയാൻ തുടങ്ങി. ഇപ്പോഴാണെങ്കിൽ 17 വർഷമായി. വർഷം വെച്ച് പറയാൻ തുടങ്ങി. വീണ്ടും 1-2 പ്രാവശ്യം പറഞ്ഞപ്പോൾ ഇത് തന്നെ പറഞ്ഞപ്പോൾ പുള്ളിക്ക് മനസ്സിലായി ഇനി ഇത് ഏക്കത്തില്ലെന്ന്. ഇപ്പൊ പുള്ളി അത് നിർത്തി. നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്നാക്കി. മനസ്സിലായോ? നിന്നോട് ഇതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അപ്പൊ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, വയസ്സായെന്നും പറഞ്ഞിട്ട് പോകാൻ നിർബന്ധമില്ല. ഹല്ലേലൂയ. ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ 3-4 പേര് വണ്ടിയിൽ ഒരുമിച്ച് എറണാകുളത്ത് നിന്ന് ഇറങ്ങുക. അപ്പോൾ എൻ്റെ വൈഫ് ഓടി വന്നിട്ട് ഒരു കാര്യം പറയാൻ വിട്ടുപോയി. അതെന്താ? ഗൾഫില് ജലീൽ ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു കമ്പനിയുണ്ട്, ഫുഡ് ഹോൾസെയിലേഴ്സാണ്. അപ്പം ഞങ്ങൾ അവിടെ നിന്നൊക്കെ സാധനം എടുക്കാറുണ്ട്. അപ്പോൾ എന്നോട് പറയുകയാണ്, കഴിഞ്ഞ ദിവസം ദുബായിൽ ഞാൻ ഈ തിരക്കിൻ്റെ ഇടയിൽ ന്യൂസൊന്നും നോക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ ദുബായിൽ ഒരു വണ്ടി ഓടിച്ചിട്ടുണ്ട്, 3-4 മക്കളെങ്ങാണ്ട് ഒരുമിച്ച് മരിച്ചുപോയി. പെട്ടെന്ന് തെറിച്ചു പോയോ എങ്ങനെയോ മരിച്ചു, ആക്സിഡൻ്റ് ആയിട്ട്. അപ്പം എന്നോട് പറയാണ്, അത് നമ്മളുടെ ജലീൽ ട്രേഡേഴ്സിൻ്റെ മുതലാളിയുടെ മക്കളാണെന്ന് പറഞ്ഞു. അപ്പം ഈ പിള്ളേരെ വണ്ടി ഓടിച്ച് ആളുകളുണ്ടായെന്ന് തോന്നുന്നു. പോകുന്ന വഴിക്ക് എന്താ സംഭവം ഡീറ്റെയിൽ എനിക്ക് അറിഞ്ഞുകൂടാ. പെട്ടെന്ന് ആക്സിഡന്റ് ഉണ്ടായി, ഈ പിള്ളേർ 4 മരിച്ചുപോയി. അപ്പോൾ ശ്രദ്ധിച്ച്, അതിൻ്റെ തൊട്ട് 1 മിനിറ്റ് മുമ്പെങ്കിലും ആരെങ്കിലും ചിന്തിച്ചു ഇങ്ങനെ സംഭവിക്കുമെന്നോ? ചിന്തിച്ചില്ല. എപ്പോൾ വേണമെങ്കിലും ഫ്യൂസായി പോകുന്ന ഒരു ജീവിതമാണ് നമ്മുടെ ഭൂമിയിലെ ജീവിതം. ഹല്ലേലൂയ. ഇത് മനസ്സിലാക്കിയിട്ട് ഉള്ള സമയം കൊണ്ട് മാക്സിമം ജീവനെ നേടി പ്രോഫിറ്റ് നേടി ഇവിടുന്ന് പൊക്കോളണം. ഇവിടെ കിടക്കാൻ പറ്റത്തില്ല.
നമ്മളൊന്ന് സങ്കല്പിക്കണം, ഈ ബോഡി ഒരിക്കൽ ഒരു പക്ഷേ ഈ കുഴി കിടക്കും, അല്ലെങ്കിൽ ഈ സെല്ലിൽ ഈ ബോഡി ആയിരിക്കും ഇരിക്കണേ. അപ്പൊ അത് അവിടെ എത്തുന്നതിന് മുമ്പ് ഞാൻ മാക്സിമം എന്ത് ചെയ്തോളണം? ഈ ജീവിതം എന്താണെന്ന് ക്രിസ്തുവോട് പഠിച്ച് ക്രിസ്തു എന്താണോ ചെയ്തത് അത് തന്നെ ഞാനും ചെയ്യുവാനായിട്ട് ഇടയാകണം. അപ്പൊ ക്രിസ്തു ചെയ്തത് എന്താ? ജീവന്റെ വ്യാപാരം. ഹല്ലേലൂയ. ജീവന്റെ ഡിസ്ട്രിബ്യൂട്ടർ ആയിരുന്നു ക്രിസ്തു. ഹല്ലേലൂയ. ഞാനൊരു ഡീലറാ, നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു റീറ്റെയിലർ എങ്കിലും ആയിക്കൂടെ? ഞാനുള്ള കാര്യമായി പറയണേ. നിങ്ങളുടെ ദേശത്ത് ഒരു റീറ്റെയിലർ എങ്കിലും ആയിക്കൂടെ? റീറ്റെയിലറായിട്ട് സ്റ്റാർട്ട് ചെയ്താൽ നിങ്ങൾക്ക് തുടർന്ന് ഡീലർ ആകാന്നേ. ഹല്ലേലൂയ. എന്റെ ജോൺസൺ പറയും, നല്ല അവസരമുള്ള സംഭവമല്ലേ, ബിസിനസ് അല്ലേ. ഇവിടെ ഒന്നും ഇട്ടിട്ട് പോകുകയും വേണ്ട, കിട്ടണതൊക്കെ കൊണ്ടുപോകാം. അതിന്റെ പുറകിലിരുന്ന് ഒരാൾ ഇങ്ങനെ എത്തി നോക്കുന്ന, നിങ്ങളോട് കൂടി ചേർത്താ പറഞ്ഞേ. ഹല്ലേലൂയ. സഹോദരിമാർ, നിങ്ങളെയും ചേർത്താ കുഞ്ഞുങ്ങളെ പറഞ്ഞേ. ഓ, നിങ്ങളുടെ ദേശത്തോ ഓൺലൈനിൽ കേൾക്കുന്ന എല്ലാവരോടും ചേർത്താ പറഞ്ഞ നല്ല അവസരമുള്ള ബിസിനസ് അല്ലേ ഇത്. ഏത് സമയം ഫ്യൂസായി പോകുന്ന ഒരു ജീവിതം, ഭൂമിയിലെ ജീവിതം. ഉള്ള സമയം കൊണ്ട് മാക്സിമം നേടാൻ പോകണം. ചുമ്മാ കള്ളവ്യാപാരം ഒന്നും ചെയ്യരുത്. ഇന്ന് ചുറ്റും കാണുന്ന വ്യാപാരികളെ പോലെ ഒറിജിനൽ വ്യാപാരമായിരിക്കണം. കിട്ടുന്നത് അവിടെ എത്തണം. അല്ലാണ്ട് അവസാനം യേശു പറയാണ് ഇതൊന്നും ഇവിടെ എടുക്കത്തില്ലെന്ന് പറയണ പോലെ ആകരുത്. അണ്ട് ഞാൻ കാപ്പി ഉണങ്ങി കൊണ്ടുപോയത് പോലെ ഇരിക്കും. ഈ കാപ്പി എനിക്കിതിനെക്കുറിച്ച് അറിയത്തില്ലായിരുന്നു. അപ്പൊ കാപ്പിയൊക്കെ കൊണ്ടുവന്ന് പിന്നെ അത് ചുമ്മാ അവിടെ കുറച്ചാൾ ചാക്കിൽ വെച്ചു. പിന്നെ നോക്കി അത് ഉണക്കി. അപ്പൊ കുറെ പൂപ്പൽ പിടിച്ചു പോയി. ആ പൂപ്പൽ പിടിച്ചതിനെ ഉണക്കി, പിന്നെ അതിന് ചാക്കിൽ വെച്ചു. പിന്നെ കൊണ്ടുപോകാൻ ആളില്ല. പിന്നെ അവസാനം ഇതെല്ലാം കൂടി എടുത്തുകൊണ്ട് അവിടെ ചെന്നപ്പോൾ കാപ്പിക്കടക്കാർ പറഞ്ഞു, കുരു എടുക്കുന്നവരെ ഇതിവിടെ വേണ്ടാന്ന്. ഇതുപോലെയാണ് അനേകർ സുവിശേഷം എല്ലാം ചെയ്തുകൊണ്ട് പോണേ. അവസാനം ഈ യേശുവിനെ കർത്താവായി സ്വീകരിച്ചൊരു സുവിശേഷം അറിയിച്ചൊരു എല്ലാം കൂടി അവസാനം കച്ചവടക്ക മെയിൻ നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടറെ ക്രിസ്തുവിന്റെ അടുക്കെ കൊണ്ട് ചെല്ലുകയാ. ഇതിനെല്ലാം കൂടി ഇനി ക്രിസ്തു മേടിച്ച് വേണം ഇത് മേടിച്ചിട്ട് അവസാനം ആർക്ക് കൊടുക്കാൻ? അപ്പന് കൊടുക്കാൻ. കാരണം അപ്പനായിട്ടാണല്ലോ എല്ലാത്തിനും വിലയ്ക്ക് വാങ്ങിയേക്കണേ. അവസാനം അപ്പന് കൊടുക്കാൻ. അപ്പൻ ഇതിനൊന്നും എടുക്കാത്തത് കൊണ്ട് ക്രിസ്തു പറഞ്ഞു, ഗെറ്റ് ഔട്ട്, ഞാൻ ഒരു കാലം നിങ്ങളെ അറിഞ്ഞിട്ടില്ല എന്ന്. അപ്പൊ ഈ ചെയ്ത സുവിശേഷ വിലക്ക് വെറുതെ ആയിപ്പോയി. അപ്പൊ ചെയ്യണമെങ്കിൽ യേശു ഇതുപോലെ ചെയ്യണം. മനസ്സിലായോ? യേശു ഇതുപോലെയാണ്. അതുകൊണ്ട് യേശുവിനെ ഞങ്ങൾ കർത്താവായി സ്വീകരിച്ചു, രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി, സുവിശേഷം അറിയിച്ചെന്ന് പറഞ്ഞാൽ ചുമ്മാ അങ്ങ് ചെല്ലരുത്. ചെയ്യണമെങ്കിൽ അത് യേശു ചെയ്തതുപോലെ അങ്ങ് ചെയ്യാം. ഹല്ലേലൂയ. ചുറ്റുമുള്ള സാക്ഷികൾ ചെയ്യണ പോലെ ചെയ്യരുത്. യേശുവിനെ അനുഗമിക്കുക, യേശു ചെയ്തതുപോലെ ചെയ്യാം. കുറച്ചേ ഉള്ളൂ, അത് മതിയെന്നേ. 10 ലക്ഷം പേരുമായിട്ട് നമ്മൾ നരകത്തിൽ പോണേനേക്കാൾ നല്ലത് 10 പേരുമായിട്ട് സ്വർഗ്ഗരാജ്യത്തിൽ പോകുന്നതല്ലേ. ഒരെണ്ണത്തിന്റെ വില എന്താണെന്നറിയോ? സർവ്വലോകത്തെക്കാളും വലിയതാ ഒരെണ്ണത്തിന്റെ വില. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ റീറ്റെയിലായിട്ടുള്ള പെർമിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, നിങ്ങളുടെ ദേശത്തെ ഡീലേഴ്സായി തീരാനായിട്ട് ആഗ്രഹിക്കുന്നതെങ്കിൽ എന്നെ അല്ല കോണ്ടാക്ട് ചെയ്യേണ്ടത്, ഹൃദയത്തിൽ യേശു കർത്താവിനെ കോണ്ടാക്ട് ചെയ്തോളുക. മനസ്സിലായോ? എന്നിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ ആദ്യം ഒരു റീറ്റെയിലർ ആകുക. കാരണം ആത്മാവിൽ വളർന്നാൽ റീറ്റെയിലർ ആകാം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞില്ലേ, ജോനൽ പീരീഡ് ക്രോസ് ചെയ്തെങ്കിൽ മാത്രമേ ജീവൻ അകത്തുനിന്ന് ആരംഭിക്കത്തുള്ളൂ. അപ്പൊ ജീവൻ ആരംഭിക്കാൻ നിങ്ങൾ ഡീലറൊന്നും ആകത്തില്ല, റീറ്റെയിലറെ ആകത്തുള്ളൂ. പക്ഷേ ആ ജീവനിൽ നിങ്ങൾ വീണ്ടും വളർന്നാൽ നിങ്ങൾ ആരായി മാറും? ഡീലറായി മാറും. മനസ്സിലായോ? നിങ്ങളുടെ ദേശത്തെ ഡീലർഷിപ്പ് ആരും എടുത്തിട്ടില്ല, നിങ്ങൾക്ക് എടുക്കാം. ഹല്ലേലൂയ. ചില സ്ഥലത്തെ ഡീലർഷിപ്പ് ഒരാൾ എടുത്തു കഴിഞ്ഞാൽ വേറെ ആൾക്ക് കൊടുക്കത്തില്ല. ഇതിപ്പോ ഒഴിഞ്ഞു കിടക്കാം, മൊത്തം ഒഴിഞ്ഞു കിടക്കാം, നിങ്ങൾക്ക് എടുക്കാം. എന്താ തോമസ് വേറെ കച്ചവടം ഒക്കെ കുറവാണല്ലോ. ഹല്ലേലൂയ. നല്ല കച്ചവടം ഉണ്ടാക്കണം. ആ ദേശത്തെ റീറ്റെയിലർ മാത്രമല്ല, ഡീലേഴ്സായി മാറണം. ഹല്ലേലൂയ. മനസ്സിലായോ? അനേകർക്ക് ജീവൻ സപ്ലൈ ചെയ്യുന്നവരായി തീരണം. അപ്പോൾ മക്കളെ, ഏത് സമയം ഉണ്ടോ ആ വ്യക്തി ഈ ലൈറ്റ്, ഈ പ്രകാശിക്കുന്ന ലൈറ്റ് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുമ്പോൾ പ്രകാശിക്കുന്ന ലൈറ്റ് കാണുകയാ, അതിന്റെ താഴെ ആ വ്യക്തി നടക്കുകയാ. ഇതേപോലെ മോളെ നീ നടക്കുകയാ, ഇപ്പോ മോനെ നീ നടക്കുകയാ, ഞാനും നടക്കുകയാ, നമ്മൾ നടക്കുകയാ. അവനവൻ ശരീരത്തിൽ നടക്കുകയാ. മനസ്സിലായോ? അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് ഉണ്ടോ? അപ്പൊ എന്തിനാ ശരീരത്തിൽ നടക്കണേ? ചെയ്യാനാ. മനസ്സിലായോ? അപ്പോ ഇതുവരെയും കച്ചവടമൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യേ.
ഹല്ലേലൂയ. ചെയ്തത് നല്ലതാകിലും ചെയ്താകിലും. അപ്പൊ രണ്ടും ചെയ്യുക. അപ്പൊ ഇതുവരെ തീയത് മാത്രം ചെയ്തിട്ടുള്ളെങ്കിൽ നല്ലത് ചെയ്യേ. ആരെ പോലെ? യേശുവെ പോലെ ജീവൻ കൊടുക്കാൻ തുടങ്ങുക. അനേകർക്ക് ജീവൻ കൊടുക്കുക. ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിപ്പാൻ തക്കവണ്ണം നമ്മുടെ ഈ ലൈറ്റ് ഫ്യൂസ് ആകും. എനി ടൈം ഫ്യൂസ് ആകും. ഏത് സമയം വേണമെങ്കിലും ലൈറ്റ് സ്റ്റോപ്പ് ആവും. ഹല്ലേലൂയ. നമ്മുടെ ലൈറ്റ് കെടും. ദാ കെട്ട് കഴിയുമ്പോൾ ആളെല്ലാം കൂടി പിടിച്ച് ചിലപ്പോൾ കുളിപ്പിക്കും. ഇനി ചിലപ്പോൾ കുളിപ്പിക്കാതെ തന്നെ ഡ്രസ്സൊക്കെ പുറത്തൊക്കെ ചുറ്റി കയ്യിൽ ഏതായാലും ഒരു പൂവൊക്കെ തരും പിടിക്കാൻ വേണ്ടി. പൂവൊക്കെ തന്ന് കിടന്ന് അതിവേഗം നമ്മളെ അവിടെ നിന്ന് സ്ഥലം മാറ്റും. മനസ്സിലായോ? നമ്മൾ ഉപയോഗിച്ചെന്ന ബോഡി സ്ഥലം മാറ്റി കൊണ്ടുപോകും. മനസ്സിലായ? ഇങ്ങനെയൊക്കെ നമ്മൾ സങ്കല്പിക്കാറുണ്ടോ നമ്മളെ കൊണ്ടുപോകുന്നേ? ഇങ്ങനെ സങ്കല്പിക്കണമെങ്കിൽ അവൻ ബുദ്ധിയുള്ളവനായിരിക്കണം. മനസ്സിലായോ? ഈ ദൈവിക കാര്യങ്ങളെ കുറിച്ച് അറിയുന്ന വ്യക്തിയായിരിക്കും. ഞാൻ എൻ്റെ ഇതിൽ വരച്ചു വിട്ടിട്ടുണ്ട്. എൻ്റെ ശവസ്കാരമൊക്കെ ഞാൻ വരച്ചു വെച്ചിട്ടുണ്ട് വ്യക്തമായിട്ട്. ഹല്ലേലൂയ. കാരണം ദൈവത്തിന്റെ വചനം പറയുന്നത് ഒരു ജ്ഞാനിയായ മനുഷ്യൻ മരണത്തെക്കുറിച്ച് ധാരാളമായി ചിന്തിക്കുന്നു. ഒരു വിഡി ഇപ്പോഴത്തെ ആ അടിപൊളി മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ഹല്ലേലൂയ. അപ്പോ നമ്മള് യേശുക്രിസ്തുവിനെ പോലെ ജ്ഞാനിയാകുന്ന വ്യക്തിയായിരിക്കും. ഇതാ യേശുക്രിസ്തുവിന്റെ മരണത്തിന് മുമ്പ്, ഇതാ കാൽവരി ക്രൂശിന്റെ മരണത്തിന് മുമ്പ് മോശ ഏലിയാവൊക്കെ വന്നിട്ട് യേശുവിനോട് സംസാരിച്ചു എന്ന് വിശുദ്ധ ബൈബിളിലുണ്ട്. മനസ്സിലായോ? എന്താ അവരുടെ സംസാര വിഷയം എന്താണെന്ന് അടുത്ത പ്രാവശ്യം വരുമ്പോൾ പറയണം കേട്ടോ. ഹല്ലേലൂയ. അവരുടെ സംസാര വിഷയം എന്നാന്നറിയാമോ? എങ്ങനെ അടിപൊളി ജീവിതം നടത്താം എന്നായിരുന്നില്ല. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ട് വന്നു. യേശുക്രിസ്തുവിൽ വരാൻ പോകുന്ന മരണത്തെക്കുറിച്ചായിരുന്നു സംസാരിച്ചത്. മനസ്സിലായോ? അപ്പോൾ മരണം എന്ന് പറയുന്നത് ദൈവവചനം പറയുകയാണ് അത് ജനന ദിവസത്തേക്കാൾ നല്ല ദിവസമാണെന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പോ ആ മരണത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. അപ്പൊ ഈ സ്വർഗത്തിൽ നിന്ന് ഇതാ മോശ ഏലിയാവൊക്കെ വന്നിട്ട് സംസാരിക്കാൻ വേറെ ഒന്നും കണ്ടില്ലേ? യേശുവിന്റെ മരണത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. കാരണം അതിന് വലിയ പ്രോഫിറ്റ് ഉണ്ട്. യേശുവിനെ കുറിച്ച് പറയാണ് അവന്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോടുകൂടെ ആയിരുന്നു. ഹല്ലേലൂയ. അവൻ മരണത്തിൽ നമ്മൾ ചിന്തിക്കുന്നത് എല്ലാം തീർന്നെന്നല്ലേ? അല്ല. മരണത്തിൽ ക്രിസ്തു സമ്പന്നന്മാരോട് കൂടെ ആയിരുന്നു. അപ്പോൾ ഇതൊക്കെ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഈ വചനങ്ങളെ കണ്ടുപിടിച്ചുകൊണ്ട് വരിക. അപ്പോൾ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഈ കാണുന്ന ഈ കാഴ്ച ഇത് മറക്കരുത്. ഇത് ചിലപ്പോൾ ഇന്ന് അല്ലെങ്കിൽ നാളെ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ അല്ലെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ഈ സംഭവം പ്രത്യക്ഷപ്പെടും. ഓൾറെഡി റെഡിയാക്കിയിട്ടിരിക്കുക ഈ ഒരു ചിത്രം. അപ്പം ഇത് നമുക്ക് ഈ ഒരു ചിത്രം നമ്മളൊന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് ജ്ഞാനം വരും. അപ്പോൾ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇപ്പം ഞാൻ ചലിച്ചുകൊണ്ടിരിക്കുക, ഞാൻ പ്രകാശിക്കുക. ഹല്ലേലൂയ. യോഹന്നാൻ ജ്വലിച്ച് പ്രകാശിക്കുന്ന വിളക്കായിരുന്നു യേശുക്രിസ്തു പറയുകയാണ്. അതായത് യോഹന്നാന്റെ ജീവിത സമയത്തുള്ള കാര്യമാണ് പറയുന്നത്. പക്ഷേ ഒരു നിമിഷം കൊണ്ട് സംഭവം പോയി. ഹെറോദ്യായുടെ മോള് ഡാൻസ് കളിച്ച് ഹെറോദാവിനെ കൊണ്ട് സ്നാപയോഹന്നാനെ തല വെട്ടിച്ചു. ഫ്യൂസായി പോയി. മനസ്സിലായോ? അപ്പോൾ അതുവരെയും അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ പറ്റി. ഇപ്പം നമ്മൾക്ക് ലൈവാണ്. നമ്മൾ ഈ സമയം നഷ്ടമാക്കാതെ മാക്സിമം ഈ ജീവനെ നമ്മൾ നേടാൻ, നമ്മൾക്ക് ലഭിച്ച ജീവനെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ തക്കവണ്ണം നമ്മൾ റെഡിയാകണം. മനസ്സിലാകുന്നുണ്ടോ? ഒരു ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ബ്രേക്ക് ഈവൺ പോയിന്റ് ഉണ്ട്. അത് അവിടെ എത്താൻ സമയമെടുക്കും. കാരണം ആദ്യം തന്നെ നമുക്ക് എക്സ്പെൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനുശേഷം ആദ്യത്തെ മാസം നോക്കിയപ്പോൾ നമുക്ക് 100 എക്സ്പെൻസ് ഉണ്ട്. പക്ഷെ ആദ്യത്തെ മാസം നോക്കിയപ്പോൾ വരവ് നോക്കിയപ്പോൾ കാര്യമായിട്ട് വരവൊന്നുമില്ല. ഒരു 10% വരവുള്ളൂ. ചിലവ് എത്രയായിരുന്നു? 100. അടുത്ത മാസം നോക്കിയപ്പോൾ അത് 10 വരവിന് പകരം 15 അപ്പൊ തന്നെ ഒരു പ്രത്യാശയായി. അടുത്ത മാസം നോക്കി അപ്പോഴും നഷ്ടമാ. അടുത്ത മാസം 15 പകരം അത് 20 അപ്പോഴൊരു പ്രത്യാശയാ. അങ്ങനെ ഓരോ മാസവും 5 കൂടി അല്ലെങ്കിൽ 10 കൂടി കഴിഞ്ഞാൽ അറൗണ്ട് ഒരു 10-20 മാസത്തിനുള്ളിൽ ചെലവ് 100, വരവ് 100. മനസ്സിലായോ? വീണ്ടും മുന്നോട്ടേക്ക് പോകുമ്പോൾ ചെലവ് 100, വരവ് 110. ലാഭത്തിലേക്ക് കയറി. അടുത്ത മാസം ചെലവ് 100, വരവ് 120. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആ രണ്ടും കൂടി ഒരുമിച്ച് 100 ചെലവും 100 വരവും 100 ആകാൻ ഒരു സമയമെടുത്തു. അത് കഴിഞ്ഞ് ലാഭത്തിലേക്ക് പോകുന്നൊരു സമയമെടുത്തു. അപ്പൊ ഇതേപോലെ തന്നെയാണ് ഈ ജീവന്റെ ബിസിനസ്സും.
ഹല്ലേലൂയ. നിങ്ങൾക്കകത്ത് ജീവൻ പ്രാപിച്ചു കഴിഞ്ഞാൽ ആ ജീവനിൽ വളരാൻ തുടങ്ങുമ്പോൾ ഒരു പീരീഡ് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ലാഭമായി തീരുവാനായിട്ട് ഇടയാകും. ഹല്ലേലൂയ. മനസ്സിലായോ? ഹല്ലേലൂയ. അപ്പൊ യേശുക്രിസ്തുവും തൻ്റെ ജീവിതത്തിൽ ഇതേപോലെ തന്നെയായിരുന്നു തൻ്റെ ജീവിതം. 30-ാമത്തെ വയസ്സ് വരെ താൻ വെയിറ്റ് ചെയ്തു. 30-ാമത്തെ വയസ്സിലേക്ക് ഇതാ താൻ ഇറങ്ങി, ഇതാ വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള റിസൾട്ടിലേക്ക് യേശുക്രിസ്തു എത്തുവാനായിട്ട് ഇടയായി. അപ്പോൾ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഹ്യൂമൻ ലൈഫ് ഈസ് ലൈക്ക് എ ലൈറ്റ് ബൾബ് ദാറ്റ് ബ്ലോസ്. ഏത് സമയവും ഫ്യൂസായി പോകുന്ന ഒരു ജീവിതം, ബൾബ് പോലെയാണ് മനുഷ്യ ജീവിതം. അപ്പൊ ഇത് വ്യക്തതയോടെ തിരിച്ചറിയണം. അപ്പൊ എന്ത് ചെയ്യണം? അതിലെഴുതിയിരിക്കുകയാണ്, ബ്രൈറ്റ് ഫോർ എ സീസൺ. ഒരു സമയത്ത് അത് പ്രകാശിക്കും. നമ്മളിപ്പോൾ എല്ലാവരും പ്രകാശിച്ചുകൊണ്ടിരിക്കുക. ആർക്ക് വേണ്ടിയാണ് പ്രകാശിക്കുന്നത് നോക്കണം. നമുക്ക് വേണ്ടി മാത്രമാണ്. നമുക്ക് വേണ്ടി പ്രകാശിക്കുകയാണോ അതോ ദൈവത്തിന് വേണ്ടി പ്രകാശിക്കുകയാണോ? ഹല്ലേലൂയ. നമുക്ക് വേണ്ടിയാണ് പ്രകാശിക്കുന്നതെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് കാര്യമില്ല. ഇതാ കർത്താവ് പറഞ്ഞ, നീ നിന്റെ ജീവനെ എനിക്കായി തന്നാൽ നീ അതിനെ നേടും, നീ നിനക്കായി ഉപയോഗിച്ചാൽ നീ അതിനെ കളയും. അപ്പോ ദ ബ്രൈറ്റ് ഫോർ എ സീസൺ. ഇനി അത് കഴിഞ്ഞാൽ എന്ത് പറ്റും? ദെൻ ഗോൺ, ഫ്യൂസായി പോകാനായിട്ട് ഇടയാവും. ഇനി അതുകൊണ്ട് എന്ത് ചെയ്യണം? പ്രിപ്പയർ ഫോർ വാട്ട് കംസ് ആഫ്റ്റർ. ഇതിന് ശേഷം എന്താണ് വരുന്നത് എന്ന് മനസ്സിലാക്കി അതിനു വേണ്ടി ഒരുങ്ങണം. ഹല്ലേലൂയ. അതിനു വേണ്ടി ഒരുങ്ങണം. ശ്രദ്ധിക്കുക, ഞാൻ ഇപ്പോൾ ഒരു മാസികയിൽ വന്ന ഒരു കഥ എൻ്റെ ഒരു ശിഷ്യൻ, ഗൾഫിലൊരു ശിഷ്യൻ പ്രസംഗിക്കാൻ കൊടുത്ത സമയത്ത് പറഞ്ഞ് ഞാനിപ്പോൾ ഓർക്കുന്നു. കഥ പ്രോപ്പറായിട്ട് ഞാൻ ഓർക്കുന്നില്ല, പക്ഷെ ഒരു മാസികയിൽ വന്നതാണെന്ന് എനിക്കറിയാം. മാസികയിൽ ഞാൻ ഓർക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഒരു ദേശത്തെ ഒരു ഓഫർ, ഒരു ദേശത്തെ ഒരു നിയമമാണ്. നിങ്ങൾക്ക് ആ ദേശത്തിലെ രാജാവാകാം, ആ ദേശത്ത് പ്രവർത്തിക്കാം, എന്തും കഴിക്കാം, എല്ലാറ്റിനും ഫ്രീഡമാണ്. നിങ്ങളാണ് അവിടുത്തെ രാജാവ്. ഒരു പർട്ടിക്കുലർ 5 വർഷമോ എത്ര കണ്ട രാജാവ്. ആ രാജാവായിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ ഫുൾ ഫ്രീഡം ഉണ്ട്. ആ ദേശത്തിൻ്റെ രാജാവാ. ആ 5 വർഷം കഴിഞ്ഞാൽ അടുത്ത ആകെ രാജാവാകാൻ അവസരം കൊടുക്കും. ഈ 5 വർഷം കഴിഞ്ഞാൽ നിങ്ങളെ ദൂരെ ഒരു ദ്വീപിലേക്ക് കൊണ്ടുപോകും. ദ്വീപിലേക്ക്, ഈ യോഹന്നാനെ പത്മോസിൽ കൊണ്ടുപോയെന്ന് പറഞ്ഞ പോലെ ദ്വീപിലേക്ക് കൊണ്ടുപോകും. ആ ദ്വീപിലേക്ക് ചെന്ന് കഴിയുമ്പോൾ അവിടെ നരഭോജികളുണ്ട്, സിംഹങ്ങളുണ്ട്, പല പല പാമ്പുകളും, അങ്ങനെയുള്ള സ്ഥലമാണ്. ആ സ്ഥലത്തിലേക്ക് ആക്കും, പിന്നെ തിരിച്ചു വരത്തില്ല. അപ്പോൾ ഇതുവരെയും അവിടെ കൊണ്ടുവന്ന ഒരുത്തനെയും ഈ ജീവികൾ, നരഭോജികൾ വെറുതെ വിട്ടിട്ടില്ല, എല്ലാത്തിനെയും കൊന്നുകളഞ്ഞു. അപ്പോൾ പക്ഷേ നിങ്ങൾക്ക് 5 വർഷം അടിപൊളി, ഇവിടുത്തെ രാജാവാകാം, എന്തു വേണമെങ്കിലും കഴിക്കാം, എന്തു വേണമെങ്കിലും ചെയ്യാം, എന്തോരം വേണമെങ്കിലും സമ്പാദിക്കാം. അങ്ങനെ ആളുകൾ അത് കൊതിച്ച് അത് ഏറ്റെടുക്കുന്നു, വളരെ അടിപൊളിയായിട്ടുള്ള ജീവിതം നടത്തുന്നു. അവസാനം അത് ആ ദിവസം അടുക്കും തോറും പേടിയാവുന്നു. അവസാനം ബൈ ഫോഴ്സ് വരെ അവിടെ കൊണ്ടേ ആക്കുന്നു, തിരിച്ചു പോരുന്നു. പിന്നെ അവരെക്കുറിച്ചുള്ള കഥകളില്ല, തലയോട്ടികളും ഒക്കെ മാത്രമേ ഉള്ളൂ. ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക ഒരു കഥയാണേ. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ബുദ്ധിമാനായ ഒരു വ്യക്തി അവിടുത്തെ രാജാവ് ആകാനായിട്ട് ഇടയായി. അപ്പൊ ഈ വ്യക്തി എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ, തനിക്ക് കിട്ടിയ 5 വർഷം അടിച്ചു പൊളിക്കാൻ പോയില്ല. തനിക്ക് കിട്ടിയ 5 വർഷം തൻ്റെ സുഖസൗകര്യങ്ങളിലേക്ക് മുഴുകിയില്ല. തനിക്ക് കിട്ടിയ 5 വർഷം നാടിനെ കൊള്ളയടിക്കാൻ പോയില്ല. ശ്രദ്ധിച്ചു കേൾക്കണേ. തനിക്ക് കിട്ടിയ 5 വർഷം തുടക്കം ഡേ 1 മുതൽ അദ്ദേഹം ഈ ദ്വീപിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങി. ഈ ദ്വീപിന്റെ കാര്യങ്ങളെയൊക്കെ മനസ്സിലാക്കിയിട്ട് ആ ദ്വീപിലെ നരഭോജികളെയും പാമ്പുകളെയും മറ്റ് കാര്യങ്ങളെയും ഇല്ലാതെയാക്കാൻ തൻ്റെ രാജ്യത്തുനിന്ന് പ്രതിനിധികളെ പഠിക്കാൻ അയച്ചു.
അത് പഠിച്ചു, എങ്ങനെ അത് കൈകാര്യം ചെയ്യണമെന്ന് മനസ്സിലാക്കി. തൻ്റെ ശ്രമം മുഴുവൻ താൻ ഇനി അടുത്തത് 5 വർഷത്തിന് ശേഷം എത്താൻ പോകുന്ന ആ സ്ഥലം എങ്ങനെ ഈ കാടും മേടും നരഭോജികളെ മാറ്റി ഒരു മനോഹരമായ ഭവനമാക്കി, ഒരു വൃന്ദാവനമാക്കി എങ്ങനെ മാറ്റാമെന്നായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഈ 5 വർഷത്തെ പ്രവർത്തനം. മനസ്സിലായോ? തൻ്റെ അടുത്ത ജീവിതം, താൻ ജീവിക്കാൻ പോകുന്ന സ്ഥലം ഇവരവിടെ കൊണ്ടേ ആക്കുമല്ലേ ഉള്ളൂ. ആ സ്ഥലത്തെ എല്ലാ നരഭോജികളെയും ഇല്ലാതെയാക്കി കാടും മാറ്റി അത് മനോഹരമായ ഒരു പാലസാക്കി മാറ്റണം, ഒരു വൃന്ദാവനമാക്കി മാറ്റണം. ഈ 5 വർഷം കൊണ്ട് ഇതാ അദ്ദേഹം ആ ഏരിയ മുഴുവൻ മനോഹരമാക്കി മാറ്റി. 5 വർഷം കഴിയുമ്പോൾ തന്നെ അവിടെ കൊണ്ടേ ആക്കിയപ്പോൾ ജനം അങ്ങോട്ടേക്ക് വരാനുള്ള തിരക്കില്ല. ശ്രദ്ധിക്കുക, അദ്ദേഹം ബുദ്ധിമാനായ മനുഷ്യൻ. ഇതിനു മുമ്പുള്ളവരൊക്കെ എങ്ങനെയായിരുന്നു? കിട്ടിയ 5 വർഷം ഇവിടെ ആഘോഷിച്ചു, അല്ലേ? കിട്ടിയ 5 വർഷം അവിടെ ആഘോഷിച്ചു. 5 വർഷം കഴിഞ്ഞപ്പോൾ ഇതാ തന്നെ അവിടെ കൊണ്ടാക്കി, തന്നെ നരഭോജികൾ തിന്നു, താനും ഇതാ ഒരു അസ്ഥിപഞ്ചരമായി അവസാനിച്ചു. പക്ഷേ ബുദ്ധിയുള്ള മനുഷ്യൻ എന്നാ ചെയ്തേ? തനിക്ക് കിട്ടിയ ഈ 5 വർഷത്തെ അവസരം കൊണ്ട് താനിനി ചെല്ലാൻ പോകുന്ന മണ്ഡലത്തെ മനോഹരമാക്കി മാറ്റി. അതല്ലേ ബുദ്ധി? എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഇവിടെ ഞാൻ നിങ്ങൾ ചെല്ലാൻ പോകുന്ന മണ്ഡലത്തെ മനോഹരമാക്കണ്ട, അത് ഓൾറെഡി മനോഹരമാ. അവിടെ ചെല്ലാൻ നമ്മൾ മനോഹരമായാൽ മതി. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ മനോഹരമായാൽ മതി. അപ്പൊ ഇവിടെ ബുദ്ധിയുള്ളവരായിരിക്കണം നമ്മൾ. അല്ലാണ്ട് ബുദ്ധിയില്ലാത്ത കന്യകമാരെ പോലെ ആയിരിക്കരുത്. ബുദ്ധിയില്ലാത്ത കന്യകമാർ യേശുവിനെ കർത്താവായി സ്വീകരിച്ചു. അവർ യേശുവിനെ കർത്താവ് വിളക്കെടുത്തു. പക്ഷേ അവരൊരുങ്ങിയില്ല, എണ്ണ എടുത്തില്ല, ഒരുക്കം ഉണ്ടായില്ല. ഹല്ലേലൂയ. ബുദ്ധിയുള്ളവർ വിളക്കോട് ചേർന്ന് യേശുവിനെ കർത്താവായി സ്വീകരിക്കുന്നതോട് ചേർന്ന് അവർ ഒരുങ്ങി ദൈവ ഇഷ്ടം ചെയ്തു. മനസ്സിലാവുന്നുണ്ടോ? ഇതേപോലെ ആയിരിക്കണം ഞാനും നിങ്ങൾ. അതുകൊണ്ട് എന്നെ ഈ ശബ്ദ കാഴ്ചവതിൽ കേൾക്കുന്ന എല്ലാ മക്കളും ശ്രദ്ധിക്കുക. ഒരു ചെറിയ ആയുഷ്യുള്ളൂ. ഏത് സമയവും ഇതാ നമ്മളുടെ ജീവിതമാകുന്ന ലൈറ്റ് ഇതാ കെട്ടുപോകും. ഈ ലൈറ്റ് കെട്ടുപോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതാ ഈ ശരീരം ഇനി അനങ്ങത്തില്ല, ഇനി ഒന്നും അനങ്ങത്തില്ല. എൻ്റെ ആൻറ്റിയുടെ ശരീരം ആ ശവപ്പെട്ടിയിൽ അച്ഛൻ ശുശ്രൂഷകളൊക്കെ കഴിഞ്ഞിട്ട് അതൊരു ഭൂമി അറയാണ്, സെല്ല്. ആ സെല്ലിൽ അങ്ങ് വെച്ചപ്പോൾ ഞാൻ നോക്കുമ്പോൾ സെല്ലിൻ്റെ മറു സൈഡ് ഞാൻ കുനിഞ്ഞു നോക്കി. അപ്പോൾ ഒരു പലകയോ ഒരു ഷീറ്റ് വെച്ച് അങ്ങ് അടച്ചേക്കുക, മാറ്റാൻ പറ്റുമോ? അപ്പോൾ ഒരാൾ പറഞ്ഞു, ഇവിടുന്ന് ഒരൊറ്റ തള്ളു തള്ളിയാൽ അതായത് അപ്പുറത്തൊരു കിണർ അത് വലിയൊരു ആഴം, അതിലേക്ക് അങ്ങ് പോകുമെന്ന് പറഞ്ഞു. മനസ്സിലായി? ഇനി ആ ബോഡി വേറെ ഒന്നിനും കൊള്ളില്ല, അത് പോവുള്ളൂ, അത് താഴേക്ക് പോവുക. അപ്പോൾ ബോഡി അവിടെ വെച്ച് നിൽക്കിക്കഴിഞ്ഞപ്പോൾ എൻ്റെ അകത്ത് വന്നൊരു സ്വരമാണ്, ഡിസ്പ്ലേ ലൈഫ് എൻഡ്, ഡിസ്പ്ലേ ലൈഫ് എൻഡ് ഓർ എൻഡ് ഓഫ് ഡിസ്പ്ലേ ലൈഫ്. ഡിസ്പ്ലേ ചെയ്യുന്ന, അതായത് ഒരു മോണിറ്റർ ഇല്ലേ, കമ്പ്യൂട്ടർ മോണിറ്റർ, അത് കെട്ടുപോയി. കമ്പ്യൂട്ടർ മോണിറ്റർ കെട്ടുപോയ കമ്പ്യൂട്ടറിന്റെ ഉള്ളിലുള്ള ചിന്തകളൊന്നും അതിലൂടെ കാണാൻ പറ്റത്തില്ല. ഇതേപോലെ ആ വ്യക്തിയുടെ ഉള്ളിലുള്ള ചിന്തകൾ കാണുന്ന ഒരു മോണിറ്റർ ആയിരുന്നു ആ വ്യക്തി. ഹല്ലേലൂയ. ഇപ്പൊ ഈ മോണിറ്റർ ഡെഡായി. എന്നാൽ ശരിക്കും ആ വ്യക്തിയുടെ ഉള്ളിലുള്ള ചിന്തകളെക്കാൾ ദൈവത്തിന്റെ ചിന്തകളാണ് ആ വ്യക്തിയിലൂടെ കാണേണ്ടത്. മനസ്സിലായോ? നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ ഭൂമിയിലെ മോണിറ്ററുകളാണ്. നമ്മൾ ശരിയായി ഫങ്ഷൻ ചെയ്താൽ ദൈവത്തിന്റെ ഭൂമിയിലെ മോണിറ്ററുകളാണ്. ദൈവത്തിന്റെ ചിന്തകളാണ് നമ്മിലൂടെ ഭൂമിയിൽ വെളിപ്പെടേണ്ടത്. ആരെപ്പോലെ? ക്രിസ്തുവെ പോലെ. ഇതാ ക്രിസ്തു പറയുന്നത്, എൻ്റെ പിതാവ് പറയുന്നതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പൊ പിതാവ് പറയുന്നത് ആരുടെ ചിന്തയാ? പിതാവിന്റെ ചിന്ത. അപ്പൊ ഭൂമിയിലുള്ള ഒരാളത് എങ്ങനെയാ കാണുന്നേ? ക്രിസ്തുവെ നോക്കിയാൽ മതി, പിതാവിന്റെ ചിന്തകൾ ക്രിസ്തുവിലൂടെ കാണാ. ഇതാ ക്രിസ്തു പറഞ്ഞേ, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. മനസ്സിലായോ? അപ്പൊ പിതാവ് എവിടെയാ? സ്വർഗത്തിൽ. ഞാൻ എവിടെയാ? ജഡത്തിൽ, ഭൂമിയിൽ. അപ്പൊ ഈ ജഡത്തിലൂടെ ശ്രദ്ധിക്കുക, ഈ ജഡത്തിലൂടെ കാണപ്പെടുന്നത് ദൈവത്തെയാണ്. മനസ്സിലായോ? അപ്പൊ നമ്മുടെ ജഡം ആർക്കു വേണ്ടി പ്രകാശിക്കണോ? ദൈവത്തിനായി പ്രകാശിക്കണം. അതാണ് ജയം.
ഇതാണ് ക്രിസ്തു കാണിച്ച മാതൃക. മനസ്സിലായോ? ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പക്ഷെ തൻ്റെ മാറിലിരിക്കുന്ന പുത്രൻ ആ പിതാവിനെ പ്രകാശിപ്പിക്കുന്നു, വെളിപ്പെടുത്തുന്നു. മനസ്സിലായോ? അല്ലാണ്ട് പുത്രൻ പിതാവായതുകൊണ്ടല്ല. പുത്രൻ നമുക്ക് നിത്യപിതാവാണ്. നിത്യപിതാവായ പുത്രനും നമുക്കും ഒരു പിതാവുണ്ട്, സ്വർഗസ്ഥ പിതാവ്. ഇത് നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. അപ്പോ എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഈ ആത്മമണ്ഡലത്തിൽ അറിവില്ലാത്ത കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ സുവിശേഷത്തിന്റെ അജ്ഞതയിലേക്ക് നമ്മൾ കടന്നുപോയി. ജാതികളെ പോലെ സ്തുതിച്ചും ആരാധിച്ചും കാര്യങ്ങളെ നേടിയെടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇനി എന്താണോ പ്രിപ്പയർ ഫോർ വാട്ട് കംസ് ആഫ്റ്റർ, ഇനി എന്താണോ നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത്, അതിനു വേണ്ടി വേണം നമ്മൾ ഇവിടെ പ്രവർത്തിക്കാൻ. മനസ്സിലാവുന്നുണ്ടോ? ആ ബുദ്ധിയുള്ള വ്യക്തി എന്ത് ചെയ്തു? 5 വർഷത്തിന് ശേഷം തന്നെ എവിടെ കൊണ്ടേ ആകുന്നുവോ ആ ദേശത്തിന്റെ ഭീകരത മാറ്റി അതിനെ മനോഹരമാക്കി. അല്ലേ? ഹല്ലേലൂയ. ഇത് തന്നെയല്ലേ നമ്മളോടും 1 തിമോത്തി 6-ാം അധ്യായത്തിൽ പറയുന്നത്, വരും കാലത്തേക്ക് നല്ലൊരു അടിസ്ഥാനമിടുക നിങ്ങൾ. ഹല്ലേലൂയ. വരും കാലത്തേക്ക് ദൈവത്തിന്റെ വചനം പറയുന്നു, ഈ ലോകത്തിലെ ധനവാന്മാരോട് ഇവിടെ കിട്ടിയ ധനം കൊണ്ട് അതിൽ അഹങ്കരിക്കുകയല്ല വേണ്ടത്, പകരം വരും കാലത്തേക്ക് നല്ലൊരു അടിസ്ഥാനമിടുവാൻ ആജ്ഞാപിക്കുക. ഈ വ്യക്തി അതല്ലേ ചെയ്തത്? തൻ്റെ വരുംകാലത്ത് ഇതാ തന്നെ അവിടെ കൊണ്ടാക്കിയാൽ താൻ നശിച്ചു പോകും. അപ്പോൾ താൻ പോകുന്ന നശിക്കുന്ന മണ്ഡലത്തെ മാറ്റിയിട്ട് ഇതാ താൻ നിത്യം ജീവിക്കുന്ന തലത്തിലേക്ക് അത് മാറ്റി. ഹല്ലേലൂയ. അപ്പോ ഇതേപോലെ തന്നെ നമ്മൾ പോകേണ്ട സ്ഥലം എങ്ങോട്ടാ? യഥാർത്ഥത്തിൽ നിത്യനരകത്തിലേക്കാണ്. അല്ലേ? ആദത്തിൽ നാം മരിക്കും, നരകത്തിലേക്കാണ് പോകുന്നത്. പക്ഷേ ഈ ജീവിതത്തിലൂടെ നമുക്ക് അത് നരകം മാറ്റി സ്വർഗമാക്കി മാറ്റാനുള്ള ക്രമീകരണം ആര് ചെയ്തിട്ടുണ്ട്? സ്വർഗീയ പിതാവ് ക്രിസ്തുവിലൂടെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് മനസ്സിലാക്കിയിട്ട് ആ ക്രമീകരണം നമ്മൾ ഉപയോഗിക്കണം, സത്യസന്ധമായി ഉപയോഗിക്കണം. ജനത്തെ അതിന് കൂട്ടുപിടിക്കാൻ പോകരുത്. കാരണം ജനം കറപ്ഷൻ, എന്താ പറയുക, തെറ്റായി ചിന്തിക്കുന്ന ഒരു തലത്തിലാണ് അവരെ. അപ്പോൾ അതിലേക്ക് പോകരുത്. കാരണം പിശാചാണ് സർവ്വലോകത്തെയും വാഴുന്നത്. അവൻ നമ്മളുടെ ചിന്തകളെ തെറ്റായി നയിക്കും. ശരിയെന്ന് നമ്മൾ തോന്നും, ഇതാണ് വെളിച്ചം എന്നൊക്കെ തോന്നും, പക്ഷെ അതല്ല വെളിച്ചം എന്ന തലത്തിലേക്ക് മാറ്റപ്പെടുവാനായിട്ട് ഇടയാകും. അപ്പോൾ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ശ്രദ്ധിക്കുക, ഇത് മനസ്സിലാക്കുക. നമ്മൾ ഈ ജീവിതം കൊണ്ട് തീരുന്നില്ല. ഈ ജീവിതത്തെ ആണ് ബൈബിളിൽ ഒരു ഭാഗം കാണിച്ചിരിക്കുന്നത്. വായിച്ചാട്ടെ. നമ്മൾ 1 തിമോത്തി 6-ാം അധ്യായത്തിൽ ഈ പറഞ്ഞ ഭാഗം ഉണ്ടല്ലോ, വരും കാലത്തേക്ക് നല്ലൊരു അടിസ്ഥാനം ഇടാൻ പറഞ്ഞിരിക്കുന്നേ. ഈ ലോകത്തിലെ ധനവാന്മാരുടെ ഉന്നത ഭാവം കൂടാതിരിപ്പ്. അന്ന് വായിച്ചേ 17 മുതൽ. ഈ ലോകത്തിലെ ധനവാന്മാരോട് ഉന്നതഭാവം കൂടാതെ ഇരുപ്പാനും നിശ്ചയമില്ലാത്ത ധനത്തിലല്ല, നമുക്ക് സകലവും ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ദൈവത്തിൽ ആശ വെപ്പാനും നന്മ ചെയ്യുവാനും സൽപ്രവർത്തികളിൽ സമ്പന്നരായി ദാനശീലരും ഔദാര്യമുള്ളവരുമായി സാക്ഷാലുള്ള ജീവനെ പിടിച്ചുകൊള്ളേണ്ടതിന് വരും കാലത്തേക്ക് നല്ലൊരു അടിസ്ഥാനം നിക്ഷേപിച്ചു കൊള്ളുവാനും ആജ്ഞാപിക്കാം. വരും കാലത്തേക്ക് എന്നാ വേണം? നല്ലൊരു അടിസ്ഥാനം നിക്ഷേപിക്കുക. അടുത്താക്കി ഷെയ്ക്കാൻ്റെ എടുത്തിട്ട് പറ, വരും കാലത്തേക്ക് നല്ലൊരു അടിസ്ഥാനം നിക്ഷേപിക്കാൻ പറ. ഹല്ലേലൂയ. വരും കാലത്തേക്ക് നല്ലൊരു അടിസ്ഥാനം നിക്ഷേപിക്കാൻ. ഒന്നുകൂടി പറഞ്ഞേ. ഓൺലൈനിലായിരിക്കുന്നവരും പറയാം, വരും കാലത്തേക്ക് നല്ലൊരു അടിസ്ഥാനം. കാരണം മക്കളെ, നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഫ്യൂസായി പോകുന്നത് പോലെ ഏത് സമയം ഫ്യൂസായി പോവാ. അപ്പൊ ഇവിടെ ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ ഈ കാലത്തിന് വേണ്ടി മാത്രം കരുതുന്നതല്ല, വരും കാലത്തേക്ക് കരുതുന്നവനാണ്. മനസ്സിലാവുന്നുണ്ടോ? മറ്റത് ഇവിടെ മാത്രം കരുതിയാൽ അവനെ ബൈബിൾ വിളിക്കുന്ന പേര് വിഡ്ഢിന്നാ. ഹല്ലേലൂയ. ലൂക്കോസ് സുവിശേഷം ഞാൻ ചിന്തിക്കുന്നത് 16-ാം അധ്യായം തോന്നുന്നു. അവിടെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ദൈവം ചോദിക്കുകയാണ്, ഒരുത്തൻ പറയുകയാണ്, ഞാൻ എൻ്റെ കളപ്പുരകളെ പൊളിച്ചു വലുതാക്കി അതൊക്കെ നിറച്ച് കൂട്ടി പോകുമെന്ന് പറഞ്ഞപ്പോ ദൈവം അവനെ വിളിക്കുന്ന പേരാണ് മൂടാ. അപ്പൊ ഈ ലോകത്തിലെ മാത്രം കരുതുന്നത് എന്നെ വിളിക്കണേ? ദൈവം വിളിക്കുന്ന ഇരട്ടപ്പേരാണ് മൂടാ. ഇന്ന് നിന്റെ ആയുസിനെ ജീവനെ ഞാൻ ചോദിച്ചാൽ നീ കൂട്ടിവെച്ചത് ആർക്കാകും? പക്ഷെ അതേ ദൈവം പറയാണ്, വരും കാലത്തേക്ക് നല്ലൊരു അടിസ്ഥാനമിടാൻ ഓർപ്പിക്കുകയാ. കിട്ടിയോ ആ ഭാഗം? കിട്ടിയെങ്കിൽ വായിക്കാം കേട്ടോ. ഹല്ലേലൂയ. വരും കാലത്തേക്ക് നല്ലൊരു അടിസ്ഥാനം നമ്മൾ ഓൾറെഡി വായിച്ചു കഴിഞ്ഞു. ഇവിടെ വിളിക്കുകയാണ് മൂടാ. ഹല്ലേലൂയ. അപ്പോ ഈ ഒരു കാര്യം നമ്മൾ ഒന്ന് തിരിച്ചറിയണം. അപ്പൊ നമ്മൾ
ബുദ്ധിയുള്ളവരാണോ മൂഢന്മാരാണോ എന്ന് നമ്മളെ കുറിച്ച് തന്നെ ഒന്ന് മനസ്സിലാക്കുവാനായിട്ട് ഇടയാകണം. ഓ ലോർഡ്, ഐ ലവ് യു ഫാദർ, വി താങ്ക് യു ലോർഡ്. 12:20 വായിച്ചോളൂ. മൂഢ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും എന്ന് പറഞ്ഞു. മനസ്സിലായോ? അവിടെ പറയണ നീ ദൈവം അവനോട് മൂഢ. അപ്പൊ ദൈവം ഇരട്ടപ്പേരൊക്കെ വിളിക്കുമല്ലേ? ദൈവം അവനോട് പറയാണ്, മൂഢ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും. അതായത് ജീവൻ പോകുന്നു, നീ ഫ്യൂസായി പോകും. ഭയങ്കര സമ്പന്നൻ. നമുക്ക് വേണമെങ്കിൽ വല്ല ഷെയ്ക്കോ, ഈ നാൾ നമ്മുടെ വലിയൊരു സമ്പന്നൻ ഇവിടെ മരിച്ചു, രത്തൻ ടാറ്റ അല്ലേ? ഹല്ലേലൂയ. ഇവിടെ പറയാണ്, മൂഢ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, നിന്റെ ജീവനെ ചോദിക്കും, നീ ഫ്യൂസായി പോകും, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. എന്നിട്ടാ താഴെ പറയാണ്, ദൈവിക വിഷയമായി സമ്പന്നനാകണം. മനസ്സിലായോ? അതായത് ദൈവം വെച്ച വ്യവസ്ഥയിലേക്ക് സമ്പന്നനാണ്. അടുത്ത ഫേസിലേക്ക് നീ നല്ലൊരു അടിസ്ഥാനം നിക്ഷേപിക്കുന്നവനാണെങ്കിൽ നീ ദൈവിക വിഷയമായി സമ്പന്നനാണ്. അതുകൊണ്ടാണ് നീ അടുത്ത ഫേസിലേക്ക് ചിന്തിച്ചേ. മൂഢന്മാരൊക്കെ ഈ ഫേസിനെ കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ജ്ഞാനികൾ അടുത്ത ഫേസിനെ കുറിച്ചാണ് ചിന്തിക്കണേ. മനസ്സിലായോ? ആ രാജാവായ വ്യക്തി, രാജാവാകാൻ അവസരം കിട്ടിയ വ്യക്തി, താൻ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാനല്ല, താൻ ഇപ്പോൾ ആയിരിക്കുന്ന സ്ഥലത്ത് എസ്റ്റാബ്ലിഷ് ചെയ്യാനല്ല പോയത്. അവിടുത്തെ സുഖങ്ങളും സൗകര്യങ്ങളും അനുഭവിച്ച് അവിടെ കിടന്ന് സുഖിച്ചു പുളയ്ക്കാനല്ല പോയത്. പകരം താൻ എവിടെയാണോ പോകുന്നത് ആ ദ്വീപിനെ, നരഭോജികളുള്ള കാടായ ആ ദ്വീപിനെ മനോഹരമാക്കുവാൻ തൻ്റെ ഇപ്പോഴുള്ള ആളുകളെ ഉപയോഗിച്ചു, തൻ്റെ ഇപ്പോഴുള്ള സമ്പത്ത് ഉപയോഗിച്ചു, തൻ്റെ ഇപ്പോഴുള്ള അധികാരം ഉപയോഗിച്ചു. അങ്ങനെ എല്ലാം കൊണ്ടും തൻ്റെ വരും കാലത്തേക്ക് നല്ലൊരു അടിസ്ഥാനം നിക്ഷേപിച്ച് തൻ്റെ ആ ദുഷ്കരമായ ഭാവിയെ താൻ മനോഹരമാക്കി മാറ്റി. ഇതേപോലെ ആദത്തിൽ നമ്മുടെ ദുഷ്കരമായ ഭാവി, ആദത്തിൽ എല്ലാവരും മരിക്കുന്നു, അതിനെ നമുക്ക് ക്രിസ്തുവിൽ മനോഹരമാക്കി എടുക്കാൻ പറ്റും. അല്ലാണ്ട് ക്രിസ്തുവിന്റെ പേരിൽ ഒരു മതം ഉണ്ടാക്കി ആരാധിച്ച് അവസാനിക്കുകയല്ല. ഹല്ലേലൂയ. ക്രിസ്തു എന്താണോ നമ്മളോട് പറഞ്ഞത്, ക്രിസ്തു എങ്ങനെയാണോ ജീവിച്ചത്, അതേപോലെ ദൈവേഷ്ടം ചെയ്യാൻ വേണ്ടി നാം ജീവിക്കണം. അല്ലാണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ നടത്താൻ വേണ്ടി നാം ക്രിസ്തുവെ പ്രത്യാശ വെച്ചാൽ വചനം പറയുന്നു, നീ സകല മനുഷ്യരിൽ അരിഷ്ടനാ. ഹല്ലേലൂയ. കാരണം ആ ദ്വീപിലെ കാര്യങ്ങൾ അതായത് ഇപ്പൊ താൻ എവിടുത്തെ രാജാവായിരിക്കുന്നുവോ അവിടുത്തെ കാര്യങ്ങളാണ് താൻ ചെയ്തെടുക്കാൻ പോകുന്നതെങ്കിൽ ഇന്നത്തെ ക്രിസ്ത്യാനികളെ പോലെയാ. താൻ വെളിച്ചമെന്ന് ചിന്തിക്കുന്ന വെളിച്ചം ഇരുട്ടായി മാറും. ഇതാണ് ലൂക്കോസ് 15:19 പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? കാരണം ഇപ്പോൾ നീ ആയിരിക്കുന്ന മണ്ഡലത്തെ മനോഹരമാക്കുന്നത് മാത്രമേ നീ ശ്രദ്ധിക്കുന്നുള്ളൂ, വരും കാലത്തേക്കുള്ള കാര്യങ്ങൾ നീ ശ്രദ്ധിക്കുന്നില്ല. ഹല്ലേലൂയ. അപ്പൊ നമ്മളിവിടെ ബാലൻസ്ഡ് ആയിരിക്കണം. ഇതാണ് 1 Corinthians 15:19 വായിച്ചേ. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. നാം ഈ ആയുസ്സിൽ മാത്രമാണ് പ്രത്യാശ വെച്ചിരിക്കുന്നെങ്കിൽ ഇതിനു മുമ്പ് ആ ദ്വീപ് ഭരിച്ച രാജാക്കന്മാരെ പോലെ ഇരിക്കും. അവര് 5 വർഷമോ ഭരിച്ചു, വളരെ നല്ല രീതിയിൽ അത് ഭക്ഷിക്കുകയും ആഘോഷിക്കുകയും ഒക്കെ ചെയ്തു. അതിനുശേഷം നരഭോജികൾക്ക് ഏറെയായി. അപ്പൊ ഇതേപോലെയായി തീരുന്നത് പോലെ ഇവിടെ പറയാണ്, ഈ ആയുസ്സിൽ മാത്രമാണ് നിനക്ക് ക്രിസ്തുവിൽ പ്രത്യാശ. ഭയങ്കര ആരാധനയും പാട്ടും പ്രാർത്ഥനയും ഒക്കെയായി ഈ ആയുസ്സിൽ. ആരാധിച്ചാൽ എനിക്ക് കിട്ടും അനവസ്ത്രാദി സർവ്വ നന്മകൾ, ഇതൊക്കെ പറഞ്ഞ് അവിടുത്തെ പാട്ടൊക്കെ പാടി അങ്ങനെ ഇരിക്കുക. അവിടെയാണ് ദൈവവചനം പറഞ്ഞത്, നീ സകല മനുഷ്യരിൽ അരിഷ്ടനാണ്. ക്രിസ്തുവിൽ പ്രത്യാശയാണ്, സകല മനുഷ്യരിൽ അരിഷ്ടനാണ്. മനസ്സിലായോ? അപ്പൊ ഈ ആയുസ്സിൽ നാം നിൽക്കുമ്പോ അതുകൊണ്ട് ലോകത്തെ ആസ്വദിക്കുന്നവൻ ആസ്വദിക്കാത്തവനെ പോലെയും. മനസ്സിലായോ? കാരണം ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ട്, നല്ല കാര്യം, ദൈവമാണ് തന്ന ദൈവത്തിന് നന്ദി പറയുക. പക്ഷെ അതെല്ലാം ട്രേഡ് ചെയ്ത് അടുത്തതിലേക്ക് കൊണ്ടുപോവുക. മനസ്സിലാവുന്നുണ്ടോ? അല്ല, ഇതാണ് അബ്രഹത്തെ കുറിച്ചൊക്കെ പറയുന്നത്. അബ്രഹാം വെള്ളിയിലും പൊന്നിലും ഒക്കെ വലിയ സമ്പന്നനായിരുന്നു. പക്ഷെ തൻ്റെ നോട്ടം ഇവിടെ ഒന്നും അല്ലായിരുന്നു. തൻ്റെ നോട്ടം എന്ന് പറയുന്നത് ദൈവശില്പിയായി നിർമ്മിച്ച ആ പുതു യെരൂശലേമിലേക്കായിരുന്നു തൻ്റെ നോട്ടം മുഴുവൻ. ഹല്ലേലൂയ. നമുക്ക് അങ്ങനെ ഒരു പാട്ടും കൂടി ഉണ്ട്. ഹല്ലേലൂയ. ദൈവശില്പിയായി നിർമ്മിച്ച പുതിയ യെരൂശലേം, അബ്രഹാം പോലൊരു
ഹല്ലേലൂയ. അത് ഇടയ്ക്കൊന്ന് പാടണേ. ഹല്ലേലൂയ. അപ്പോ ആ പാട്ട് നമ്മൾ എബ്രാഹത്തിന്റെ കാഴ്ചപ്പാടാ. ആ പുതിയ യെരൂശലേം താൻ ഇവിടെ ഇതാ വെള്ളിയിലും പൊന്നിലും ഒക്കെ ബഹുസമ്പന്നനായി നിൽക്കുമ്പോഴും താൻ ആ സമ്പത്തിലേക്കല്ല നോട്ടം. ആ സമ്പത്തൊക്കെ തന്ന ദൈവത്തിന് നന്ദി പറഞ്ഞ് താൻ മുന്നോട്ടേക്ക് പോകുമ്പോൾ തൻ്റെ നോട്ടം മുഴുവൻ ഇതാ ആ പുതിയ യെരൂശലേമിലേക്കാണ്. ഇതേപോലെ ആയിരിക്കണം നമ്മൾ ഓരോരുത്തരും. അപ്പൊ ഇവിടെ പറയാണ്, ദൈവിക വിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവന്റെ കാര്യം ഇങ്ങനെയാകുന്നു. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ മക്കളെ, നമ്മളിലേക്ക് നോക്കിയേ, നമ്മൾ ഇതിൽ ഏത് ഗണത്തിൽപ്പെടുന്നു? ആദ്യത്തെ രാജാക്കന്മാരായ അവസരം കിട്ടിയവരൊക്കെ കിട്ടിയ അവസരം മുതലെടുത്ത് അവരങ്ങനെ സുഖിച്ചു. അവിടുത്തെ എല്ലാ ബെനിഫിറ്റും ഒക്കെ അനുഭവിച്ച് അവർ സുഖിച്ച് അവസാനം അടുത്ത സെക്ഷനിൽ അവർ നശിച്ചു. പക്ഷെ ഈ രാജാവ് അങ്ങനെയായിരുന്നില്ല. തനിക്ക് അവസരം കിട്ടിയ അവസരം മുഴുവൻ താൻ ചെല്ലാൻ പോകുന്ന മണ്ഡലത്തിൽ തൻ്റെ ഭാവിയെ മനോഹരമാക്കി. നമ്മളിതിൽ ഏതാ? ദൈവം മൂടാന്ന് വിളിക്കുന്ന ഗണത്തിലാണോ? അതോ ഇതെല്ലാം കേട്ടിട്ട് കേട്ടു ബ്രദറെ, കേട്ടു, എല്ലാം കേട്ടിട്ട് ജീവന്റെ കച്ചവടക്കാരായോ ഇതുവരെ? നമ്മുടെ ഉള്ളിൽ ജീവൻ നിറഞ്ഞ കൊടുക്കാൻ പാകത്തിന് നമ്മുടെ ഉള്ളിലുണ്ടോ? നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലല്ലേ കൊടുക്കാൻ പറ്റൂ. അല്ലെങ്കിൽ നമ്മൾ എന്നാ പറയും? അന്ത്യനാളുകളിൽ ആളുകൾ പറയുന്നത് പോലെ, എനിക്കും നിനക്കും തികയാതെ വരുന്നത് കൊണ്ട് അപ്പൊ ഞാൻ തരാൻ എനിക്ക് എൻ്റെ കയ്യിൽ ഇല്ല, എൻ്റെ കയ്യിൽ ഇല്ല. ശുശ്രൂഷന്മാരെ പലരും, ഞാനൊക്കെ തുടക്കത്തിലെ ശുശ്രൂഷ ചെയ്യാൻ നേരത്ത് ശ്രദ്ധിച്ചോട്ടോ, ഈ ഒറ്റയ്ക്ക് ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ വലിയ പവറൊക്കെയാ. പക്ഷെ മറ്റുള്ളവരുടെ മുമ്പിൽ ശുശ്രൂഷിക്കാൻ പോകുമ്പോൾ എന്ന് പറഞ്ഞ് താഴേക്ക് പോകും. കൊടുക്കാനില്ല. എനിക്കുള്ളതുണ്ട്, മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ളത് ഇല്ല. ചിലർ പറയുന്നു, ഇതാണല്ലോ എൻ്റെ അവസ്ഥ അല്ലേ? കൊടുക്കാനുള്ളതില്ലെന്നേ. എനിക്കുള്ളതുണ്ട്, പക്ഷെ കൊടുക്കാൻ ഇല്ല. അവിടെ ചെല്ലുമ്പോൾ മൊത്തം ചുണ്ടും വരണ്ട്, മൊത്തം ഇതായി, ഒന്നും കൊടുക്കാനില്ല. എന്താ പറയുക, ഈ രാത്രിയിൽ ബൾബ് കത്തണ പോലെ. പണ്ടത്തെ കാലത്ത് രാത്രി ബൾബ് കത്തണണ്ട, മിന്നി കത്തും. കാരണം പകല് വലിയ കുഴപ്പമില്ല, രാത്രി ഒരു 6-7 മണിയായി കഴിയുമ്പോൾ ലൈറ്റൊക്കെ മിന്നും. കാരണം വോൾട്ടേജ് ഇല്ലെന്ന് പറയണേ. അപ്പൊ നേരത്തെ ഉണ്ടായതോ? ഉണ്ടായിരുന്നു. അപ്പൊ അധികം ആൾ ഉപയോഗിക്കുന്നില്ലായിരുന്നു. 2-3 ബൾബൊക്കെ എവിടെയെങ്കിലും കത്തിച്ചുള്ളൂ. പക്ഷെ രാത്രി ആയപ്പോൾ 2-3 ബൾബല്ല, 100-150 ബൾബ് ഒരുമിച്ച് കത്താൻ തുടങ്ങിയപ്പോൾ വോൾട്ടേജ് താഴേക്ക് പോയി. അപ്പൊ മറ്റുള്ളവർക്ക് കൊടുക്കാനുണ്ടെങ്കിലോ അത് കത്തി നിൽക്കും, അല്ല എങ്കിൽ പെട്ടെന്ന് തളർന്നു പോകും. മനസ്സിലാവുന്നുണ്ടോ? അവൾ ആത്മാവിൽ വളരുന്നതിനനുസരിച്ച്, അതാണ് പറയുന്നത്, ദൈവിക വിഷയമായി സമ്പന്നനാകണം, മറ്റുള്ളവർക്ക് കൊടുക്കാനുണ്ടാകണം. യേശു പറയാണ്, ഞാൻ വന്ന ജീവൻ തരാനും സമൃദ്ധിയായി തരാനാ വന്നേക്കണേ. ഡിസ്ട്രിബ്യൂട്ടറാ, ജീവന്റെ ഡിസ്ട്രിബ്യൂട്ടറാ. ഹല്ലേലൂയ. പിതാവ് പറയാണ്, ഞാൻ ജീവനെ അവന് കൊടുത്തിട്ടുണ്ട്. പുത്രനുള്ളവന് ജീവനുണ്ട്, പുത്രനില്ലാത്തവന് ജീവൻ ഇല്ല. അപ്പൊ പിതാവ് ജീവന്റെ സോഴ്സാണ്. മനസ്സിലാവുന്നുണ്ടോ? യേശു പറയുന്നു, ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവിൻ മൂലം ജീവിക്കുന്നത് പോലെ എന്നെ തിന്നാൽ ഞാൻ മൂലം ജീവിക്കും. ഇവിടത്തം കിട്ടിയോ? അപ്പൊ മൊത്തം ജീവന്റെ സപ്ലയേഴ്സാ, ജീവന്റെ വ്യാപാരികളാ. ഹല്ലേലൂയ. അപ്പൊ ഇത് വ്യക്തതയോടെ തിരിച്ചറിഞ്ഞ്, എൻ്റെ പ്രിയ മക്കളെ, നിങ്ങൾ ഇനി അടങ്ങിയിരിക്കരുത്. കുറച്ച് നാൾക്കുള്ളിൽ ഏത് സമയം എന്ന് അറിഞ്ഞൂടാ, അടുത്ത നിമിഷമാണോ ഞാനുണ്ടോ നിങ്ങളുണ്ടോ എന്ന് അറിയത്തില്ല. ഞാനുണ്ടോ നിങ്ങളുണ്ടോ എന്ന് അറിയത്തില്ല. ഏത് സമയവും നമ്മുടെ ഈ ജീവിതം ഓഫായി പോകാം. ഹല്ലേലൂയ. എൻ്റെ കൂടെ പഠിച്ച ഒരു ഡോക്ടറുടെ മോനുണ്ട്, തൃപ്പൂണിത്തുറക്കാരനാ. ഞങ്ങൾ സെന്റ് ആൽബർട്ട്സിൽ പഠിക്കുമ്പോൾ വളരെ ആക്റ്റീവായിരുന്നു, ക്രിക്കറ്റിലൊക്കെ വളരെ ആക്റ്റീവായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ ഞങ്ങൾ കേട്ടു, ഒരു ഡോക്ടറുടെ മോനെ, തൃപ്പൂണിത്തുറയല്ലേ, ജയറാമാണോ വേറെ ആരെയോ ഓർക്കുന്നില്ല. അപ്പോ സുപ്രഭാതത്തിൽ കേട്ടു അവൻ മരിച്ചുപോയി. എന്തു പറ്റി? ഇവിടെ തൃശ്ശൂർ അവിടെ ഒരു സ്ഥലമുണ്ട്, നിങ്ങൾക്കൊക്കെ ഭയങ്കര ഫേമസ്, ഞാൻ പോയിട്ടില്ല അവിടെ കുളിക്കാൻ പോയതാ കൂട്ടുകാരായിട്ട്. ആള് പെട്ടെന്ന് സ്ലിപ്പായി ആ വെള്ളത്തിൽ പോയി മരിച്ചുപോയി. അന്ന് ഞങ്ങളൊക്കെ അവിടെ ചെന്നു. പക്ഷെ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല ആ മകൻ ഇത്ര പെട്ടെന്ന് പോകുന്നുള്ളത്. കാരണം ആരും ചിന്തിക്കുന്നില്ല. പെട്ടെന്നായിരുന്നു സംഭവം, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് ഈ ബൈക്കിലൊക്കെ കഴിഞ്ഞാൽ ഞങ്ങളുടെ അവിടെ ചൂണ്ടി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ ഒരു പാസ്റ്ററുടെ 2 മക്കള് ബൈക്ക് ഓടിച്ചു പോയതാ. പെട്ടെന്ന് ഒരു ബസ്സിലോ ട്രാൻസ്പോർട്ട് വണ്ടിയിലോ ട്രെയിലറിലോ എന്നോ കൂടിച്ചോ
ഇടിച്ചു. രണ്ടുപേരും ഒരേ സമയത്ത് എന്തോ എനിക്ക് ഒരാൾ പെട്ടെന്ന് മരിക്കുകയോ ഒരാൾ കുറച്ചാൾ ആശുപത്രി കിടന്നിട്ട് മരിക്കുകയോ എന്തൊക്കെയോ സംഭവിച്ചു. നമ്മൾ ആരെങ്കിലും ഇത് പ്രതീക്ഷിക്കുന്നുണ്ടോ? ആരും പ്രതീക്ഷിക്കുന്നില്ല അല്ലേ? മനസ്സിലാക്കിക്കോ, പ്രതീക്ഷിച്ചോ, ഏത് സമയം ഫ്യൂസായി പോകും, ഏത് സമയവും ഫ്യൂസായി പോകും. ഹല്ലേലൂയ. അപ്പോൾ അതിനു മുമ്പ് ഈ ലോകത്തിലെ മണ്ടൻ ബിസിനസ് മാത്രം കളിച്ച് അവസാനിക്കരുത്. മണ്ടൻ ബിസിനസ് ഞാൻ വയറിപ്പെട്ട് മാത്രം നടക്കുള്ളൂ. അത് ബാലൻസ്ഡ് ആയിരിക്കണം നമ്മൾ ചെയ്യുന്നത്. ഇവിടെ നിൽക്കത്തില്ല നമുക്ക്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രധാന ദൈവിക വിഷയമായി സമ്പന്നനായിട്ട് ഇത് നമ്മൾ ബാലൻസ് ചെയ്ത് പ്രവർത്തിക്കാനായിട്ട്. ഞാനിപ്പോൾ രണ്ടിലുള്ള ഒരാളാണ്. പക്ഷേ എന്നെ ആളുകൾ നോക്കുമ്പോൾ ഞാൻ ഓൾമോസ്റ്റ് ഈ ടൈം മുഴുവൻ ഇതിന് കൊടുത്തുകൊണ്ടേയിരിക്കുക. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ ബാലൻസ് ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് ഞാനൊരു കൃഷിക്കാരനാണ്. ഹല്ലേലൂയ. ഞാൻ കൃഷിക്കാരനാണ്. ഞാൻ അതിൻ്റെ ഭാഗങ്ങൾ നോക്കാൻ വേണ്ടി ഓടും. അതിൻ്റെ റിസർച്ച് കാരണം എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ ഞാൻ അതിൻ്റെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. എങ്ങനെയാണത് ഓരോ ഭാഗം ഓരോ ദിവസവും പഠിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അപ്പോൾ തന്നെ ഞാൻ ദുബായിലൊരു ബിസിനസ്സുകാരനാണ്. പക്ഷെ അത് ഞാൻ വളരെ കുറച്ച് കൊണ്ടുവന്നിരിക്കുക. കാരണം എനിക്ക് ടൈം ഈ മണ്ഡലത്തിൽ കൊടുക്കേണ്ടതുണ്ട്. കാരണം ഏത് സമയം ഇത് ഫ്യൂസ് ആകാം. ഇത് ഫ്യൂസ് ആയാലും ഞാൻ വരാൻ പോകുന്ന മണ്ഡലത്തിൽ നല്ലൊരു ഫൗണ്ടേഷൻ ഉണ്ടാകുവാനായിട്ട് ഇടയാണ്. അപ്പോൾ നമ്മളിത് ശ്രദ്ധിച്ചോളണം. നാളെ ആകട്ടെ എന്ന് മറ്റുള്ള കാര്യങ്ങൾക്ക് പറയാമെങ്കിലും ഇതിന് പറയാൻ പാടില്ല. അപ്പോൾ ഇത് വളരെ ശ്രദ്ധയോടുകൂടി ആയിരിക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? നമുക്കിനി വരാൻ പോകുന്നതിനെ കുറിച്ച് നല്ല ആ മണ്ഡലത്തിൽ, കാരണം ഇവിടെ നാം മനുഷ്യരോട് കൂടെ ജീവിക്കുന്നത്. ഇനി ശ്രദ്ധിക്കുക, ഈ വരാൻ പോകുന്ന മണ്ഡലത്തിൽ നാം മനുഷ്യരോട് കൂടെയല്ല ജീവിക്കാൻ പോണേ. അതാ ശ്രദ്ധിക്കുക. നമ്മൾ ഈ ഒരു ഭാഗം പറഞ്ഞിട്ട് ഈ ഒരു ചെറിയൊരു ഇന്റർവെല് തരികയാണ്. ഹല്ലേലൂയ. വരാൻ പോകുന്ന മണ്ഡലത്തിൽ ഇതാ നിങ്ങളിനി കാണേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇതിന് ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്, ജീവിതമാകുന്ന യാത്രയും മരണാനന്തര ജീവിതവും. ഓക്കെ. ഈ വരാൻ പോകുന്ന ആ മണ്ഡലത്തില് ഇതാ നമ്മൾ ഇത് ക്രോസ് ചെയ്തിട്ട് പിതാവിനോടും പുത്രനോടും കൂടെ കയറി ജീവിക്കുക. മനസ്സിലായോ? പിതാവോടും പുത്രനോടും കൂടെ ജീവിക്കുക. ഇതാണ് ഈ വരാൻ പോകുന്ന മണ്ഡലം. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു ജീവിതം കൊണ്ട് നമ്മുടെ ജീവൻ തീരുന്നില്ല. ഇത് നമ്മൾ തീരുമാനിക്കേണ്ടത്. മനുഷ്യനോടുകൂടിയുള്ള ജീവിതം ഫ്യൂസായി തീർന്നു. ഇനിയുള്ള ജീവിതം മുഴുവൻ നമ്മൾ ജയിച്ചാൽ ദൈവത്തോടു കൂടെയുള്ള ജീവിതമാണ്. പിടുത്തം കിട്ടിയ? അപ്പൊ നമ്മുടെ ജീവിതം ഇതേപോലെ കയറി അങ്ങ് പോവുകയാണ്. ശരീരം വിടും. ഈ ശരീരത്തിന് ഒരിക്കലും ദൈവത്തോടെ ജീവിക്കാൻ പറ്റത്തില്ല. ജഡരക്തങ്ങൾ സ്വർഗരാജ്യം അവകാശമാകുക ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? ദൈവം നിങ്ങൾക്ക് വളരെ നന്നായിട്ട് പഠിപ്പിച്ചു തരുന്നു. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. കാരണം ഈ സത്യം അറിയുമ്പോഴാണ് സത്യം നമ്മളെ സ്വതന്ത്രമാക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നു, അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിപ്പാൻ ഞാനും നിങ്ങൾ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പായി നിൽക്കേണ്ടി വരും. അത് കഴിഞ്ഞിട്ടാണ് തീരുമാനം എടുക്കുന്നത്. പിതാവോടുകൂടെ ജീവിക്കണോ വേണ്ടയോ, അതോ നരകത്തിലേക്ക് തീപ്പുകയിലേക്ക് തള്ളണോ എന്ന്. അപ്പോൾ നമ്മളുടെ ഈ ജീവിതം ഒരു ഭൂമിയിൽ ഒരു ലൈറ്റ് പ്രകാശിക്കുന്നത് പോലെ എപ്പോൾ വേണമെങ്കിലും ഫ്യൂസായി പോകാം. എപ്പോൾ വേണമെങ്കിലും ഫ്യൂസായി പോവാം. അപ്പോൾ ബുദ്ധിയുള്ളവരായി വരും കാലത്തേക്ക് നല്ലൊരടിസ്ഥാനം ഇവിടെ വെച്ച് ഇടാനായിട്ട് ദൈവം നമ്മെ ഓർപ്പിക്കുകയാണ്. മനസ്സിലായോ? ഹല്ലേലൂയ. അല്ലാതെ ഇവിടത്തെ മാത്രം ചെയ്തുകൊണ്ടിരുന്നാലോ മൂടൻ എന്നാ ദൈവം വിളിക്കുന്നത്. മൂടൻ. ഹല്ലേലൂയ. പിന്നെ അടുത്ത വിഷയം എന്ന് പറയുന്നത്, ഈ ജീവന്റെ വ്യാപാരം ചെയ്യുമ്പോൾ അത് മണ്ടം വ്യാപാരം ആകരുത്. യേശു ചെയ്തതുപോലെ ചെയ്യണം. ഹല്ലേലൂയ. ചുറ്റുപാടുള്ള ക്രിസ്ത്യാനികൾ ചെയ്യണ പോലെ ചെയ്യരുത്. യേശു ചെയ്യണത് പോലെ ചെയ്യണം. യേശു ചെയ്ത് കാണിച്ചു തന്നു, ഞാൻ വന്നത് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാനാ. ഹല്ലേലൂയ. എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്ത് ആ പ്രവർത്തി തികയ്ക്കുന്നതാണ് എൻ്റെ ആഹാരം. എന്നിട്ട് യേശു പറയുന്നു, ഞാൻ ജയിച്ചതുപോലെ നിങ്ങൾ ജയിക്കണം. എന്നാൽ ഇന്നും മണ്ടം വ്യാപാരം ചെയ്യുന്നവരിൽ പിതാവിൻ്റെ ഇഷ്ടമില്ല. അവരാപ്പടെ യേശുവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വിശുദ്ധ ബൈബിളിൽ എവിടെയാ പറഞ്ഞ് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാൻ? യേശു പറഞ്ഞത്, ഞാൻ ചെയ്തതുപോലെ നിങ്ങളും ചെയ്യുക, ഞാൻ ജയിച്ചതുപോലെ നിങ്ങളും ജയിക്കുക. ഇവിടെ ഇന്ന് മണ്ടം ബിസിനസ് ചെയ്യണ ആരാ പറയണേ ജയിക്കാൻ? ആരും പറയുന്നില്ല ജയിക്കാൻ. ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ പറയുന്ന ആരെങ്കിലും എനിക്കൊന്ന് അറിയിച്ചു തരണേ. ദൈവവചനം പറയുന്നു, ജയിക്കുന്നവന് ഇത് അവകാശമാക്കും, പകരം ഇവർ അതിനു പകരം ആരാധിക്കുന്നവന് ഇത് കിട്ടുമെന്നാക്കി വെച്ചു. എൻ്റെ പൊന്നു മക്കളെ, യേശുവിനെ സ്തുതിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ യേശു ജീവിച്ചതുപോലെ നാം ജീവിക്കണം. ദൈവവചനം പറയുന്നു, യേശു പറയാണ്, ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനും ആകിയാൽ എൻ്റെ മുഖമേറ്റി എന്നോട് പഠിക്കണം. ഇന്നാരെ യേശുവിനോട് പഠിക്കാൻ പോണേ? പകരം അത് മാറ്റി യേശുവിനെ സ്തുതിയാക്കി മാറ്റി. ഹല്ലേലൂയ. യേശു ചെയ്തതുപോലെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യണം. പിതാവിൻ്റെ ഇഷ്ടം ചെയ്താലേ വാഗ്ദത്തം പ്രാപിക്കാൻ പറ്റും. ഹല്ലേലൂയ. യേശു പറയുന്നു, ഞാൻ ജയിച്ചതുപോലെ നിങ്ങളും
ജയിക്കണം. ഇന്നാരാ ജയിക്കണത്തെ കുറിച്ച് പറയണേ? അപ്പൊ ഇങ്ങനെ ഒരു വ്യാപാരത്തിലാണെങ്കിൽ അതിൽ പോകാതിരിക്കുക നല്ലത്. മനസ്സിലായോ? ഹല്ലേലൂയ. ഇങ്ങനെ ഒരു വ്യാപാരമാണെങ്കിൽ അതിൽ പോകാതിരിക്കുകയാണ് നല്ലത്. ഇതാ ഞാൻ തൃശ്ശൂരിൽ നിന്ന് എവിടുന്നോ ഒരു മാവ് വാങ്ങിച്ചു. എവിടെ നിന്നാണെന്ന് ഞാൻ ഓർക്കണില്ല. ഞാൻ പാലക്കാട് പോയിട്ട് കോയമ്പത്തൂർ തിരിച്ചു വരുമ്പോഴാണ് ഒരു മാവ് മേടിച്ചത്. ആ മാവ് മേടിച്ചിട്ട് ഇപ്പോൾ 7 വർഷം, അവർ പറഞ്ഞു 3 വർഷം കൊണ്ട് കായ്ക്കുമെന്ന്. അതൊരു 4-5 വർഷം എങ്ങാണ്ടും കായ്ച്ചു. കുറച്ച് കായുണ്ടായി. പിന്നെ എപ്പോഴും പൂവുണ്ടാവും, കായ ഉണ്ടാവില്ല. ഇപ്പൊ എൻ്റെ മനസ്സിൽ എന്തുവാ, അയാൾ അവരെന്നെ പറ്റിച്ചു എന്നാ, അതിൽ ഒന്നും ഉണ്ടാകണില്ല. അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചിന്തിച്ചു, വെട്ടിക്കളണോ. മനസ്സിലായോ? ഹല്ലേലൂയ. അപ്പോ ഫലമില്ലാത്തതും ദൈവമാണെങ്കിലും വെട്ടി കളയും. അപ്പൊ എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ചതിക്കപ്പെട്ടിട്ട് നിങ്ങൾ എന്താ മേടിച്ചകത്ത് നട്ടേക്കണമെന്ന് ശ്രദ്ധിക്കുക, ഫലം ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. ഹല്ലേലൂയ. ഒരു പീരീഡ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ജീവൻ സമൃദ്ധമായി ഉണ്ടാകും. മാത്രമല്ല മറ്റുള്ളവർക്ക് കൊടുക്കാനും നിങ്ങൾക്ക് ഉണ്ടാകും. അങ്ങനെ ജീവൻ സപ്ലൈസായി നിങ്ങൾ തീരുവാനായിട്ട് ഇടയാകും. അങ്ങനെ എങ്കിൽ മാത്രമേ നമുക്ക് പിതാവിനോടും പുത്രനോടുമുള്ള ജീവിതത്തിലേക്ക് കയറാൻ പറ്റൂ. അല്ല എങ്കിൽ ക്രിസ്തുവിന്റെ നയാസത്തിന് മുമ്പാകെ നമ്മൾ ഡൈവേർട്ട് ചെയ്യപ്പെട്ട് ഇതാ നമുക്ക് ഓൾറെഡി നിശ്ചയിക്കപ്പെട്ട ആ തീപ്പുകയിലേക്ക് കടന്നു പോകാനായിട്ട് ഇടയാകും. ഇതുകൊണ്ടാണ് ഇടതുഭാഗത്തുള്ളവരോട് യേശു കർത്താവ് പറയുന്നത്, ശപിക്കപ്പെട്ടവരെ പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവേൻ. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ ഇടയാകരുത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മുടെ ജീവിതം എന്താണെന്ന് പഠിക്കുക, അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് പഠിക്കുക. ജീവന്റെ വ്യാപാരികളായി തീരുക. ഹല്ലേലൂയ. ജീവിതവും ജീവന്റെ വ്യാപാരികളും. അപ്പോൾ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇത് മനസ്സിലാക്കി പ്രവർത്തിക്കുക. ജീവിതവും ജീവന്റെ വ്യാപാരികളും. ഇത് മനസ്സിലാക്കി യേശുവിനെ പോലെ ജീവന്റെ നല്ല ട്രേഡേഴ്സായിട്ട് തീരുക. കേട്ട വചനം നമുക്ക് ദൈവസന്നിധി ധ്യാനിക്കാം. നമ്മളെ തന്നെ ഏൽപ്പിക്കാം. ദൈവസന്നിധിയിൽ എഴുന്നേറ്റാട്ടെ. എല്ലാവരും ദൈവസന്നിധിയിൽ എഴുന്നേറ്റാണ്. ഈ കേട്ട വചനം ലോർഡ് ഐ ലവ് യു. ഞാൻ ആരാണ്? ഈ ജീവിതം എന്താണ്? ദൈവം വളരെ വ്യക്തതയോടെ പഠിപ്പിച്ചു. ഈ ശരീരത്തിലിരിക്കുന്ന ജീവിതം, ദൈവത്തിന്റെ വചനം പറയാണ്, നിങ്ങളുടെ ജീവിതം എങ്ങനെയുള്ളത്? നമ്മുടെ ജീവിതത്തെക്കുറിച്ചാണ് പഠിക്കണേ. കണ്ണുകളടയട്ടെ. അല്പനേരത്തേക്ക് കാണുന്നതും മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ നമ്മുടെ ജീവിതം. അപ്പൊ ശ്രദ്ധിക്കുക, എത്ര നേരം കാണും? അല്പനേരത്തേക്ക് കാണുന്നത്, അല്പനേരത്തേക്ക് കാണുന്നത് മറഞ്ഞു പോവുകയാണ്. ഏത് സമയം ഫ്യൂസായി പോകുന്ന ഒരു ബൾബ് പോലെ. നമ്മുടെ ഹൃദയം നിർമ്മലമായിരിക്കണം, കരങ്ങൾ നിർമ്മലമായിരിക്കണം, വാക്കുകൾ നിർമ്മലമായിരിക്കണം. അല്പനേരമേ നമ്മളിവിടെ ഉള്ളൂ. നമുക്ക് മുമ്പ് അനേകർ ഈ ഭൂമിയിൽ ശരീരത്തിൽ ദൈവം അയച്ചു. അവരുടെ കോഴ്സ് കഴിഞ്ഞു, അവർ പോയി. നമ്മൾ അവരെ നമ്മുടെ പിതാക്കന്മാർ എന്ന് വിളിക്കുന്നു. പ്രിയ മകനെ, മകളെ, ഹോളിൽ മാത്രമല്ല ഓൺലൈനിലായിരിക്കുന്ന ഏതൊരു വ്യക്തിയെ തിരിച്ചറിയുക. ഈ ജീവിതം ക്ഷണികമാണ്. ഏത് സമയവും നമ്മൾ ഈ ശരീരത്തിൽ നിന്ന് പിന്മാറേണ്ടതായിട്ടുണ്ട്. ശരീരത്തിലിരിക്കുമ്പോൾ ശരീരത്തിലിരിക്കുന്ന മണ്ഡലത്തിൽ മാത്രം കരുതി അവസാനിക്കുന്നവനാകാതെ വരും കാലത്തേക്ക് നല്ലൊരു ഫൗണ്ടേഷൻ ഇടാൻ സ്വർഗത്തിലെ ദൈവം നമ്മളോട് ആജ്ഞാപിക്കുക. ഇനി നാം നടക്കേണ്ടത് ജീവന്റെ പുതുക്കത്തിലാണ്. ന്യൂനെസ് ഓഫ് ലൈഫ്. അത് മനസ്സിലാക്കി പ്രവർത്തിപ്പാൻ എന്നെ സഹായിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ ഈ ആദ്യ സെക്ഷൻ ഞാൻ എവിടെയാണ് നിൽക്കുന്നത് എന്ന് നമുക്ക് തന്നെ പരിശോധിക്കാം. ഇപ്പോഴുള്ള ജീവനെയാണോ അതോ വരുംകാല ജീവനെയാണോ നാം ഫോക്കസ് ചെയ്യാൻ നമ്മളെ തന്നെ പരിശോധിക്കുക. ഇപ്പോഴുള്ള ജീവനെയാണ് നാം ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ സകല മനുഷ്യർ അരിഷ്ടരാ. വരുംകാല ജീവനെയാണ് നാം ഫോക്കസ് ചെയ്യുമെങ്കിൽ നാം ബുദ്ധിമാന്മാരാണ്. പക്ഷേ
പലപ്പോഴും ഇപ്പോഴുള്ള ജീവനിൽ നാം കുടുങ്ങിക്കിടക്കുന്നുവോ? നമ്മളെ തന്നെ പരിശോധിക്കണം. കുടുങ്ങിക്കിടക്കുന്നുവെങ്കിൽ ആ കുടുക്കിൽ നിന്നെല്ലാം വിടുതൽ പ്രാപിപ്പാൻ നമ്മുടെ ചിന്താമണ്ഡലമായ ആ വള്ളികളെയൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒരു കാട് മാറ്റി അവിടെ ചെടി വളരുന്നത് പോലെ നമ്മുടെ ഹൃദയങ്ങളിൽ മാറ്റപ്പെടട്ടെ. സമയം നഷ്ടപ്പെടുത്താതെ ഉള്ള സമയം ജീവന്റെ വ്യാപാരിയായി തീരുവാൻ. ഈ തൃശ്ശൂർ പട്ടണത്തിൽ പ്രിയമകനെ മകളെ ഓൺലൈനിൽ നീ ഏത് സ്ഥലത്തുനിന്ന് കേൾക്കുന്നുവോ ആ പട്ടണത്തിൽ, ആ ഗ്രാമത്തിൽ, ആ വില്ലേജിൽ ഒരു ജീവന്റെ റീറ്റെയിലറായി മാറുവാൻ, ഒരു ഡീലറായി മാറുവാൻ യേശുക്രിസ്തു എന്ന ഡിസ്ട്രിബ്യൂഷന്റെ കീഴിൽ ദൈവപിതാവിന്റെ ജീവൻ ക്രിസ്തുവിലൂടെയും ക്രിസ്തുവിലുള്ള നമ്മളിലൂടെയും മറ്റുള്ളവരിലേക്ക് വ്യാപരിപ്പാൻ ദൈവരാജ്യം, ദൈവ കുടുംബം വികസിക്കുന്നതിന്റെ ഭാഗമായി ഫാദേഴ്സ് ബിസിനസ്സിൽ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. ഇനി ഞാൻ അടങ്ങിയിരിക്കത്തില്ല. അനേകരെ നേടുന്ന ഒരു വ്യക്തിയായി ഞാൻ മാറും. ജീവൻ സപ്ലൈ ചെയ്യുന്ന ഒരു വ്യക്തിയായി മാറും. എനിക്ക് ജീവൻ സപ്ലൈ ചെയ്യുവാൻ കഴിവില്ലെങ്കിൽ ജീവൻ സപ്ലൈ ചെയ്യുന്നവരുടെ അടുക്കൽ ഞാൻ എത്തിക്കും. തെറ്റായ ഡീലേഴ്സിന്റെ അടുക്കലല്ല, ഫാക്ടറി ഓതറൈസ്ഡ് ഡീലർ എന്നതുപോലെ സ്വർഗത്തിലെ ദൈവം ആക്കി വെച്ചവരുടെ അടുക്കൽ ഞാൻ അവരെ എത്തിക്കും. ആ സമയത്ത് ഞാനും വളരും, ഞാനും ഒരു റീറ്റെയിലറായി മാറും, ജീവന്റെ തുടർന്നൊരു ഡീലറായി മാറും എന്നൊരു മനോഭാവത്തോടുകൂടെ നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, തന്ന ചിന്തകൾക്കായി നന്ദിയോടെ സ്തോത്രം. ഈ മക്കളെ ഏവരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു പിതാവേ. അപ്പാ, അങ്ങ് തന്ന ചിന്തയ്ക്കായി നന്ദി. ഞങ്ങളുടെ ജീവിതം കെട്ടുപോകുന്ന ഒരു വിളക്ക് പോലെയാണ്, ഒരു ബൾബ് പോലെയാണെന്ന് അറിയിച്ചതിനായി നന്ദി. സുബോധം തന്നതിനായി നന്ദി. ഇത് നിലനിൽപ്പാൻ ഞങ്ങളെ ഏവരെയും സഹായിക്കണം. ഈ ജനത്തെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യവും തേജസ്സും മക്കളോട് കൂട്ടായിരിക്കട്ടെ. അങ്ങ് കൊടുത്ത ജ്ഞാനത്തിനായി നന്ദി കർത്താവേ. ഇതിൽ നിലനിൽപ്പാൻ സഹായിച്ചാട്ടെ. സർവ്വ മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് തരുന്നു. ഓൺലൈനിൽ അങ്ങ് ശ്രവിക്കുന്ന ഏവരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇവരുടെ എല്ലാ ജീവിത ആവശ്യങ്ങളുടെ മേലും അങ്ങ് കൂട്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ താൽക്കാലിക കെട്ടുപോകുന്ന ജീവിതത്തിൽ ഉള്ള എല്ലാ ആവശ്യങ്ങളുടെ മേലും ദൈവത്തിന്റെ മഞ്ഞും മഴയും മക്കളുടെ മേൽ കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. രോഗികളായിരിക്കുന്ന വ്യക്തികൾ ഈ ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നും ഈ ഹോളിൽ എവിടെയും ശ്രദ്ധിക്കുന്നുവെങ്കിൽ, ഇപ്പോൾ മാത്രമല്ല തുടർന്ന് ശ്രദ്ധിക്കുന്നുവെങ്കിൽ, ദൈവം എനിക്ക് തന്നിട്ടുള്ള ദൈവത്തിന്റെ ജീവൻ, ആ ജീവനുള്ള സൗഖ്യം ഈ മക്കളുടെ മേൽ യേശുക്രിസ്തുവിന്റെ നാമത്തെ കൽപ്പിക്കുകയാണ്. ഈ ജീവൻ അവരുടെ ജീവിതത്തെ പരിപൂർണ്ണ സൗഖ്യം കൊടുക്കുവാനിടയാകട്ടെ കർത്താവേ. അങ്ങനെ ചെയ്തിരിക്കുക. സ്തോത്രം. എപ്പോഴും ഇത് കേൾക്കുന്നവരുടെ ജീവിതത്തിൽ ഇതേ ജീവൻ വ്യാപരിക്കട്ടെ. മഹത്വമെല്ലാം പിതാവേ അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം അവരെ സഹായിച്ചിരിക്കുന്നു, കൂട്ടായിരിക്കുന്നു. തുടർന്ന് അടുത്ത സെക്ഷൻ ഇന്റർവെല്ലിന് ശേഷം